എല്ലാവർക്കും നമസ്കാരം. ജയ് ആർ സി എം, ഗുഡ് ആർ സി എം. നമ്മൾ ഇന്ന് എല്ലാവരും ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് യൂത്ത് ഐക്കന്റെ ഒരു സ്പെഷ്യൽ പ്രോഗ്രാം അല്ലെ. എല്ലാ ബുധനാഴ്ചകളിലും ചെറുപ്പക്കാര് അവരുടെ ഈ ഒരു ബിസിനസിനെ പറ്റിയിട്ടുള്ള കാഴ്ചപ്പാടും ഇതിന്റെ ഒരു സ്കോപ്പും ഇതിൽ നിന്ന് അവർക്ക് കിട്ടിയ അറിവും അനുഭവങ്ങളും പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് പ്രത്യേകിച്ച് ഒരു സ്പെഷ്യൽ ആയിട്ടൊരു വിഷയത്തെ പറ്റിയിട്ട് സംസാരിക്കാൻ ഒന്നുമല്ല. ഒരു പക്ഷെ ഞാൻ ഇതുവരെ സംസാരിക്കാത്ത ഒരു കാര്യത്തെ പറ്റിയിട്ടായിരിക്കും. അതാണ് എന്റെ പേഴ്സണൽ ലൈഫ്. അവസാനമായിട്ട് ഞാൻ ഈ ഒരു പ്രോഗ്രാം കൊടുത്തത് കോഴിക്കോട് ഫയറപ്പിലായിരുന്നു. അന്ന് തന്നെ അതിഥിയായിട്ട് ക്ഷണിച്ചപ്പോൾ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ അവിടെ കൊടുക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ കഥ തുടരുന്നു എന്നുള്ള ഒരു സെഷൻ ഞാൻ കോഴിക്കോടിന് വേണ്ടിയിട്ട് കൊടുത്തു. വളരെ നല്ലൊരു റെസ്പോൺസ് അതിന് കിട്ടി. അപ്പൊ എനിക്ക് തോന്നി നമ്മൾ ഒരുപാട് സയന്റിഫിക് ആയിട്ടും ഒരുപാട് ടെക്നിക്കൽ ആയിട്ടുമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നതിനേക്കാളും കുറച്ചും കൂടി നല്ലത് ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് കടക്കുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള ഈ ഒരു ബിസിനസിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള TCG പറയുന്നത് RCM എന്ന പ്രസ്ഥാനത്തെ നമ്മൾ ഹൃദയത്തോട് കൂടിയിട്ട് വേണം ഉള്ളിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെ. ആ ഒരു നെഞ്ചോട് കൂടിയിട്ട് എടുക്കണം എന്നാണ് പറയാ. അപ്പൊ അതേപോലെ തന്നെ ഈ ഒരു ബിസിനസ് ഞാൻ നെഞ്ചോട് കൂടി ചേർക്കാനുള്ള കാരണം, ഇതിൽ വന്നിട്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായത്, എന്താണ് ഇതുവരെ നേടിയത്, വരാനുണ്ടായ കാരണം, ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു സെഷനിൽ ഞാൻ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മെയിൻലി ഇറ്റ് ഈസ് എ സ്റ്റോറി, മൈ സ്റ്റോറി. നമ്മുടെ ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള ഗിരീഷ് സാർ പറയാറുണ്ട്, മേക്ക് യുവർ സ്റ്റോറി, ടെൽ യുവർ സ്റ്റോറി, സെൽ യുവർ സ്റ്റോറി എന്നുള്ളത്. അപ്പൊ അതുപോലെ ഇത് എന്റെ സ്റ്റോറിയാണ്. അപ്പൊ എന്റെ സ്റ്റോറിയിലേക്ക് നിങ്ങൾ എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യാണ്. അപ്പൊ അതൊരു ചെറിയൊരു PPT-യിലൂടെയാണ് കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇത് കാണുന്നുണ്ടോന്ന് മളവി ഉണ്ടോന്ന് പറയണേ. ഓക്കെ സാർ, യെസ്. കാണുന്നുണ്ട് സാർ. സോ ഫ്രം മൈ സ്റ്റോറി ടു ഹിസ്റ്ററി. എന്തുകൊണ്ട് ഇതിന് ഇങ്ങനെ ഒരു പേരിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന 270-ലധികം ആൾക്കാരുടെയും സ്റ്റോറി ഇപ്പൊ ഒരു സാധാരണ സ്റ്റോറി ആയിരിക്കും. ചിലപ്പോൾ നമ്മൾ RCM ബിസിനസ്സിലേക്ക് കടന്നു വരുന്ന ആ ഒരു സമയം എന്ന് പറയുന്നത് വളരെ സാധാരണ ഒരു സ്റ്റോറി ആയിരിക്കും. പക്ഷെ പിന്നീട് ഈ ഒരു സിസ്റ്റം നമ്മുടെ ജീവിതത്തിലേക്ക് കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവരും, നമ്മുടെ ഉള്ളിൽ കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവരും. ഈ മാറ്റങ്ങളൊക്കെ നമ്മൾ സ്വീകരിക്കാൻ റെഡി ആണെങ്കിൽ നാളെ നിങ്ങളെ പറ്റി സംസാരിക്കാൻ, നിങ്ങളെ പറ്റി ചിന്തിക്കാൻ, നിങ്ങളുടെ വരവ് കാത്തിരിക്കാൻ വേണ്ടി ഒരു വലിയൊരു വിഭാഗം ആൾക്കാർ തയ്യാറാവുമ്പോൾ അത് പിന്നെ ചരിത്രത്തിന്റെ ഒരു ഭാഗമായിട്ട് മാറും. ഇന്ന് കേരളത്തിൽ മുൻനിരയിൽ നമ്മളെ നയിക്കുന്ന ഗ്രേറ്റസ്റ്റ് ലീഡേഴ്സ് ആയിട്ടുള്ള മൂർത്തി സാർ ആയിക്കോട്ടെ, സുജിത് സാർ ആയിക്കോട്ടെ, ബിനു സാർ ആയിക്കോട്ടെ, രഞ്ജിത്ത് സാർ ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട്, ഹേമന്ത് സാർ ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് ലീഡേഴ്സ് ഉണ്ട്. ഈ ലീഡേഴ്സിന്റെ ഒക്കെ കഥകൾ നമുക്ക് പ്രചോദനമാവുന്നത് എന്തുകൊണ്ടാണ്? കാരണം ദേ ആർ പാർട്ട് ഓഫ് എ ഹിസ്റ്ററി, അല്ലെ. കഴിഞ്ഞ 26 കൊല്ലമായിട്ട് ഈ ഒരു ബിസിനസ് ഇന്ത്യയിലുണ്ട്. അതിൽ കഴിഞ്ഞ 20 കൊല്ലമായിട്ട് കേരളത്തിൽ RCM ബിസിനസ് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ വളർച്ചയുടെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന നെടുന്തൂണുകൾ എന്ന് പറയാൻ, വിശേഷിപ്പിക്കാൻ പറ്റുന്ന വ്യക്തികളുടെ ചരിത്രം നമ്മളിപ്പോ പല ക്ലാസ്സുകളിലും പറയുന്നു. അതുപോലൊരു ചരിത്രം നമ്മൾ ഓരോരുത്തർക്കും ഈ ഒരു ബിസിനസ് ഉണ്ടാക്കി തരും. പക്ഷേ RCM എന്ന ഈ മാറ്റത്തെ ഉൾക്കൊള്ളാൻ എന്തായിരിക്കണം? നമ്മൾ തയ്യാറായിരിക്കണം. അപ്പൊ എന്റെ സ്റ്റോറി അങ്ങനെ ഹിസ്റ്ററിയുടെ ഒരു ഭാഗമായി എന്നുള്ളതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അതിൽ ഈ രണ്ട് വ്യക്തിത്വങ്ങളെ പറ്റിയിട്ട് പറയാതെ എനിക്ക് ഈ ഒരു ക്ലാസ് എന്നല്ല ഒരു ക്ലാസ്സും എടുക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരില്ലെങ്കിൽ ഞാനിവിടെ ഇല്ല. ഇവരില്ലെങ്കിൽ ഞാനിവിടെ ഇല്ല എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ ഭൂമിയിൽ ഞാൻ ഉണ്ടാവണമെങ്കിൽ ഇവർ വേണം. RCM ബിസിനസ്സിൽ ഞാൻ ഉണ്ടാവണമെങ്കിൽ ഇവർ വേണം. എന്റെ ആദരണീയനായിട്ടുള്ള അച്ഛൻ ഡോക്ടർ രാജൻ തുലാപ്പള്ളി, അതുപോലെ തന്നെ അമ്മ പ്രിയ K രാജൻ. ഒരു വ്യക്തി ആദ്യമായിട്ട് തൃശ്ശൂർ ഭാഗത്തേക്ക് RCM ബിസിനസിനെ പറിച്ചു നട്ടെങ്കിൽ മറ്റൊരാള് ആ പറിച്ചു നട്ട ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ വേണ്ടിയിട്ട് ഒരു എന്റർപ്രണർഷിപ്പിലേക്ക് മാറിയ ഒരു വ്യക്തിയും കൂടിയാണ്. അപ്പൊ ഇവര് രണ്ടുപേരുമാണ് ഇന്ന് എന്റെ ജീവിതത്തിൽ പല മാറ്റങ്ങളും കൊണ്ടുവരാൻ കാരണക്കാരായിട്ടുള്ള വ്യക്തികൾ. അപ്പൊ ഇവരില്ലാതെ എനിക്ക് ക്ലാസ് തുടങ്ങാൻ സാധിക്കില്ല. അപ്പൊ എന്റെ എല്ലാവിധ ഗുരുദക്ഷിണയും ഇവരെ കാൽച്ചുവട്ടിൽ വെച്ചുകൊണ്ട് ഞാൻ ആരംഭിക്കുകയാണ്. യെസ്. സോ എങ്ങനെ ഈ ബിസിനസ് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് എത്തി? കാരണം ഇന്ന് നമുക്ക് RCM ബിസിനസിനെ പറ്റിയിട്ട് അറിയാൻ ധാരാളം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്. നമ്മൾ ഒരു വണ്ടി എടുത്ത് ഒരു ദൂരയാത്ര നടത്തുന്ന സമയത്ത് റോഡ് സൈഡിലൊക്കെ ഒരുപാട് RCMന്റെ ഫ്ലെക്സ് ബോർഡുകളും അതുപോലെ തന്നെ ബോർഡുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. വണ്ടർ വേൾഡുകൾ ഉണ്ട്, വണ്ടർ വേൾഡ് പ്രൈം ഉണ്ട്, വണ്ടർ വേൾഡ് ക്യുക്ക് ഉണ്ട്. അങ്ങനെ അനവധി സ്ഥലങ്ങളിൽ നമുക്ക് RCMന്റെ ഒരു പേര് കാണാൻ പറ്റും. പക്ഷെ ഇതൊന്നും കാണാൻ പറ്റാത്ത ഒരു സമയമുണ്ടായിരുന്നു 2007-ൽ. അതായത് RCM എന്ന പ്രസ്ഥാനം അതിന്റെ ഒരു ശൈശവാവസ്ഥയിൽ ഇങ്ങനെ എന്താണ്, എങ്ങോട്ടാണ് പോകണ്ടേന്നുള്ള ഒരു ദിശ തേടിക്കൊണ്ടിരിക്കുന്ന സമയം. ആ സമയത്താണ് യാദൃശികമായിട്ട് 14 ഫെബ്രുവരി 2007-ൽ ഇന്ന് നമ്മുടെ കേരളത്തിന്റെ മാത്രമല്ല സൗത്ത് ഇന്ത്യയുടെ അഭിമാനമായിട്ടുള്ള ദ വൺ ആൻഡ് ഓൺലി സഫയർ നമ്മുടെ മൂർത്തി സാറ് വീട്ടിലേക്ക് യാദൃശികമായിട്ട് വരുന്നത്. അദ്ദേഹം ഒരു സിലിണ്ടർ മേടിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് വന്നത്. പക്ഷെ അവിടെ വന്ന അദ്ദേഹത്തിനോട് അച്ഛൻ ചോദിച്ചു എന്താണ് ചെയ്യുന്നത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനിപ്പോ ഇങ്ങനെ സൈഡായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്താലോ എന്ന് ആലോചിക്കാണ്. കാരണം വോളണ്ടറി റിട്ടയർമെന്റ് എടുത്തു വരാറായി. അപ്പോ ഇപ്പോഴത്തെ ഒരു വരുമാനം മാത്രം പോരാ, കുറച്ച് എക്സ്ട്രാ വരുമാനം വേണം. അപ്പൊ അതിന് എനിക്കൊരു ഐഡിയ ഇങ്ങനെ ഒരാൾ പറഞ്ഞു തന്നു. അതിലേക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ആലോചിച്ചുകൊണ്ടിരിക്കാൻ തോന്നുന്നു. അപ്പൊ എന്താണ് ഐഡിയ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു മാർക്കറ്റിംഗ് പ്ലാൻ ബുക്ക് അച്ഛന് കൊടുത്തു. അങ്ങനെ അച്ഛൻ പൊതുവെ വായനാശീലമുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ബാംഗ്ലൂർ വെച്ചിട്ട് അദ്ദേഹം അത് രാത്രി മൊത്തം ഇരുന്ന് വായിച്ചു.
വായിച്ച് അദ്ദേഹത്തിന് ഇഷ്ടമായി. അദ്ദേഹം ഒരു ഐ ഡി എടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പൊ എവിടെയാണ് ഐ ഡി കിട്ടുക ചോദിച്ചപ്പോൾ ആർസിഎമ്മിന്റെ ഒരു ഷോപ്പിൽ പോകണം. അപ്പൊ അന്ന് ഇന്ന് കാണുന്ന പോലത്തെ ഒരു ഷോപ്പൊന്നല്ല. നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണാം, ഒരു അഴുക്കുചാലിന്റെ മുമ്പില് വളരെ പരിമിതമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ, അതും എന്ന് വേണമെങ്കിൽ അടച്ചു പോകാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ കുറച്ച് എന്താ പറയാ, ഒരു വളരെ ഇപ്പൊ നമ്മൾ പറയുന്നുണ്ട് 300-350 സ്ക്വയർ ഫീറ്റ് ഒക്കെ വേണം. അന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു 50 സ്ക്വയർ ഫീറ്റ് എങ്കിലും കഷ്ടിച്ചില്ലാത്ത ഒരു മുറിയുടെ ഉള്ളിൽ ഈ ഉൽപ്പന്നങ്ങൾ, അതും ഇന്ന് കാണുന്ന അത്ര ഇല്ല, ഒരു 30-ന് താഴെ വരുന്ന ഉൽപ്പന്നങ്ങൾ മാത്രം വെച്ചുകൊണ്ട് ഒരു കട. അവിടെ ആദ്യം പോയത് അച്ഛനും അമ്മയാണ്. അവർ ചെന്നു, അവർ പ്രൊഡക്റ്റുകൾ അവിടെ ഉള്ളത് എന്താണോ, ജോയിനിങ് കിറ്റ് എന്ന് പറയാനുള്ളത് അന്ന് ഷർട്ട് പീസും പാന്റ് പീസും മാത്രമാണ്. അത് വാങ്ങി അവർ തിരിച്ചു പോകുന്നു. പക്ഷെ ഈ ഒരു മാർക്കറ്റിംഗ് പ്ലാൻ കൊടുത്തൊരു വിഷൻ ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ ഉള്ളില് ചെറിയൊരു കനലായിട്ട് ഇങ്ങനെ അവശേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്ന് രാത്രി ഈ സാധനങ്ങളൊക്കെ മേടിച്ച് വന്ന് വീട്ടിൽ നിന്നപ്പോൾ ഒരു ചിന്തയും കൂടി വന്ന്, എന്തുകൊണ്ട് ഒരു ഐഡിയയും കൂടി എടുത്തുകൂടാന്നുള്ളത്. അങ്ങനെ ഫെബ്രുവരി 19-ാം തീയതി അമ്മയുടെ പേരിൽ വീണ്ടും ഒരു ഐഡിയ എടുത്തു. അപ്പോ ഇത്രയും കാലം ആർസിഎമ്മിനെ പറ്റിയിട്ട് പല ആൾക്കാരോടും പറഞ്ഞ മൂർത്തി സാറിന് അതൊരു അത്ഭുതമായിരുന്നു. കാരണം ആദ്യമായിട്ടാണ് ഒരാൾ തിരിച്ച് ഇങ്ങോട്ട് വിളിച്ചിട്ട് ഒരു ഐഡിയ കൂടി തരുമോ ചോദിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന് തോന്നി, ഇനി എന്തെങ്കിലും എന്ത് പറ്റി ഇങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോ, ഇതുവരെ നമ്മൾ അങ്ങോട്ട് പറഞ്ഞിട്ട് ആരും എടുക്കാത്തത് ഇന്ന് ഇദ്ദേഹം 2 ഐഡി ഇങ്ങോട്ട് ചോദിക്കുന്നുണ്ടെങ്കിൽ എന്താണാവോ, എന്തെങ്കിലും സന്തോഷം മാത്രം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ 2 ഐഡി ഫെബ്രുവരി 19-നുള്ളിൽ കരസ്ഥമാക്കി. ഈ സമയത്ത് ആർസിഎം ഒന്നുമല്ല. കാരണം ഇതിന്റെ ശരിയായിട്ടുള്ള ഒരു ഐഡിയ എനിക്ക് കിട്ടിയത് രണ്ടാമത്തെ ഐഡി വീണ്ടും ഷർട്ട് പീസും പാന്റ് പീസും എടുത്ത് ജോയിൻ ചെയ്യാൻ പോകുന്ന സമയത്ത് ആ കട കണ്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഇതുകൊണ്ട് എന്റെ അച്ഛനോ അല്ലെങ്കിൽ എന്റെ അമ്മയോ ഇവിടെ എത്തില്ല എന്നുള്ളത്. കാരണം ക്യാൻറ്റീനിൽ ഏറ്റവും റീസണബിൾ ആയിട്ടുള്ള ക്വാളിറ്റിയിലുള്ള ഉൽപ്പന്നങ്ങൾ കിട്ടാൻ ഒരു അവസരം ഉണ്ടായിട്ട് എന്തുകൊണ്ട് അഴുക്കുചാലിന്റെ അടുത്ത് വന്ന് ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് ഈ സാധനങ്ങൾ മേടിക്കുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പായിരുന്നു, എന്റെ അച്ഛൻ ഏറ്റവും ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും സമർത്ഥനായിട്ടുള്ള ഒരു വ്യക്തിയാണ്, ഏറ്റവും ബുദ്ധിമാനാണ്. അദ്ദേഹം ഒരു മോശമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കില്ല എന്ന് ഞാൻ വിശ്വസിച്ചു. ആ വിശ്വാസത്തിൽ ഞാൻ ഉറച്ചു നിന്നു. പക്ഷെ പിന്നീട് അദ്ദേഹം ചെയ്ത പല പ്രവൃത്തികളും ആ വിശ്വാസത്തിനെ സപ്പോർട്ട് ചെയ്യുന്നതായിരുന്നില്ല. പകരം എനിക്ക് തന്നെ തോന്നി തുടങ്ങി, ഇനി അച്ഛനൊരു അബദ്ധം പറ്റിയോ എന്നുള്ളത്. അങ്ങനെ ആർസിഎം ഒന്നുമല്ലാത്ത സമയത്താണ് ഞങ്ങൾ ആർസിഎം എന്ന ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്നത് കുടുംബസമേതം. അങ്ങനെ ഇരിക്കുമ്പോൾ 20 മെയ് 2007 ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. നമ്മുടെ ജീവിതത്തിൽ പല പല ടേണിംഗ് പോയിന്റ് ഉണ്ടല്ലോ. ഇപ്പൊ പ്ലസ് ടുവിൽ ഇപ്പൊ വിജയ മാർക്കൊക്കെ വന്നു, ഒരുപാട് പേര് സന്തോഷത്തോടെ നിൽക്കുകയാണ്. അപ്പൊ അവരോട് പറയും ഇതൊരു ടേണിംഗ് പോയിന്റ് ആണ്. ഇനി ശരിക്കും ടേണിംഗ് പോയിന്റ് കോളേജാണ്. അത് ഒരു കോളേജ് കഴിയുമ്പോൾ പറയും ഇതൊന്നും അല്ല ടേണിംഗ് പോയിന്റ്, ഇനി ജോലി കിട്ടുന്നതാണ്. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ടേണിംഗ് പോയിന്റുകൾ കുറെ വരും. അങ്ങനെ ഒരു ടേണിംഗ് പോയിന്റ് ആണ് മെയ് 20, 2007 ഞങ്ങളുടെ ജീവിതത്തിൽ വന്നത്. കാരണം ഫെബ്രുവരി കഴിഞ്ഞ് മാർച്ച് മാസമായപ്പോൾ നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു വന്ന് ഇനി എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് NIFയിൽ അധ്യാപകനായിട്ട് ഡോക്ടർ രാജൻ സാറ് കയറുന്നത്. അവിടെ 6000 രൂപയാണ് മാസവരുമാനം വരുന്നത്. അതിന്റെ കൂടെ എന്തെങ്കിലും എക്സ്ട്രാ ചെയ്യണം. അപ്പൊ എന്തുകൊണ്ട് ആർസിഎം തന്നെ ചെയ്തുകൂടാ? കാരണം തൃശ്ശൂർ അതുവരെ ആരും അത് കൊണ്ടുവന്നിട്ടില്ല. അങ്ങനെ അദ്ദേഹം ഇതിനെ സീരിയസ് ആയിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒരു തീരുമാനമെടുത്തു. പക്ഷെ ഇതിനെപ്പറ്റി കാര്യമായിട്ട് പറയാൻ അറിയില്ല. അപ്പൊ അന്ന് ഇതിനെ പറ്റിയിട്ട് നന്നായിട്ട് പറയാൻ അറിയുന്ന ഏക ഒരു വ്യക്തി എന്ന് പറയുന്നത് ഈ ഒരു പ്രസ്ഥാനത്തെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന നമ്മുടെ ഗ്രേറ്റ് കിങ് മേക്കർ ആയിട്ടുള്ള ഗോപകുമാർ സാറാണ്. അപ്പൊ അന്ന് ഈ ഒരു ബിസിനസ് വന്ന സമയത്ത് അധികം ആൾക്കാരൊന്നുമില്ല, വളരെ കുറച്ച് പേരേ ഉള്ളൂ. അപ്പൊ അദ്ദേഹത്തെ വിളിക്കാന്ന് പറയുമ്പോൾ നമുക്ക് ഒട്ടും മോശമാക്കാനും പറ്റില്ല, കുറച്ച് പേരെ വിളിക്കണം. അങ്ങനെ അച്ഛന്റെ തറവാട്ടില് ആദ്യമായിട്ട് കനാൽ പാലത്തിന്റെ അടുത്ത് വരുന്ന വീട്ടില് ഏകദേശം 18 പേരെ ടെറസിന്റെ മേലെ വെച്ചുകൊണ്ട് പ്രോഗ്രാം സംഘടിപ്പിച്ചു. പ്രോഗ്രാമിൽ ഞാൻ പങ്കാളിയായില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്റെ പ്രധാനപ്പെട്ട ടെൻഷൻ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ അമ്മ കിച്ചണിൽ പഴംപൊരി ഉണ്ടാക്കുമായിരുന്നു. അപ്പൊ ഈ 18 പേർക്കുള്ള പഴംപൊരിയിൽ കറക്റ്റ് തികയോ അതോ എനിക്ക് എന്തെങ്കിലും ബാക്കി ഉണ്ടാവും എന്നുള്ളതൊക്കെയായിരുന്നു നമ്മുടെ ടെൻഷൻ. അപ്പൊ ഇതുകൊണ്ട് മീറ്റിംഗും കാര്യങ്ങളൊന്നും കേൾക്കാൻ ഞാൻ പോയിട്ടില്ല. പക്ഷെ പറഞ്ഞു കേട്ട അറിവ് പ്രകാരം ഈ 18 പേരും വന്നു, 18 പേരും ജോയിൻ ചെയ്തു എന്നുള്ളതാണ്. കാരണം അന്നത്തെ ആ സമയത്ത് ആകെ ഷർട്ട് പീസും പാന്റ് പീസും വെച്ച് മാത്രമേ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അന്ന് ക്ലാസ് കേൾക്കാൻ വന്നവരൊക്കെ ഷർട്ടും മുണ്ടൊക്കെ, സാധാരണ ഷർട്ടും മുണ്ടും അല്ലെങ്കിൽ ചട്ടി മുണ്ടൊക്കെ ഇട്ട് വന്ന ആൾക്കാരാണ്. ഇവരെ സംബന്ധിച്ച് പാന്റ് ഇവര് കണ്ടിട്ടുണ്ടായിരിക്കും, പക്ഷെ ഇടാൻ ഇതുവരെ മനസ്സ് കാണിച്ചിട്ടില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും അച്ഛൻ അവിടെ നല്ല പേരായോണ്ടും അച്ഛൻ നല്ലൊരു സൽസ്വഭാവി ആയതുകൊണ്ടും ഇവരെല്ലാവരും അത് വിഷമിപ്പിക്കണ്ടെന്ന് വിചാരിച്ചു ഒരു സപ്പോർട്ട് എന്നുള്ള രീതിയിൽ അവരെല്ലാവരും ജോയിനിങ് എടുത്തു. അങ്ങനെ 18 ജോയിനിങ്ങും എന്ത് ചെയ്തു, ഗോപകുമാർ സാറിന്റെ ക്ലാസ്സിൽ നിന്ന് വന്നു. അവിടുന്നാണ് പിന്നെ പതുക്കെ എന്തായിട്ട് ഈ ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് റെഡി ആവുന്നത്. അപ്പൊ അന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വന്ന ആൾക്കാർക്ക് ഈ ഷർട്ട് പീസും പാന്റ് പീസും കൊടുത്തത് അതിന്റെ MRP വിലയിലല്ല, പകരം ഇവരത് എടുക്കുമ്പോൾ ഒരു ഡിസ്കൗണ്ട് റേറ്റിനാണ് കൊടുക്കുന്നത് ഒരു കാര്യം എനിക്ക് മനസ്സിലായി. അപ്പൊ അന്ന് എനിക്കുണ്ടായ ആദ്യത്തെ തിരിച്ചറിവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർസിഎം മറ്റ് പ്രസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാവുന്നത് ഇതിൽ ഉൽപ്പന്നങ്ങൾക്ക് ഡിസ്കൗണ്ട് നിരക്കിന് കൊടുക്കാൻ പറ്റുന്നു ഉള്ളത് കൊണ്ടാണ്. കാരണം പൊതു മാർക്കറ്റിൽ നമുക്കത് കൊടുക്കാൻ പറ്റാത്ത ഒരുപാട് ഇടത്തട്ടുകാരും പരസ്യക്കാരും ഉണ്ട്. പക്ഷേ ഇവിടെ ഒരു ഉപഭോക്താവിന് സ്പോട്ടിൽ തന്നെ ഡിസ്കൗണ്ട് കൊടുക്കാൻ പറ്റുന്ന കാര്യം ഇവിടെ ഇടത്തട്ടുകാരും പരസ്യക്കാരും ഒന്നും ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ഈ ഡിസ്കൗണ്ട് കിട്ടുന്നുള്ളത് എനിക്ക് അന്നത്തെ ക്ലാസ്സിൽ നിന്ന് ചെറുതായിട്ടൊന്ന് മനസ്സിലായി. പക്ഷെ പിന്നീട് ഞാൻ വിചാരിച്ചു ഇതിനി കുഴപ്പമില്ല, 18 പേരൊക്കെ വന്നു, ഇനി ഇവര് ആരുടെയെങ്കിലും ഒക്കെ പറഞ്ഞ് പതുക്കെ ആൾക്കാർ വലിയൊരു ടീമായിട്ട് മാറുന്നു. പക്ഷെ അവിടെ എനിക്ക് തെറ്റി. കാരണം എന്താ വെച്ചാൽ പിന്നീടുള്ള സമയം എന്ന് പറയുന്നത് ഏറ്റവും വലിയ സ്ട്രഗിൾ ഉള്ളൊരു സമയമായിരുന്നു. കാരണം
ഞങ്ങൾ ഈ ബിസിനസ്സിനെ വളരെ സീരിയസ് ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിച്ച ആരുടെയൊക്കെ വീട്ടിൽ പോയി, പ്രത്യേകിച്ച് റിലേറ്റീവ്സിന്റെ, അവിടുന്ന് എല്ലായിടത്തുനിന്നും അവഗണന മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ആകെ എടുത്തു പറയത്തക്ക ഒന്നോ രണ്ടോ പേര്, ഇപ്പൊ രാജൻ സാറിന്റെ സൈഡിൽ നിന്നൊരു സുഹൃത്ത് ഇതിൽ തുടക്കത്തിൽ വന്നു. അത് കഴിഞ്ഞ് അമ്മയുടെ വീട്ടിൽ നിന്ന് ദുർഗൻ സാറും മീര മാഡവും സപ്പോർട്ട് ചെയ്തു. അങ്ങനെ വളരെ ചുരുക്കമായിട്ട് വിരലിൽ എണ്ണാൻ പറ്റുന്ന 2-3 പേരാണ് നമുക്ക് വേണ്ട പിന്തുണ തന്നത്. ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും, ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും നമുക്ക് അറിയില്ല. കാരണം ഇതിനെപ്പറ്റി പറഞ്ഞു തരാൻ ആകെ ഗോകുമാർ സാറുള്ളൂ. അദ്ദേഹമാണെങ്കിൽ മാസത്തിൽ ഒരു വട്ടം വന്നാൽ അദ്ദേഹത്തിന് ഡേറ്റ് കിട്ടാന്ന് പറഞ്ഞത് എളുപ്പമല്ല. കാരണം അദ്ദേഹം ആ സമയത്ത് സർവീസിലായിരുന്നു. രാജൻ സാർ പിന്നെ സർവീസിന് വിട്ട കാരണം തന്നെ അദ്ദേഹത്തിന് സമയമുണ്ടായിരുന്നു. കാരണം NIFയിലെ അധ്യാപക ജോലി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ സമയം ചെയ്യാനുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു സ്ട്രഗിളിംഗ് ഫേസിലൂടെ കടന്നു പോകുന്ന സമയത്ത് ധാരാളം പരിഹാസങ്ങൾ, പുച്ഛം, ഇതൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ എയർഫോഴ്സുകാരൻ ഈ ഉപ്പും മുളകും മല്ലിയൊക്കെ വിൽക്കാൻ പോവാന്ന് പറയുമ്പോൾ അതൊരു സാധാരണക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല, പ്രത്യേകിച്ച് എന്റെ അമ്മ വീട്ടുകാർക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എവിടെ ചെന്നാലും ഒരു പരിഹാസപാത്രമായിട്ട് മാറുന്ന ഒരു അവസ്ഥ, ഇതിൽ പച്ച പിടിക്കോ ഇല്ലെന്നൊന്നും നമുക്ക് അറിയില്ല. പക്ഷെ രാജൻ സാറിനെ സംബന്ധിച്ച് വിഷൻ ക്ലിയർ ആയിരുന്നു. എന്റെ അമ്മയെ സംബന്ധിച്ച് അതിനേക്കാളും ക്ലിയർ ആയിരുന്നു. ഒരു പക്ഷേ കേരള RCM ചരിത്രത്തിൽ ഇരു കൈയും നീട്ടി RCM ബിസിനസ്സിനെ ഒന്നുമല്ലാത്ത സമയത്ത് ആരെങ്കിലും സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു ലേഡി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്റെ അമ്മയായിരിക്കും. എനിക്ക് വളരെ അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കും. കാരണം ഇതിന് ഒന്നുമില്ലാത്തൊരു സമയത്താണ് ഇതിനെ ഏറ്റെടുത്തത്. കാരണം ഈ ഒരു ബിസിനസ്സിനെ ഇനി വളർത്തണമെങ്കിൽ നമ്മൾ ചെറിയൊരു ഷോപ്പ് തുടങ്ങണം എന്നുള്ള ഒരു സത്യം തിരിച്ചറിഞ്ഞു. കാരണം പ്രൊഡക്റ്റുകൾ നമുക്ക് എപ്പോഴും ഡിപ്പോയിൽ നിന്ന് പോയി കൊണ്ടുവരാൻ സാധിക്കില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അങ്കമാലിയിൽ ഒരു ഷോപ്പ് കൊണ്ടുവരണം എന്നുള്ള ഒരു കൺസെപ്റ്റ് മൂർത്തി സാറ് കൊണ്ടുവന്നത്. അതിന് കാരണക്കാരനായിട്ടുള്ള അച്ഛന്റെ ഒരു സുഹൃത്തായിട്ടുള്ള സാബുമാഷും അദ്ദേഹത്തിന്റെ കുറച്ച് ടീം, എന്താ പറയുക, സഹപ്രവർത്തകരും കൂടി ഒരു ഷോപ്പ് അങ്കമാലിയിൽ കൊണ്ടുവരാൻ തീരുമാനിച്ചു. പക്ഷെ ആര് പോവും, അതാണ് ചോദ്യം, ആര് പോവും? അങ്ങനെ ഇരിക്കുമ്പോഴാണ് അമ്മ പറഞ്ഞത് ഞാൻ പൊക്കോളാം എന്നുള്ളത്. അപ്പൊ അന്ന് ഞങ്ങൾ വിയ്യൂർ ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു 6000 രൂപയാണ് നമുക്ക് NIFന്ന് കിട്ടുന്ന വരുമാനം. ഇത് കൂടാതെ പെൻഷൻ കാശും വളരെ തുച്ഛമാണ്. ബാക്കിയുള്ള കാശൊക്കെ നമുക്ക് പോകുന്നത് RCM ബിസിനസ് പ്രൊമോട്ട് ചെയ്യാൻ്റെ ഭാഗമായിട്ടാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വണ്ടിക്കൂലിയും ട്രെയിനും കാര്യങ്ങളെല്ലാം കൂടി നോക്കി അങ്കമാലിയിൽ രാവിലെ ഏകദേശം ഒരു 10 മണിയാകുമ്പോൾ അവിടെ എത്തണം. അപ്പൊ എന്റെയും അച്ഛന്റെയും കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞതിന് ശേഷം അമ്മ ഒരു 9:30-10 മണിക്കുള്ളിൽ അങ്കമാലിയിൽ എത്തും. രാത്രി 8:30 ആയിട്ട് തിരിച്ചു വരിക. അപ്പൊ ഇത്രയും ലേറ്റ് ആയിട്ട് എത്തുമ്പോൾ നിങ്ങൾ വിചാരിക്കും അവിടെ ഭയങ്കര കച്ചവടമാണ്. ഒരു കച്ചവടവും ഇല്ല. കാരണം എന്താ വെച്ചാൽ ഇത് ഇത്തിരി നേരം കൂടുതലിരുന്ന് ആരെങ്കിലും ഒക്കെ വരുമോ എന്നുള്ള ശുഭപ്രതീക്ഷയിൽ ഇരിക്കുന്നേ ഉള്ളൂ. അപ്പൊ രാവിലെ പോയി വൈകുന്നേരം വരെ ഇരിപ്പാണ്. അങ്ങനെ 6 മാസമൊക്കെ ഇരുന്നാലാണ് ഒരു തവിടെണ്ണ പൂളോ എന്നുള്ള ഗതികേടിലാണ് ആ ഒരു പ്രസ്ഥാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ വിശ്വാസം കളയാൻ അപ്പോഴും റെഡി ആയിരുന്നില്ല. അങ്ങനെ കുറച്ചായിട്ട് പതുക്കെ പതുക്കെ ആൾക്കാർ വന്നു തുടങ്ങിയപ്പോൾ എന്തുകൊണ്ട് നമ്മുടെ സ്വന്തം നാട്ടിൽ ഇങ്ങനെ ഒരു സംവിധാനം തുടങ്ങിക്കൂടാ? അങ്ങനെ ഇരിക്കുമ്പോഴാണ് വടക്കാഞ്ചേരിയിൽ സ്വരാജ് RCM ഷോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തയ്യാറാവുന്നത്. പക്ഷെ അന്ന് ഷോപ്പ് കൊണ്ടുവരാനുള്ള ഫണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. 18 പാർട്ട്നേഴ്സും കൂടിയിട്ടാണ് ഒരു ഷോപ്പ് തുടങ്ങുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇന്ന് നമുക്ക് ഒരു പാർട്ട്ണറിന് കിട്ടും, 5 ലക്ഷം ഒക്കെ മുടക്കാൻ ആൾക്കാർ കിട്ടും. പക്ഷെ അന്ന് നമ്മുടെ കയ്യിൽ അത്ര കാശൊന്നുമില്ല. ഇതൊന്ന് തുടങ്ങി കിട്ടണമെങ്കിൽ പാട് ചില്ലറയൊന്നുമല്ല. 18 പാർട്ട്നേഴ്സിനെ വെച്ചിട്ടാണ് ഒരു കട തുടങ്ങിയത്. ഇത് നിങ്ങൾ ഉൾക്കൊണ്ട ഒരു കാര്യമാണ്. ഈ 18 പാർട്ട്നേഴ്സിൽ 7 മാസം കഴിഞ്ഞപ്പോൾ ബാക്കി ഏകദേശം ഒരു 14-15 പാർട്ട്നേഴ്സും ഇത് വേണ്ടാന്ന് പറഞ്ഞിട്ട് പോയി. 1-2 പേര് മാത്രമേ ഈ പ്രസ്ഥാനത്തിന് കൂടെ അന്ന് നിന്നുള്ളൂ. അപ്പൊ ഈ ഒരു പ്രസ്ഥാനത്തിന്റെ, അതായത് വടക്കാഞ്ചേരിയിൽ തുടങ്ങാൻ പോകുന്ന സ്വരാജ് RCM ഷോപ്പിന്റെ ഉദ്ഘാടന കർമ്മത്തിൽ പോലും എന്റെ അമ്മയ്ക്ക് വരാൻ സാധിച്ചില്ല. കാരണം അങ്കമാലിയിൽ ഒരു ദിവസം പോലും മുടക്കരുതെന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം 8 മാസം അവിടെ തള്ളി നീക്കിയതിനു ശേഷം പിന്നീട് MK ബാബു സാർ, അതായത് ഇപ്പോഴത്തെ എമറാൾഡ് അച്ചീവർ, അദ്ദേഹം ആ ഷോപ്പ് എടുക്കാൻ വേണ്ടി റെഡിയായി. അതിനുശേഷമാണ് അമ്മ സ്വരാജ് RCM ഷോപ്പിലേക്ക് വന്നത്. എന്നാൽ നമ്മൾ വിചാരിക്കും അവിടെ വന്നാലും ഇനിയിപ്പോ പുഷ്പം പോലെ സെയിലൊക്കെ നടക്കുന്നു. ഒരു രക്ഷയില്ല. അവിടെ വന്നാൽ ഈ പറഞ്ഞ പോലെ ഇരിപ്പ് തന്നെ, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരിപ്പ് തന്നെ. ആൾക്കാർ എന്താണെന്ന് അറിയാനുള്ള കൗതുകത്തിൽ വന്ന് നോക്കുന്നു. എല്ലാവരും കൺവിൻസ് ആവുന്നില്ല. കുറച്ച് പേര് എന്തെങ്കിലുമൊക്കെ വാങ്ങി പോകുന്നു. അങ്ങനെ പതുക്കെ പതുക്കെ ഒരു 5-6-7 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ പതുക്കെ പതുക്കെ ബിസിനസ്സിൽ ചെറിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. അങ്ങനെ കണ്ടു തുടങ്ങി. ഈ ഒരു സ്ട്രഗിളും റിജക്ഷനും എന്നൊക്കെ പറയുന്നത് 2009 തൊട്ട് 13 വരെ നമ്മുടെ ഈ സ്ട്രഗിളും റിജക്ഷനും ഒക്കെ ഒരു റിസൾട്ട് തന്നു. കാരണം എന്താ, 2009 തൊട്ട് 13 വരെ നമുക്ക് പിന്നെ വെച്ചടി കയറ്റമായിരുന്നു. അത് വേറെയുള്ള ഒരു ടൈം എന്ന് പറയുന്നത് ഈ ഒരു സിസ്റ്റമായിട്ട് പ്ലഗ്ഡ് ഇൻ ആവാൻ കുറച്ച് സമയം എടുത്തു. കാരണം എന്താ വെച്ചാൽ ഇതിനെപ്പറ്റി പറഞ്ഞു തരാനോ അല്ലെങ്കിൽ ട്രെയിനിങ് ക്ലാസ്സുകളോ ഒന്നും മലയാളത്തിലില്ല. അപ്പൊ നമ്മൾ തന്നെ ഫീൽഡിൽ ഇറങ്ങി നമ്മൾ തന്നെ ഇത് കണ്ടുപിടിച്ച് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാക്കി നമ്മൾ തന്നെ ജനങ്ങളോട് പറയണം. അതിൽ കുറെ തെറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ഇതിന്റെ വളർച്ച ശരിക്കും എപ്പോഴാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2007 രാജൻ സാർ ഇവിടെ തൃശ്ശൂരിന് ഒരു തിരി കൊളുത്തി. തൊട്ടടുത്ത വർഷം തന്നെ മൂർത്തി സാറ് നാട്ടിലേക്ക് വോളണ്ടിയർ റിട്ടയർമെന്റ് എടുത്ത് വന്നു. അദ്ദേഹത്തിനെ ഇന്ന് നമ്മൾ മാൻ ഓഫ് വീൽസ് എന്ന് പറയാനുള്ള കാരണം അന്ന് തൊട്ട് തുടങ്ങിയ ഓട്ടം ഇന്നും അവസാനിച്ചിട്ടില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും നല്ല ക്വാളിറ്റി എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് നന്നായിട്ട് വണ്ടി ഓടിക്കാൻ അറിയാം. രാജൻ സാറിന്റെ ഏറ്റവും നല്ല ക്വാളിറ്റി എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് നന്നായിട്ട് സംസാരിക്കാൻ, അതായത് അധ്യാപക മേഖലയിൽ നല്ല കഴിവുണ്ട്. അപ്പോൾ ഒരു കാര്യം മൂർത്തി സാറിന് മനസ്സിലായി, ഞാൻ വണ്ടി ഓടിച്ച് സാറിന് അവിടെ എത്തിച്ചു കഴിഞ്ഞാൽ സാറ് ക്ലാസ് എടുക്കുന്നു മനസ്സിലായി. അങ്ങനെ സാറ് വണ്ടി ഓടിക്കും, രാജൻ സാറ് ക്ലാസ് എടുക്കും, സാറ് വണ്ടി ഓടിക്കും, രാജൻ സാറ് ക്ലാസ് എടുക്കും. അങ്ങനെ പതുക്കെ പതുക്കെ എന്തുണ്ടായി, രാജൻ സാർ ഇപ്പോഴും വണ്ടി ഓടിക്കാൻ പഠിച്ചിട്ടില്ലെങ്കിലും മൂർത്തി സാർ എന്തായി ക്ലാസ് എടുക്കാൻ പഠിച്ചു അല്ലെ. അപ്പൊ അദ്ദേഹം അതിനേക്കാളും നന്നായിട്ട് ക്ലാസ് എടുക്കും. ഇവര് രണ്ടുപേരുടെയും ഒരു കൂട്ടായ പ്രവർത്തനമാണ്
ആ ഒരു ടൈമിൽ തൃശ്ശൂർ മേഖലയിൽ ഈ ഒരു ബിസിനസ്സിനെ ഒന്ന് സ്റ്റാർട്ട് ആക്കിപ്പിച്ചത്. അങ്ങനെ പതുക്കെ പതുക്കെ സ്റ്റാർട്ട് ആക്കി 2009 തൊട്ട് 13 വരെ ഒരു പ്രോഗ്രസീവ് ലെവലിലേക്ക് ഈ ബിസിനസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രോഗ്രസീവ് ലെവലിലേക്ക് പോവാന്ന് പറയുമ്പോൾ എല്ലാം സുഖകരമായി എന്നല്ല ഞാൻ പറയുന്നത്. അപ്പോഴും പ്രൊഡക്റ്റുകളിൽ ഷോർട്ടേജ് ഉണ്ടായിരുന്നു. കാരണം ഇന്ന് വന്ന പ്രൊഡക്റ്റ് ചിലപ്പോൾ നാളെ വരില്ല. കാരണം എന്താ, അതിന്റെ ക്വാളിറ്റിയിൽ എന്തെങ്കിലും പ്രശ്നം കമ്പനിക്ക് തോന്നിക്കഴിഞ്ഞാൽ കമ്പനി വേറെ ഒന്നും ചോദിക്കാൻ നിൽക്കില്ല, സ്പോട്ടിൽ തന്നെ അത് നിർത്തും. കാരണം ഞാനൊക്കെ വരുന്ന സമയത്ത് 24 hours കുറും കുറേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടം പോലെ ചിപ്സ് ഐറ്റംസ് ഒക്കെ ഈ കമ്പനി ഇറക്കിയിട്ടുണ്ടായിരുന്നു. ചോക്ലേറ്റിൽ തന്നെ പല ഫ്ലേവേഴ്സ്, ഇലൈച്ചി ഫ്ലേവർ, ഓറഞ്ച് ഫ്ലേവർ, ചോക്ലേറ്റ് ഫ്ലേവർ, അങ്ങനെ ഒരുപാടുണ്ടായിരുന്നു. വാട്ടർ പ്യൂരിഫയർ അടക്കമുണ്ടായിരുന്നു. പക്ഷേ ഇതിനൊരു ക്വാളിറ്റി നിലനിർത്താൻ പറ്റാതെ ആവുകയും അതുപോലെ തന്നെ അതിന്റെ സർവീസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതെ ആയപ്പോൾ കമ്പനി ആ പാർട്ട്നേഴ്സ് ആയിട്ട് എന്ത് ചെയ്തു, അത് കോൾ ഓഫ് ചെയ്തു. ഇതിന്റെ കൂടെ തന്നെ ജോയിനിങ് എന്ന് പറയുന്നത് ഇന്ന് കാണുന്ന പോലെ ഓൺലൈൻ അല്ല. നമ്മൾ കടലാസിൽ വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ജോയിനിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓരോരുത്തരുടെ പേരും കാര്യങ്ങളും അതിലെല്ലാം ഫില്ല് ചെയ്തതിനു ശേഷം അവരുടെ ഒപ്പ് കിട്ടണം. എല്ലാ സമയത്തും നമുക്ക് അവരുടെ വീട്ടിൽ പോയിട്ട് ഒപ്പ് വാങ്ങുക എന്ന് പറഞ്ഞത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമില്ല. അപ്പൊ ചിലപ്പോൾ ഒപ്പൊക്കെ നമ്മൾ തന്നെ ഇടേണ്ടി വരും. അവരുടെ പേരും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ തന്നെ അങ്ങനെ കള്ളൊപ്പിട്ട് സ്റ്റാർ എമറാൾഡ് ആയ ആളാണ് ഞാൻ. കാരണം നമുക്ക് ഈ ബിസിനസ്സിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണോ സ്കൂൾ വിട്ടിട്ടോ അല്ലെങ്കിൽ കോളേജ് വിട്ടിട്ടോ ചെയ്യാൻ പറ്റുന്നത് അതിലാണ് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ സ്കൂൾ വിട്ടൊക്കെ വരുമ്പോൾ ഒരു കെട്ട് മൊത്തം കടലാസുകൾ ഉണ്ടായിരിക്കും. ഈ കടലാസിൽ ഇവരുടെ പേരനുസരിച്ച് ഒപ്പിടുക എന്നിട്ട് ഒരു 25 കൂടിയിട്ട് ഒരു കവറിൽ ഇടും. കവറിൽ നിന്നിട്ട് നമ്മൾ ടൈ ചെയ്തിട്ട് ഇത് പോസ്റ്റൽ വഴി നമ്മൾ അയക്കും. അങ്ങനെ 2013 വരെ അത്യാവശ്യം ആൾക്കാർ ഇതിനെ ഉൾക്കൊണ്ട് തുടങ്ങി. പലയിടങ്ങളിലായിട്ട് ഇതിന്റെ ഷോപ്പുകൾ വന്നു തുടങ്ങി, മീറ്റിങ്ങുകൾ നടന്നു തുടങ്ങി, ഹോൾ പ്രോഗ്രാമുകൾ നടന്നു തുടങ്ങി. ആ ഒരു പ്രോഗ്രസീവ് ലെവലിൽ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഇതൊരു മാറ്റത്തിനൊരു തുടക്കം കുറിക്കാൻ പോവാന്നുള്ള അറിഞ്ഞ ആ നിമിഷത്തിലാണ് പെട്ടെന്ന് എന്ത് വന്നേ, ഒരു ചെറിയൊരു ഹോൾട്ട് നമുക്ക് ഉണ്ടാവുന്നത്. ആ ഹോൾട്ട് നമ്മളെ എല്ലാവരും ഒരുപാട് രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ ഈ കമ്പനി എന്തായി, അത് റിക്കവർ ചെയ്ത് തിരിച്ചു വന്നു, അല്ലെ? അപ്പൊ അതെന്താണ്, എങ്ങനെ വന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞു. കാരണം നമ്മൾ ഓൾറെഡി അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തതാണ്. ഇപ്പോ നമുക്കുള്ള മാറ്റങ്ങൾ, അതായത് റെഗുലേറ്ററി വൈസ് ആയിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് എല്ലാം കൊണ്ടും അനുകൂലമാണ്. അത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് ആയിക്കോട്ടെ. അപ്പൊ ഈ ഒരു സമയത്തിനുള്ളിൽ 2009, 2013 കാലഘട്ടത്തിനുള്ളിൽ എനിക്കൊരു കാര്യം മനസ്സിലായി. RCM എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്റർപ്രണർഷിപ്പാണ്. നമ്മളെ ഒരു സാധാരണക്കാരിൽ നിന്ന് ഒരു ബിസിനസ്സുകാരനാക്കാൻ ഈ ഒരു സിസ്റ്റത്തിന് സാധിക്കും. കാരണം അല്ലാതെ ഇപ്പൊ നമ്മൾ മാർക്കറ്റിൽ ഒരു കച്ചവടം തുടങ്ങണമെങ്കിൽ, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത്, ഒന്നില്ലെങ്കിൽ നമ്മൾ ലോൺ എടുക്കണം, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു വസ്തു പണയം വെക്കണം, അല്ലെങ്കിൽ ഗോൾഡ് പണയം വെക്കണം. എന്നാലും ഒരു സംരംഭം ഇന്ന് സാധാരണഗതിയിൽ ഒരാൾക്ക് ക്യാപിറ്റൽ വെച്ച് തുടങ്ങാൻ പറ്റുള്ളൂ. പക്ഷെ അങ്ങനെ തുടങ്ങിയാലും അതിനെന്തെങ്കിലും സെക്യൂരിറ്റി ഉണ്ടോ എന്നുള്ളത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റും. ഇപ്പൊ ഞാനൊരു തട്ടുകട ഇട്ട് കഴിഞ്ഞാൽ അതിനൊരു 1 ലക്ഷം രൂപ, 1.25 ലക്ഷം രൂപ എങ്ങനെയായാലും ചെലവ് വരും. അതിന്റെ കോർപ്പറേഷൻ ടാക്സ്, മറ്റുള്ള കാര്യങ്ങളെല്ലാം കൂടി നോക്കിയിട്ട്, ഫാബ്രിക്കേഷൻ വർക്കും ഫുഡ് മെറ്റീരിയൽസും എല്ലാം കൂടി നോക്കിയിട്ട്, ഇതൊക്കെ കഴിഞ്ഞാലും ഓപ്പോസിറ്റ് തൊട്ടപ്പുറത്തെ സൈഡിൽ ഒരാൾ തട്ടുകട ഇല്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഞാനൊരു ബേക്കറി തുടങ്ങി കഴിഞ്ഞാലും തൊട്ടപ്പുറത്ത് ഒരാൾ ബേക്കറി ഇല്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്റർപ്രണേഴ്സ് ഉണ്ട്, പക്ഷെ എന്റർപ്രണേഴ്സ് വിജയിക്കാത്ത ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. കാരണം ഒരു കൊല്ലത്തിൽ 95% എന്റർപ്രണേഴ്സും ഒഴിഞ്ഞു പോകുന്നുണ്ട്. അവർക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അവരുടെ ചെലവുകളെ മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അവിടെ RCM എന്തുകൊണ്ട് വ്യത്യസ്തമാവുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരാൾക്ക് ബിസിനസ് ചെയ്യണമെങ്കിൽ 1 രൂപയുടെ മുടക്കുമുതൽ പോലും ഇല്ല. അവരെ സംബന്ധിച്ച് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് അത് ഇഷ്ടമായി കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് ഇത് ഷെയർ ചെയ്തുകൊണ്ട് ഇത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മുടെ വീട്ടാവശ്യവും നടക്കുകയും ചെയ്യും, വേറൊരാളുടെ വീട്ടിലേക്കുള്ള ആവശ്യം നമുക്ക് നിറവേറ്റാനും സാധിക്കുന്നതിലൂടെ ഒരു വരുമാന മാർഗ്ഗം ഇതിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. 2011 വന്ന ഭേദഗതിയിൽ വന്ന ഏറ്റവും വലിയ മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരാൾക്ക് ഈ ഒരു ബിസിനസ്സിൽ ഒരു ഡിസ്കൗണ്ട് കാർഡ് കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ഉൽപ്പന്നങ്ങൾ വാങ്ങിയെടുക്കാനുള്ള അനുമതി അവർക്ക് കൊടുക്കണം എന്നുള്ളതാണ് 2011 ഫ്രെയിംവർക്ക് വന്നത്. അപ്പോൾ ഷർട്ട് പീസും പാന്റ് പീസും നിന്ന് കമ്പനി എന്ത് ചെയ്തു, ഇഷ്ടമുള്ള ഉൽപ്പന്നം നിങ്ങൾക്ക് വാങ്ങി ഇത്ര രൂപയ്ക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് എത്തിച്ചു. അത് പിന്നീട് 2000 രൂപയുടെ ഒരു ത്രെഷോൾഡിലേക്ക് മാറ്റി. അപ്പൊ ഈ ഒരു സംരംഭം, അതായത് ഈ ഒരു എന്റർപ്രണർഷിപ്പ് ഏതൊരു വ്യക്തിക്കും ഏറ്റെടുക്കാൻ സാധിക്കും. ആ ഏറ്റെടുത്ത വ്യക്തി എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ്. ഇന്ന് ഇന്ത്യയിൽ ഡയറക്ട് സെല്ലിംഗ് എന്ന മേഖലയെ ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്നത് ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് RCM എന്ന് പറയുന്ന ബിസിനസ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എൻ്റെ അമ്മ. കാരണം ഇങ്ങനെ ഇരുന്ന ഒരാളിൽ നിന്ന് ഈ ഒരു ബിസിനസ്സിനെ ഏറ്റെടുത്തുകൊണ്ട് കഴിഞ്ഞ 20 കൊല്ലമായിട്ട് സ്വരാജ് RCM ഷോപ്പ് ഓട്ടുപാറയിൽ വിജയകരമായിട്ട് നടത്തിക്കൊണ്ടു പോകുന്നു എന്നുള്ളത് മാത്രമല്ല, ഇന്ന് ഒരു ട്രെയിനറും കൂടിയാണ്. ക്ലാസ് എടുക്കാൻ അറിയാം, പ്രൊഡക്റ്റുകളെ പറ്റി കീറി മുറിച്ച് പറയാൻ അറിയാം, ഏതൊരു വലിയ വേദിയിലും പതറാതെ സംസാരിക്കാൻ പറ്റുന്ന ഒരു ഹോം മേക്കറിൽ നിന്ന് ഒരു ലൈഫ് മേക്കർ ആയിട്ട് മാറിയ ഒരു വ്യക്തിത്വമാണ് എൻ്റെ അമ്മ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആരും എടുക്കാൻ മടിക്കുന്ന ആ സമയത്ത് ഈ ബിസിനസ്സിനെ സധൈര്യം ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞൊരു തീരുമാനം എടുത്തുകൊണ്ടാണ് ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കുന്നത്.
ഇന്ന് തൃശ്ശൂരിൽ ഒരു പക്ഷേ ഈ ബിസിനസ് കുറച്ചും കൂടി നേരത്തെ വരില്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ കുറച്ചും കൂടി നേരത്തെ വരാൻ കാരണക്കാരിയായിട്ടുള്ള ഒരു ആർസിഎം കേരള ചരിത്രത്തിൽ അന്നും ഇന്നും എന്നും എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു പേരുകളിൽ ഒന്നാണ് എൻ്റെ അമ്മയുടെ എന്ന് എനിക്ക് വളരെ അഭിമാനത്തോടു കൂടിയിട്ട് പറയാൻ സാധിക്കും. സോ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഉത്തമ ഉദാഹരണം നിങ്ങളുടെ മുന്നിൽ ഞാൻ പ്രസന്റ് ചെയ്യാണ്. പ്രിയ കെ രാജൻ, ദ റിയൽ സ്റ്റാർ പറാൽ. ആൻഡ് ആർസിഎം ഒരു വ്യക്തിത്വ വികാസമാണ്. ഈ 2009 തൊട്ട് 13 വരെ ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ അച്ഛനിൽ വന്ന മാറ്റമാണ്. കാരണം എയർഫോഴ്സിലായിരിക്കുമ്പോൾ അദ്ദേഹം അധികമൊന്നും സംസാരിക്കില്ല. ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പേപ്പർ മാത്രം വായിച്ചുകൊണ്ടിരിക്കും. അവിടുത്തെ ആൾക്കാരായിട്ട് അധികം ഇന്ററാക്ട് ചെയ്യാത്ത ഒരു വ്യക്തി, ഞാൻ പതുക്കെ പതുക്കെ ക്ലാസ്സുകളിൽ നിന്ന് ക്ലാസ്സുകളിലേക്ക് പ്രൊമോഷൻ കിട്ടി അല്ലെങ്കിൽ പാസ് മാർക്കോട് കൂടിയിട്ട് എത്തുമ്പോൾ ഞാൻ കാണുന്നത് ഓരോ ദിവസവും അദ്ദേഹത്തിനുണ്ടാവുന്ന മാറ്റങ്ങളാണ്. കാരണം ആരോടും സംസാരിക്കാത്ത ഒരു അന്തർമുഖനിൽ നിന്നും പല വ്യക്തികൾക്കും മണിക്കൂറുകളോളം ക്ലാസ് എടുക്കാൻ പറ്റുന്ന ഒരു വ്യക്തിത്വത്തിലേക്ക് അദ്ദേഹത്തിന് മാറാൻ സാധിച്ചത് ഈ പ്രസ്ഥാനം അദ്ദേഹത്തിന് കൊടുത്ത വിശ്വാസമാണ്, വിഷനാണ്. കാരണം ഇന്ന് 5000 അല്ല 10,000 ആൾക്കാരെ ചൂണ്ടുവിരൽ കൊണ്ട് ഇരിക്കാനും നിർത്താനും പറ്റുന്ന അതുല്യ കഴിവുള്ള ഒരു മഹാപ്രതിഭ ഇന്ന് കേരളത്തിൽ ഒരുവിധം ആൾക്കാരുടെ, ഐ മീൻ ആർസിയുമായിട്ട് അസോസിയേറ്റ് ഒരുവിധം ആൾക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിന് ഏറ്റവും വലിയൊരു കാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തി, അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ എന്താ പറയുക, ഒരുപാട് പരിശ്രമവും ഒരുപാട് പ്രാർത്ഥനയും കൊടുക്കുന്ന ഒരു വ്യക്തി അല്ലെ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു സാധാരണക്കാരിൽ നിന്ന്, ഒരു എയർഫോഴ്സുകാരനിൽ നിന്ന്, അധികം ആരോടും സംസാരിക്കാത്ത ഒരു വ്യക്തിയിൽ നിന്ന് ഇന്ന് 24 മണിക്കൂറും കോൾ വരികയും നിർദ്ദേശങ്ങൾ കൊടുക്കുകയും പ്ലാൻ ചെയ്യുകയും വിഷൻ സെറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വത്തിലേക്ക് മാറ്റാൻ ഈ പ്രസ്ഥാനത്തിന് സാധിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എൻ്റെ ജീവിതത്തിലൂടെയാണ് ഞാൻ പറയുന്നത് ഇവിടെ ഇരിക്കുന്ന 465 പേർക്കും അത് പറ്റും. ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അത്രയും വലിയ മാറ്റം വരുമെങ്കിൽ ഞാൻ ഉറപ്പ് പറയുന്നു നിങ്ങളുടെ ജീവിതത്തിലും മാറ്റം വരും. പക്ഷെ ആ മാറ്റത്തെ നമ്മൾ എന്ത് ചെയ്യണം? ഉൾക്കൊള്ളാൻ റെഡി ആയിരിക്കണം. അദ്ദേഹം അതിനെ ഉൾക്കൊള്ളാൻ റെഡിയായി. കാരണം അന്തർമുഖനായിട്ടുള്ള അദ്ദേഹം ആർസിഎം ബിസിനസ് വിജയിക്കണമെങ്കിൽ അങ്ങനെ ഇരുന്നാൽ പോരാന്നുള്ള സത്യം തിരിച്ചറിഞ്ഞപ്പോൾ അദ്ദേഹം സംസാരിച്ചു തുടങ്ങി. ഒരു മടിയും ഒരു ചളുപ്പും ഇല്ലാതെ ആൾക്കാരുടെ അടുത്തേക്ക് ഇറങ്ങി ചെല്ലാൻ തുടങ്ങി. ഈ ഒരു ബിസിനസ്സിൽ നിലനിൽക്കണമെങ്കിൽ അറിവ് കൂടുതൽ നേടണം എന്നുള്ളത് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം ഉൽപ്പന്നങ്ങളെ പറ്റി പഠിക്കാൻ തുടങ്ങി. അങ്ങനെ പഠിച്ച് പഠിച്ച് നോട്ടുകൾ എഴുതി എഴുതി ഇപ്പോഴും എന്റെ വീട്ടിലെ ഒരു വലിയൊരു സൂട്ട് കേസിൽ അദ്ദേഹം എഴുതിയ നോട്ടുകളുണ്ട് ഉൽപ്പന്നങ്ങളെ, ആദ്യകാലത്തിൽ വന്ന ഉൽപ്പന്നങ്ങൾ തൊട്ട് ഇതുവരെ വന്ന ഉൽപ്പന്നങ്ങളെ പറ്റിയിട്ടുള്ളത്. വെറുതെ ഒന്നുമല്ല സ്റ്റാർ എമറാൾഡ് ആവുന്നത്. അതിന്റെ പിന്നിൽ കഠിനാധ്വാനമുണ്ട്, ഡെഡിക്കേഷൻ ഉണ്ട്, കമ്മിറ്റ്മെന്റ് ഉണ്ട്. അപ്പൊ ഇത് ഒരു വ്യക്തിത്വ വികസനമാണെന്നുള്ളത് ഈ 2009 2013 കാലഘട്ടത്തിൽ എനിക്ക് മനസ്സിലായി. അതിന്റെ കൂടെ തന്നെ 2013 എന്തുണ്ടായി? ഞാൻ കോളേജ് ലൈഫിലേക്ക് തിരിഞ്ഞു. അപ്പോ ശ്രദ്ധ ആർസിഎമ്മിൽ നിന്ന് പോയി. കാരണം പണ്ടെന്നൊക്കെ പറയുമ്പോൾ വീട്ടിൽ കുറച്ചും കൂടി ആർസിഎം ബിസിനസ് എങ്ങനെയാണ്, എന്താണ് അതിനെ മോണിറ്റർ ചെയ്യാനുള്ള ഒരു സമയ സന്ദർഭമൊക്കെ ഉണ്ടായിരുന്നു. കോളേജ് ആകുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് വരും. നമ്മൾ പിന്നെ കോളേജ് ലൈഫ് എന്ന് വെച്ചാൽ ഒരു വേറൊരു ലോകമാണ്. നമ്മൾ വീട്ടിലേക്ക് എത്തുമ്പോൾ തന്നെ ചിലപ്പോൾ 7 മണി 8 മണിയൊക്കെ, കാരണം കറങ്ങാനുള്ള സ്ഥലത്തൊക്കെ പോവും, എന്താ പറയാ, ഫുഡ് അടിക്കാനുള്ള സ്ഥലത്തേക്കൊക്കെ പോവും, യാത്ര ചെയ്യാനുള്ള സ്ഥലത്തേക്കൊക്കെ പോവും, ഉള്ള സിനിമയ്ക്കൊക്കെ പോകും. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് വീടെത്തുന്ന ഒരു സമയത്താണ്. അപ്പൊ അന്നും ഇന്നും ആർസിഎമ്മിനോട്, അതായത് ആർസിഎമ്മിലേക്ക് വരുന്നേക്കാളും പിന്നെ ആർസിഎമ്മിനോട് ഒരു വിരക്തിയൊന്നുമില്ല. ആർസിഎമ്മിന് ഇഷ്ടമാണ്, പക്ഷെ ഇതിനൊരു ജീവിതോപാധിയായിട്ട് ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാകുന്നില്ല. കാരണം നമ്മളെ ചെറുപ്പം തൊട്ട് പറയുന്നത് എന്താ, നിങ്ങൾ ജോലിക്ക് പോകും ജോലിക്ക് പോകും ജോലിക്ക് പോകുന്നതാണ്. അങ്ങനെ ജോലിക്ക് പോയി എന്തെങ്കിലും ഒരു കാശ് സമ്പാദിക്കണം, വീട്ടിലേക്ക് അത്യാവശ്യം ഒരു വരുമാനം കൊടുക്കണം, നല്ലൊരു നിലയിലേക്ക് എത്തണം, വീട്ടുകാരെ പ്രൗഡാക്കണം, ഇതൊക്കെയാണ് നമ്മുടെ ചിന്ത. അപ്പൊ 2013 സെന്റ് തോമസ് കോളേജിൽ ഞാൻ ഡിഗ്രിക്ക് ചേർന്നു. ആ ഡിഗ്രിക്ക് ചേർന്നു. പിന്നെ ഞാൻ എന്റെ ജീവിതമായിട്ട് മുന്നോട്ട് പോയി. രാജൻ സാറും പ്രിയ മാഡവും അവരുടെ ജീവിതമായിട്ട് മുന്നോട്ട് പോയി. അങ്ങനെ 2015 ഓഗസ്റ്റില് അവർക്ക് കാലിക്കട്ടി വെച്ചിട്ട് സ്റ്റാർ പേൾ എന്ന് പറഞ്ഞ ലെവൽ, അതായത് ഏകദേശം ഒരു 75,000 മേലെ വരുമാനം വരുന്ന ഒരു ലെവലിലേക്ക് അവർ ഉയർന്നു. അതിന്റെ ഒരു ചെറിയൊരു ഫോട്ടോ ആണ് നമ്മളിവിടെ കാണുന്നത്. അങ്ങനെ ഞങ്ങള് കൊടൈക്കനാല് അതിന്റെ റെക്കഗ്നീഷൻ പ്രോഗ്രാം ആയിട്ട് ഞാനും പോയി. വളരെ നിർബന്ധിച്ചിട്ടാണ് കൊണ്ടുപോയത്. കാരണം നമ്മൾ ബസ്സിൽ കയറി കഴിഞ്ഞാൽ അപ്പൊ തൊട്ട് പിന്നെ പാട്ടോ ഡാൻസോ ഒന്നുമില്ല. പിന്നെ ആർസിഎമ്മിന്റെ ക്ലാസ് ആണ്. ബസ്സിൽ കയറിയാലും നമുക്കൊരു സ്വൈര്യമില്ലാത്ത അവസ്ഥയാണ്. കാരണം നമ്മൾ ഈ ക്ലാസ്സിൽ നിന്ന് ഒളിച്ചോടാനുള്ള കാരണം എവിടെ ചെന്നാലും ക്ലാസ് 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 നമുക്ക് മടുത്തു തുടങ്ങും അല്ലെ. അപ്പൊ ബസ്സിൽ കയറിയാലും പിന്നെയും ആർസിഎം അങ്ങനെ. അപ്പൊ ഏകദേശം ഒരു 2ാം ഇയർ ഒക്കെ ആയപ്പോ എന്നോടും ചോദിച്ചു എന്താണ് പ്ലാൻ, എങ്ങനെയാണ് ഇനി ആർസിഎമ്മിലേക്ക് വരൂലേ. അപ്പൊ എല്ലാവരും സുഖിപ്പിക്കാൻ വേണ്ടി നമ്മളും പറയും യെസ് ആർസിഎമ്മിലേക്ക് വന്നിരിക്കും, വരാതെ പിന്നെ എങ്ങനെയെന്നുള്ളത്. കാരണം എന്റെ വീട്ടിൽ നിരന്തരമായിട്ട് മൂത്ത് സാറ് വരുമ്പോഴും സാറ് പറയുന്ന കാര്യം ഇതാണ്, കുട്ടികളുടെ ഇടയിൽ പ്രൊമോട്ട് ചെയ്യൂ, നിന്റെ ഫ്രണ്ട്സിനോട് പറയൂ, അവരെ പോയി കാണും, അവരെ കുടുംബക്കാരെ കാണും, ഇതെല്ലാവർക്കും വേണ്ട ഉൽപ്പന്നങ്ങളല്ലേ. ഞാൻ പറയാം ഓ എല്ലാം ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ അടുത്ത വട്ടം മൂത്ത് സാറ് വരുമ്പോൾ ഞാൻ പിന്നെ മേലെ താഴേക്ക് പോലും ഇറങ്ങില്ല. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എതിർപ്പൊന്നുമില്ല, നമുക്ക് ഏത് രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ എല്ലാത്തിനും റെഡിയാണ്. അങ്ങനെ കൊടൈക്കനാല് ഈ ഒരു മീറ്റിന് പോയി. അപ്പോൾ അവിടെ കുറച്ച് പേരൊക്കെ പരിചയപ്പെട്ടു. അങ്ങനെ പരിചയപ്പെട്ടതാണ് നമ്മുടെ രഞ്ജിത്ത് സാറ്, അതായത്
MK ബാബു സാറിന്റെ മകൻ, രമ്യ ചേച്ചി, ഹേമന്ത് സാറിന്റെ 2 മക്കൾ. അപ്പൊ ഞങ്ങൾ അന്ന് മീറ്റിങ്ങിനൊന്നും പോയില്ല, കാരണം ഞങ്ങൾ എല്ലാവരും ഒരു കൂട്ടായ്മയായിരുന്നു. കൂട്ടായ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യില്ല എന്നുള്ളതിന്റെ ഒരു കൂട്ടായ്മയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ സൈക്കിൾ വാടക എടുത്ത് ഞങ്ങൾ കൊടൈക്കനാൽ കറങ്ങാൻ പോയി. നിങ്ങൾ മീറ്റിംഗാ ക്ലാസ്സാ എന്താ അറ്റൻഡ് ചെയ്യാന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഫോട്ടോ ഞാൻ ഇവിടെ വെക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു നമ്മുടെ ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് ടേണിംഗ് പോയിന്റ് വരും. ഈ ഒരു ഫോട്ടോയിലും എന്റെ ജീവിതത്തിലെ എന്താണ് ഒരു ടേണിംഗ് പോയിന്റ് ഇവിടെ ഉണ്ട്. പക്ഷെ ഞാൻ നേരിട്ട് ആ ടേണിംഗ് പോയിന്റ് കണ്ടിട്ടില്ല, കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ക്ലാസ്സിന് ഞാൻ പോയില്ല. ഞാൻ നേരെ കൊടൈക്കനാൽ ഇറങ്ങാൻ പോയി. അപ്പൊ എന്റെ ടേണിംഗ് പോയിന്റ് സത്യം പറഞ്ഞാൽ 2015 തന്നെ എന്നെ കാത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അതാണ് ഇതാ നിങ്ങളുടെ ലെഫ്റ്റ് സൈഡ് കോർണറിൽ കാണാൻ സാധിക്കും. എന്റെ പ്രിയ പത്നി ഡോക്ടർ അരുണിമ, അദ്ദേഹത്തിന്റെ ഫാമിലി ആയിട്ട് അന്ന് അദ്ദേഹത്തിന് ഏതാ പൊസിഷൻ കിട്ടിയെന്ന് എനിക്ക് അറിയില്ല ബിനു സാറിന്, പക്ഷേ ഫാമിലി ആയിട്ട് ആ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തിരുന്നു. കണ്ടോ ചോദിച്ചാൽ എനിക്ക് ഓർമ്മയില്ല, പക്ഷെ അന്ന് ടേണിംഗ് പോയിന്റ് ആവാനുള്ള സമയമായിട്ടില്ല, കാരണം പ്രായപൂർത്തി ആയിട്ടില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ 2015 ആ സെലിബ്രേഷനൊക്കെ കഴിയുന്നു. ഞാൻ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു. 2016 എൻ്റെ കോളേജ് ജീവിതം കഴിയുന്നു. അപ്പൊ കോളേജ് ജീവിതം കഴിഞ്ഞ സമയത്ത് ഇനി എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചപ്പോഴാണ് ഒരു കാര്യം, ശരി എന്തെങ്കിലും ആവട്ടെ, നമുക്കിതിൽ എന്തെങ്കിലും കുറച്ചും കൂടി പഠിക്കാം, കാരണം ഇനിയിപ്പോ പെട്ടെന്ന് ജോലിക്ക് പോയി കഴിഞ്ഞാൽ പണി എടുക്കേണ്ടതെന്ന് ആലോചിച്ചിട്ട് എന്ത് ചെയ്തു, ഞാനൊരു ഡിപ്ലോമ എടുക്കാൻ വേണ്ടി റെഡിയാക്കി. കോളേജിന്റെ തൊട്ടടുത്ത് തന്നെ. അപ്പൊ അതാകുമ്പോൾ വെച്ചാൽ കോളേജിൽ ആരും മിസ്സാവൂല, വായ നോക്കാം, സിനിമയ്ക്ക് വേണമെങ്കിൽ സിനിമയ്ക്ക് പോകാം, ഭക്ഷണം കഴിക്കാൻ വേണമെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പോകാം. അപ്പൊ അതുകൊണ്ട് തന്നെ കോളേജിനോട് ചേർത്ത് തന്നെ എന്ത് ചെയ്തു, അവിടെ ഒരു ഡിപ്ലോമ കോഴ്സ് റെഡിയാക്കി ടാലി പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അതാകുമ്പോൾ പിന്നെ ജൂനിയേഴ്സ് ഉണ്ട്, അപ്പൊ ജൂനിയേഴ്സ് ആയിട്ട് മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കാം. അവർ പഠിച്ച് അടുത്ത ലെവലിലേക്ക് എത്തുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ അറിയണമല്ലോ. അപ്പൊ അതുകൊണ്ട് അവിടെ തന്നെ കൂടി. അങ്ങനെ 2016 തൊട്ട് 2017 വരെ ഒരു ഡിപ്ലോമ കോഴ്സ് എടുത്തു. ഇന്ന് വരെ എനിക്ക് അറിയില്ല എന്തിനെടുത്തെന്നുള്ളത്. കാരണം നിങ്ങളുടെ ഇടതുഭാഗത്ത് കാണുന്ന ഈ ഒരു ചോക്ലേറ്റ് കേക്ക് പോലെയാ, അല്ലെങ്കിൽ ഏതൊരു ക്രീം കേക്കും പോലെയാണ്. ഇതിന്റെ മേലെ ചുമന്ന കളറിൽ ഒരു ചെറി വെക്കൂ അല്ലെ. ഈ ചെറി എന്തിനാ വെക്കുന്നതെന്ന് ബേക്കറിക്കാർക്കും അറിയില്ല, എന്തിനാ കഴിക്കുന്നതെന്ന് നമുക്കും അറിയില്ല. അതുപോലെയായിരുന്നു ഡിപ്ലോമ. എന്തിനാ എടുത്തതെന്ന് എനിക്ക് അറിയില്ല, ഇതുകൊണ്ട് എന്താ പ്രയോജനം എന്നുള്ളത് ഞാൻ ഇന്റർവ്യൂവിന് പോയപ്പോഴുള്ള എന്നെ ഇന്റർവ്യൂ ചെയ്ത ആൾക്കാർക്കും അറിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ വെറുതെ ഒരു കൊല്ലം ഡിപ്ലോമ ചെയ്ത് കളഞ്ഞു. അങ്ങനെ ആ ഡിപ്ലോമ കഴിഞ്ഞിട്ട് പിന്നീട് 30 മാർച്ച് 2018 വിപ്രോ ഇൻഫോ പാർക്കിൽ കാക്കനാടിൽ ജോലി കിട്ടി. ഇത് എന്റെ ട്രെയിനിങ് ബാച്ച് ആണ്. ഇത് നിങ്ങൾക്ക് അതിന്റെ നൈറ്റ് വ്യൂ ആണ്, ആ മൊത്തം ക്യാമ്പസിന്റെ നൈറ്റ് വ്യൂ ആണ്. അങ്ങനെ ആദ്യത്തെ ജോലി ഭയങ്കര സന്തോഷം, കാരണം വിപ്രോ എന്ന പ്രസ്ഥാനമാണ്. ജീവിതത്തിൽ ഇനി ഒരുപാട് മാറ്റങ്ങൾ വരാൻ പോവാണ്. ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് ആർസിയം ചെയ്യ് എന്ന് മൂർത്തി സാറ് പറയാനില്ല, വീട്ടുകാർ നിർബന്ധിക്കാനില്ല, ഇതിങ്ങനെ കേൾക്കേണ്ട ആവശ്യമില്ല, നമുക്ക് സ്വതന്ത്രമായിട്ട് പാറി പറക്കാൻ പറ്റും എന്നുള്ള ആ ഒരു ശുഭാപ്തി വിശ്വാസത്തോട് കൂടിയിട്ടാണ് വിപ്രോയിലുള്ള ഈ ഒരു ജോലി തുടങ്ങിയത്. അങ്ങനെ വിപ്രോയിലെ ജോലി തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ എത്തി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് എന്റെ മാസ വരുമാനം എന്ന് പറയുന്നത് 13,500 രൂപയാണ്. എന്റെ ഒരു മാസത്തെ വാടക എന്ന് പറയുന്നത് 4,500 രൂപ, അതായത് ഫുഡ് അടക്കം ഹോസ്റ്റലില്. കാരണം കാക്കനാടാണ്, അപ്പൊ എന്നും തൃശ്ശൂരിൽ നിന്ന് പോയി വരലും നടപടിയാവുന്ന കാര്യമല്ല. പിന്നെ ഹോസ്റ്റലിലേക്ക് തിരിച്ചു പോകണമെങ്കിൽ ഏകദേശം 5 കിലോമീറ്റർ ഉണ്ട്. അപ്പൊ വണ്ടി ചെലവും കൂടി ആലോചിച്ചിട്ട് ഞാൻ വിചാരിക്കും, നമ്മുടെ വർക്ക് നീളുന്നതിനനുസരിച്ചിട്ട് എപ്പോഴും പോയി ഹോസ്റ്റലിൽ നിന്ന് കഴിക്കേണ്ട, ക്യാൻറ്റീനിൽ നിന്ന് കഴിക്കാം. പിന്നെ ക്യാൻറ്റീനും സൂപ്പർ മാർക്കറ്റിലെ സ്നാക്സിനുള്ള ചെലവൊക്കെ കൂടി ഒരു മാസം 4,000 വരും. ട്രാവൽ എക്സ്പെൻസ് 2,000 വരും. ടോട്ടൽ നോക്കുമ്പോൾ ഒരു 10,500 രൂപ അവിടെ തന്നെ പൊടിപ്പിക്കാനുള്ള അവസരം കമ്പനി ഉണ്ടാക്കി തരുന്നുണ്ട്. അപ്പൊ 13,500 നിന്ന് 10,500 പോയി കഴിഞ്ഞാൽ മിച്ചം വരുന്നത് 3,000 രൂപ. ഇത് 2018 കണക്കാ. ഇന്ന് പെട്രോളിന് വില കൂടി, ഗ്യാസിന് വില കൂടി, മറ്റെല്ലാത്തിനും വില കൂടി. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ഒരു അവസ്ഥയിൽ എൻ്റെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല, സീറോ ആയിരിക്കും. അപ്പൊ വീട്ടുകാർക്ക് എന്തെങ്കിലും അയച്ചു കൊടുക്കുക എന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യം. കാരണം ഈ 3,000 കൂടി ഞാൻ അയച്ചു കൊടുത്താൽ എനിക്ക് ജീവിക്കാനുള്ളതൊന്നും പിന്നെ ഉണ്ടാവില്ല. പക്ഷെ ഇന്നേ വരെ, അതായത് ഞാൻ RCMൽ വന്നിട്ട് ആദ്യത്തെ ക്ലാസ് എടുത്ത് എന്റെ വരുമാനം പറയുന്നത് വരെ രാജൻ സാർ എന്നോട് ഇതിന് എത്ര വരുമാനം കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് ചോദിച്ചിട്ടില്ല. കാരണം ജോലിക്ക് പോകാന്ന് പറയുന്നത് അദ്ദേഹത്തിന് വലിയ താല്പര്യമില്ലാത്ത ഒരു കാര്യമായിരുന്നു. പക്ഷെ എന്നിരുന്നാൽ പോലും ഒരു വ്യക്തിയുടെ അച്ചടക്കം, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാവണമെങ്കിൽ എന്തെങ്കിലും ഒരു ജോലി ചെയ്തേ പറ്റൂ എന്നുള്ളത് അദ്ദേഹത്തിനും അറിയുന്നത്. അതുകൊണ്ട് തടസ്സപ്പെടുത്താനൊന്നും പോയിട്ടില്ല. അങ്ങനെ ഈ 3,000 രൂപയ്ക്ക് വീട്ടിലേക്കൊന്നും അയച്ചു കൊടുക്കാൻ പറ്റില്ല എന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്താണ് 6 മാസം ഞാൻ അവിടെ തികച്ചപ്പോൾ ഒരു 10,000 രൂപ കമ്പനി എനിക്ക് പെർമനന്റ് ആയിട്ടുള്ള ഒരു ബോണസ് തന്നു. അതുകൊണ്ട് കുറച്ച് സ്വരുക്കൂട്ടി വെച്ച കാശുകൊണ്ടും കൂടിയിട്ട് അമ്മയ്ക്ക് ഞാനൊരു മൊബൈൽ എടുത്ത് കൊടുത്തു. അതാണ് ജോലി ചെയ്തിട്ട് ആകെ പാട് ഞാൻ വീട്ടിലേക്ക് കൊടുത്തിരിക്കുന്ന ഏക ഒരു കാര്യം, ഒരു മൊബൈൽ എടുത്ത് കൊടുത്തു എന്നുള്ളത് മാത്രമാണ്. അപ്പൊ അന്ന് മൊബൈൽ എടുത്തപ്പോൾ ഭയങ്കര സന്തോഷമൊക്കെ ആയിരുന്നു. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് എനിക്കൊന്നും കൊടുക്കാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ഒന്നും മാറ്റി വെക്കാൻ സാധിച്ചില്ല എന്നുള്ളത് വലിയൊരു കുറ്റബോധമായിട്ട് മാറി തുടങ്ങി. കാരണം പ്രഷർ കൂടി തുടങ്ങി, ജോലിയിൽ പ്രഷർ. നമുക്ക് 8 മണിക്കൂറുള്ള പണി പറഞ്ഞത് 16 മണിക്കൂർ, 18 മണിക്കൂർ, 24 മണിക്കൂർ വരെ കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കണം. പിന്നെ നൈറ്റ് ഷിഫ്റ്റുകൾ കൂടുതൽ എടുത്തു തുടങ്ങി, കാരണം കുറച്ച് എക്സ്ട്രാ വരുമാനം കിട്ടും. പക്ഷെ നൈറ്റ് ഷിഫ്റ്റ് എടുത്തു തുടങ്ങിയപ്പോൾ പതുക്കെ എന്തായി, എന്റെ ഹാബിറ്റുകൾ, അതായത് ഈറ്റിംഗ് ഹാബിറ്റ്സ് ഒക്കെ മോശമായി തുടങ്ങി. പിന്നെ കൂടുതലും പാക്ഡ് ഫുഡ്, ജങ്ക് ഫുഡുകൾ കഴിച്ചു. ഉറക്കം തീരില്ല, കാരണം രാത്രി 2 മണിക്ക് വന്നിട്ടാ കിടക്കുമ്പോഴും 9 മണിക്ക് കഴിച്ച ഒരാൾക്ക് രാത്രിയാകുമ്പോൾ വിഷ്കും. അപ്പോൾ പോണ വഴിക്ക്
തട്ടുകട എന്തെങ്കിലും ഉണ്ടോ, അപ്പൊ എന്തെങ്കിലും കഴിച്ചിട്ട് കിടക്കും. രാവിലെ പിന്നെ 11 മണിക്കാണ് എണീക്കുക. അപ്പൊ ഇതിനിടയിൽ ഉറക്കവും പ്രോപ്പർ അല്ല, പിന്നെ വർക്കിന്റെ പ്രഷർ വേറെ. പിന്നെ ഇത് കൂടാതെ ഇവിടെ നിന്ന് ഇനി അടുത്തൊരു കറിയിലേക്ക് ജമ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്തായിരിക്കും അവസ്ഥ, അല്ലെങ്കിൽ ഇവിടുന്ന് മെച്ചപ്പെട്ട രീതിയിലാണോ അതോ ഞാൻ ഇവിടെ തുടരണോ, ഇങ്ങനത്തെ കുറച്ച് ചിന്തകളായിട്ട് പിന്നെ അതൊരു ഡിപ്രഷനിലേക്ക് നീങ്ങി. കാരണം നമുക്ക് വേണ്ടി മാറ്റിവെക്കാൻ സമയമൊന്നുമില്ല. നമുക്ക് വേണ്ടി ഒരു എന്റർടൈൻമെന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും പോകാനായിട്ടുള്ള സമയമില്ല. കാരണം എപ്പോ വേണമെങ്കിലും ഓഫീസിൽ നിന്ന് കോള് വരും. വീക്കെൻഡ് ആണ് നമുക്ക് കിട്ടുന്ന ഏക ഒരു ദിവസം. ആ വീക്കെൻഡിൽ നമ്മൾ ചിലപ്പോൾ ഉറങ്ങി തീർക്കും അല്ലെങ്കിൽ വീട്ടിൽ പോകും, അത്രേ ഉള്ളൂ. അപ്പൊ തിരിച്ച് ഈ ഒരു വീക്ക് ഡേയ്സിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള ജീവിതമില്ല, കമ്പനിയുടെ സമയമാണ് നമ്മുടെ സമയം. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് ഒരുപാട് ഡിപ്രഷനും കാര്യങ്ങളും ചിന്താഗതിയൊക്കെ വന്നു. ഇതിന്റെ കൂടെ ഈ ഹാബിറ്റുകൾ തെറ്റായപ്പോൾ തന്നെ അസിഡിറ്റി, ഒബിസിറ്റി, ഹെയർ ഫോള്, കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം, അലർജി സംബന്ധമായ പ്രശ്നങ്ങൾ, ഇങ്ങനെ അനവധി അസുഖങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എന്തായി തേടിയെത്തി. ആ സമയത്താണ് ഞാൻ മനസ്സിലാക്കി അർസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ പ്രൊഡക്റ്റ് ആണ്. ഈ പ്രൊഡക്റ്റ് ആണ് ആർ സി എമ്മിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് എനിക്ക് മനസ്സിലായത് സത്യം പറഞ്ഞാൽ ഈ അസുഖങ്ങളും എനിക്ക് വന്നപ്പോൾ. കാരണം അലർജി പ്രശ്നങ്ങളും ഇടയ്ക്കിടയ്ക്കുള്ള പനിയും ജലദോഷമൊക്കെ വന്നപ്പോൾ രാജൻ സാർ എനിക്ക് റെക്കമെൻഡ് ചെയ്ത ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു പ്രാശവലി എന്ന് പറയുന്നത്. ഒരു ദിവസം ഏകദേശം 104 ഡിഗ്രി വരെ പനിച്ചു. ആ പനിച്ച സമയത്ത് എന്റെ കൂട്ടുകാരൻ എന്നോട് പറഞ്ഞു, അതായത് ഹോസ്റ്റലിലെ പിള്ളേർ പറഞ്ഞു ഞാൻ ഇപ്പോൾ കൊണ്ടുപോകാം ഹോസ്പിറ്റലിൽ. ഞാൻ പറഞ്ഞു എനിക്ക് ഹോസ്പിറ്റലിൽ പോകണ്ട, കാരണം ഞാൻ അലോപ്പതി മരുന്ന് കഴിക്കില്ല, പിന്നെ നിങ്ങൾ എന്നെ അവിടെ കൊണ്ടുപോയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവർ പറഞ്ഞു ഞങ്ങൾക്ക് എന്താ ചെയ്തു തരാൻ പറ്റും, ഞങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട, നിങ്ങൾ എന്റെ കൂടെ കിടക്കണ്ട, നിങ്ങൾ വേറെ മുറിയിൽ അഡ്ജസ്റ്റ് ചെയ്തോ, ഞാൻ ഇവിടെ ഉറങ്ങിക്കോളാം എന്ന് പറഞ്ഞു. എന്നെ റെസ്റ്റ് ചെയ്യാൻ അനുവദിച്ചാൽ മതി. ഞാൻ രാജൻ സാറിനെ വിളിച്ചു, സാറിനോട് ചോദിച്ചു സാറേ എന്താ ചെയ്യേണ്ടത് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു പ്രാശവല എവിടെ ഇരിക്കേണ്ടത് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇരിക്കുന്നുണ്ട്. അപ്പോൾ പ്രാശവലയുടെ ഇരിപ്പ് വളരെ ദയനീയ, കാരണം കൊണ്ടുവന്നു തൊട്ട് തുറന്നിട്ടില്ല, ഇതവിടെ പൊടി പിടിച്ചിരിക്കുക. അപ്പോ ഒരു കാര്യം ചെയ്യും, അത് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഒരു സ്പൂൺ വെച്ച് കഴിക്കാൻ പറഞ്ഞു. വേറെ ഒന്നും കഴിച്ചില്ല അന്ന്, പ്രാശവല മാത്രമേ ഞാൻ കഴിച്ചുള്ളൂ. ഈ പ്രാശവല കഴിച്ച് രാവിലെ കഴിച്ചു, ഉച്ചയ്ക്ക് കഴിച്ചു, വൈകിട്ട് കഴിച്ചു. അടുത്ത ദിവസം രാവിലെ എണീറ്റപ്പോൾ പനിയുടെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ഇല്ല. അതായത് പനി വന്ന ശേഷം നമുക്കൊരു ക്ഷീണം ഉണ്ടാവും, അങ്ങനെ ഒരു ക്ഷീണം പോലില്ല എന്ന് മാത്രമല്ല വളരെ എനർജറ്റിക് ആയിട്ട് എനിക്ക് അടുത്ത ദിവസം വർക്കിന് പോകാൻ സാധിച്ചു എന്നുള്ളത്. അപ്പൊ എനിക്ക് മനസ്സിലായി ഈ പ്രൊഡക്റ്റുകളിൽ നമ്മൾ സാധാരണ മാർക്കറ്റിൽ കിട്ടാത്തതായിട്ട് എന്തോ ഒരു കാര്യം അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെ ഈ ജലദോഷം തുമ്മലും കാലാവസ്ഥ വ്യതിയാനം വരുമ്പോൾ എനിക്ക് സ്ഥിരമായിട്ട് വരാറുണ്ട്. അത് സ്കൂൾ കാലഘട്ടം തൊട്ട് തന്നെ ഉണ്ട്. പക്ഷെ ഞാൻ ഈ ഓഫീസിൽ എത്തിയപ്പോൾ അത് കുറച്ച് കൂടി, കാരണം ഞാൻ ഫുൾ ടൈം എ സിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇതിങ്ങനെ നിരന്തരമായിട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പിന്നെ അതിനെ എതിർക്കാനൊന്നും പോകാറില്ല, കാരണം ഇത് ജീവിതത്തിന്റെ ഒരു ഭാഗമായി. അപ്പൊ എല്ലാ ശനി ഞായറും വന്ന് ഇങ്ങനെ തുമ്മ മുക്കുന്ന് വരിക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ന്യൂട്രിചാർജ് കിഡ്സ് എന്നോട് കഴിക്കാൻ രാജൻ സാറ് നിർബന്ധം പിടിക്കുന്നത്. അങ്ങനെ ന്യൂട്രിചാർജ് കിഡ്സ് കഴിച്ചു തുടങ്ങി. ഏകദേശം ഒരു 2.25 ആഴ്ചയൊക്കെ കഴിഞ്ഞപ്പോൾ പൂർണ്ണമായിട്ട് അത് നിന്നു. അന്ന് തൊട്ട് ഈ ദിവസം വരെ അസാധാരണമായ സാഹചര്യങ്ങളല്ലാതെ ഇന്നേ വരെ എനിക്ക് അങ്ങനത്തെ ഒരു അലർജി പ്രശ്നങ്ങളും വന്നിട്ടില്ല. അപ്പൊ ഇതിലും എനിക്ക് വിശ്വാസമായി. പിന്നെ ഒരു ദിവസം രാത്രി ഭയങ്കരമായിട്ട് പല്ല് വേദനിച്ചു. പല്ല് വേദനിച്ച സമയത്ത് എന്ത് ചെയ്യുന്ന ആലോചിച്ചിരിക്കുക, കാരണം ഡെന്റിസ്റ്റ് ഒന്നും തുറക്കില്ല. ആ സമയത്ത് രാജൻ സാറിനെ വിളിച്ചപ്പോൾ രാജൻ സാർ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, അവിടെ പഞ്ഞി ഉണ്ട് ചോദിച്ചു. പഞ്ഞിയൊന്നുമില്ല. ഒരു കാര്യം ചെയ്യും, എന്തെങ്കിലും ഒരു തുണി ഉണ്ടെങ്കിൽ അത് കീറിയിട്ട് അതിൽ കുറച്ച് ഓൾറൗണ്ടർ പേസ്റ്റ് വെച്ച് അവിടെ ഞെക്കി പിടിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞെക്കി പിടിച്ചൊരു 5 മിനിറ്റ് കൊണ്ട് ആ വേദന മാറി. ഇപ്പോൾ അടുത്ത ദിവസം എനിക്ക് ഡെന്റൽ ഡോക്ടറിന്റെ അപ്പോയിന്റ്മെന്റ് പോലും എടുക്കേണ്ടി വന്നില്ല, കാരണം അടുത്ത ദിവസം ആ വേദന വന്നില്ല. ഞാൻ വേദന വന്നാൽ പോവാന്നുള്ള രീതിയിൽ, കാരണം നമുക്ക് ലീവില്ല. അപ്പൊ വേദന വന്നാൽ പോവാന്നുള്ള രീതിയിൽ നിൽക്കുന്ന സമയത്ത് ആ വേദന പിന്നെ വന്നില്ല. പിന്നെ നാട്ടിൽ വന്നിട്ടാണ് ഞാനത് ഡോക്ടറെ ഒന്ന് കാണിച്ചത്. അപ്പൊ ഈ 3 പ്രൊഡക്റ്റുകളാണ് ഇനിഷ്യലി ആർ സി എമ്മിനെ എന്റെ ഉള്ളിലേക്ക് പതിപ്പിച്ചത്. അതിന് മുന്നേ ആർ സി എമ്മിന്റെ ഉൽപ്പന്നങ്ങൾ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പൊ ആർ സി എമ്മിന്റെ ബിസ്ക്കറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്, ആർ സി എമ്മിന്റെ ചിപ്സ് ഉപയോഗിച്ചിട്ടുണ്ട്, ആർ സി എമ്മിന്റെ തവിടെണ്ണ ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു റെഗുലർ ബേസിസിൽ ആർ സി എമ്മിനെ ഉള്ളിലേക്ക് എടുക്കാൻ പറ്റി. ഇതൊരു മാറ്റമാണ്. ഉൽപ്പന്നങ്ങൾ ഇതിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റിയാണ് തിരിച്ചറിയിപ്പിച്ച 3 ഉൽപ്പന്നങ്ങളാണ് ഈ പറഞ്ഞ 3 ഉൽപ്പന്നങ്ങൾ. അപ്പൊ അന്ന് തൊട്ട് ഞാൻ ഒരു തീരുമാനം എടുത്തു, വേറെ എന്ത് കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും ഈ 3 ഞാൻ 100% യൂസ് ചെയ്യുന്ന ഒരു തീരുമാനം എടുത്തു. അപ്പൊ ആർ സി എം പ്രൊഡക്റ്റുകളാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. പിന്നീട് ജോലി ഉപേക്ഷിച്ച് ഞാൻ നാട്ടിലേക്ക് വന്നു. നാട്ടിലേക്ക് വന്നത് ശരിക്കും പറഞ്ഞാൽ വേറൊരു ജോലി അന്വേഷിക്കാൻ വേണ്ടിയിട്ട്, അല്ലാതെ ആർ സി എമ്മിനെ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടൊന്നും ആയിരുന്നില്ല. കാരണം അവിടുത്തെ എനിക്ക് മതിയായി തുടങ്ങി. കാരണം നമുക്ക് ഇതൊരു ഗ്രോത്ത് വരുന്നില്ല. 2 കൊല്ലം അവിടെ തള്ളി നീക്കി, പക്ഷെ എന്നിട്ടും വളർച്ചയ്ക്ക് ഒരു സാധ്യത വരാത്തപ്പോൾ ഇത് ക്വിറ്റ് ചെയ്ത് വേറെ ജോലി നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്റെ നാട്ടിലേക്ക് വന്നു. നാട്ടിൽ വന്ന സമയത്ത് രാജൻ സാർ എന്നോട് പറഞ്ഞു, എന്തായാലും നീ കുറെ പണിയെടുത്ത് വന്നതൊക്കെ അല്ലേ, 2 കൊല്ലമായിട്ട് നീ വർക്കിലായിരുന്നു, അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് എങ്ങടെയെങ്കിലൊക്കെ ഒന്ന് പോവാമെന്ന് പറഞ്ഞു. അപ്പൊ നീ ഒരു കാര്യം ചെയ്യും, നമ്മുടെ ബിസിനസ്സിൽ നോബൽ സാറിന്റെ ടീമിൽ ശരത് എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്, അദ്ദേഹത്തെ ഒന്ന് കോൺടാക്ട് ചെയ്യും. എന്തായാലും നിനക്ക് പാസ്പോർട്ട് എടുക്കാൻ പോകണം. അപ്പൊ ആ പോകുന്ന സമയത്ത് എറണാകുളത്ത് അദ്ദേഹത്തെ ഒന്ന് കോൺടാക്ട് ചെയ്തിട്ട് ചോദിക്ക് ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പാക്കേജ് എങ്ങനെയാ വേണ്ടതെന്ന്. അപ്പൊ ഞാൻ ശരത്തിനെ വിളിച്ചു, ഞാൻ പറഞ്ഞു മൂന്നാറ്, ഊട്ടി, കൊടൈക്കനാല്, ഇതൊക്കെയാണല്ലോ സാധാരണ മിഡിൽ ക്ലാസ് കുടുംബം പോവുക. അപ്പൊ ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു ഇതിന്റെ ഏതെങ്കിലും ഒരു പാക്കേജ് എനിക്ക് തരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പാക്കേജ് രാജൻ സാറിനെ കാണിച്ചപ്പോൾ രാജൻ സാർ പറഞ്ഞു ഇതെന്താ ചോദിച്ചപ്പോൾ ഞാൻ മൂന്നാറ്, ഊട്ടി, കൊടൈക്കനാൽ ഇങ്ങനെയാണല്ലോ മിഡിൽ ക്ലാസ് കുടുംബം പോവുക പ്രീത മാഡം. അപ്പൊ രാജൻ സാർ പറഞ്ഞു ഇതെല്ലാം ഞാൻ പറഞ്ഞത് വിദേശ ടൂർ എങ്ങടെയെങ്കിലും പോവാം, അബ്രോഡ് എങ്ങടെയെങ്കിലും പോവാം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു അബ്രോഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് കാശാവും, അത്യാവശ്യം നല്ല ലക്ഷങ്ങൾ വരും എന്ന് പറഞ്ഞു. നോ പ്രോബ്ലം, യു ടോക്ക് ടു ശരത് ആൻഡ് കൺഫേം. അങ്ങനെ ശരത് സാറിനെ വിളിച്ചു, അദ്ദേഹമായിട്ട് സംസാരിച്ചു. അദ്ദേഹം ഏകദേശം
3 ലക്ഷത്തിനടുത്ത് വരുന്ന ആം, ഒരാഴ്ചയിലത്തെ സിംഗപ്പൂർ മലേഷ്യ ടൂറ് ആള് റെഡിയാക്കി തന്നു. ഇത് റെഡിയാക്കുമ്പോൾ എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല പോകാൻ പറ്റുന്നത്. കാരണം അത് വരെ, അതായത് എന്റെ 24-ാമത്തെ വയസ്സ് വരെ ഞാൻ വിമാനത്തിൽ കയറിയിട്ടില്ല. വിമാനത്തിൽ കയറിയിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, ഒരു വിദേശ രാജ്യം ഞാൻ കണ്ടിട്ടില്ല. വിദേശ രാജ്യം പോയിട്ട് അയൽപക്ക സംസ്ഥാനം പോലും ഞാൻ പോയിട്ടില്ല. അപ്പൊ ആ വ്യക്തിയോട് ഒരു സുപ്രഭാതത്തിൽ വന്ന് പറയാണ് നമുക്ക് എങ്ങനെയെങ്കിലും യാത്ര പോകാം, അത് വിദേശത്തിലേക്ക് പോകാന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ ഇത്തിരി പാടാ. അപ്പൊ ഇതിന്റെ പാക്കേജ് കോസ്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു. ശരത് സാർ വീട്ടിൽ വന്നു, ഇതൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നപ്പോൾ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ഇപ്പൊ വേണ്ടാന്ന് പറയുമായിരിക്കുന്നു. പക്ഷെ അദ്ദേഹം പറഞ്ഞു ഓക്കെ പ്രൊസീഡ് എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് അന്നാണ് ഒരു കാര്യം മനസ്സിലായത്, ഈ അർച്ചൻ ബിസിനസ്സിന് കാശ് കിട്ടുന്നുണ്ട് എന്നുള്ളത്. കാരണം എന്താ വെച്ചാൽ അതുവരെ കിട്ടും എന്ന് എനിക്കറിയാം. കാരണം NIFയിൽ ജോലി അദ്ദേഹം രാജിവെച്ചു. അപ്പൊ എന്റെ വിചാരം ഓക്കെ, മാസത്തിൽ ഒരു കുറച്ച് എമൗണ്ട് കിട്ടുന്നുണ്ടായിരിക്കും, ഓക്കെ അത് വെച്ച് കുടുംബം ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ അപ്പോഴും എന്റെ ജോലി കുടുംബത്തിന് ആവശ്യമാണെന്നുള്ള ഒരു മനോഭാവത്തിലാണ് ഞാൻ പണിയെടുക്കുന്നത്. പക്ഷെ 2 കൊല്ലത്തിനിടയിൽ ഒരു വട്ടം പോലും RCMന് എത്ര വരുമാനം കിട്ടുന്നതിനോട് ചോദിക്കാത്ത വന്നപ്പോൾ ചെറിയൊരു സംശയമൊക്കെ തോന്നി. പക്ഷെ പിന്നീട് ഈ ഒരു യാത്ര പോവാന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇത് അത്യാവശ്യം മോശമില്ലാത്ത രീതിയിൽ ഒരു വരുമാനം കിട്ടുന്നുണ്ട് എന്നുള്ളത്. അങ്ങനെ ഞാൻ ജോലി റിസൈൻ ചെയ്ത് വന്ന ഏകദേശം 3-4 ആഴ്ച കഴിഞ്ഞിട്ട് ഞങ്ങള് സിംഗപ്പൂരും മലേഷ്യയും RCMന് തന്ന കാശ് കൊണ്ട്, RCMലൂടെ കിട്ടിയ അവസരം കൊണ്ട് ഞങ്ങള് പോയി. ആ ഒരാഴ്ചയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ 8-ാമത്തെ വയസ്സിലാണ് ഞാൻ മാറിക്കടന്നു തുടങ്ങിയത്. അപ്പൊ തൊട്ട് 24-ാമത്തെ വയസ്സ് വരെ പിന്നെ ഞാനും അച്ഛനും അമ്മയും ഒരു മുറിയിൽ ഇതുവരെ നിന്നിട്ടില്ല. എന്തിനധികം തീന്മേശയിൽ പോലും നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോൾ പലരും പല സമയത്താണ് ഇരിക്കുക. പിന്നെ ഇരിക്കാത്തതിന്റെ ഒരു കാരണം എന്താ വെച്ചാൽ ഇരുന്ന് ചിലപ്പോൾ RCM പറയും. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പരമാവധി ചിലപ്പോൾ ഒന്നില്ലെങ്കിൽ കഴിച്ചിട്ട് വരില്ല, അല്ലെങ്കിൽ മേലെ പോയിട്ട് ഇരുന്ന് കഴിക്കും. അപ്പൊ ഈ ഒരു ആഴ്ച ആണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഒരുമിച്ച് ഒരു റൂമിൽ ഇരുന്നത്. അന്നാണ് സത്യം പറഞ്ഞാൽ നമുക്ക് മനസ്സിലായത് അച്ഛൻ ആരാണ്, അമ്മ ആരാണ്, അച്ഛൻ എന്താ ഇഷ്ടം, അമ്മയ്ക്ക് എന്താ ഇഷ്ടം, ഇവരുടെ താല്പര്യങ്ങൾ എന്താണ്, ഇവരുടെ ജീവിത ലക്ഷ്യങ്ങൾ എന്താണ്, ഇവർക്ക് എന്തൊക്കെ കാര്യങ്ങളോടാണ് അഭിരുചികൾ എന്നൊക്കെ സത്യം പറഞ്ഞ ഈ ഒരു ആഴ്ചയിലാണ് മനസ്സിലായത്. അപ്പം ഈ ഒരു ആഴ്ചയാണ് സത്യം പറഞ്ഞ കുടുംബമായിട്ട് തിരിച്ച കണക്ഷനിലേക്ക് കൊണ്ടുവന്നത്. അല്ലാത്ത പക്ഷം ആ 2 കൊല്ലം എന്ന് പറയുന്നത് ഞാൻ വേറെ ഏതോ ലോകത്ത്, ഇവർ വേറെ ഏതോ ലോകത്ത്. അതിന്റെ ഏറ്റവും വലിയ ഒരു ഡ്രോബാക്ക് അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും വലിയൊരു മൈനസ് പോയിന്റ് എനിക്ക് മനസ്സിലായത്, എന്റെ ഒരു സുഹൃത്ത് എറണാകുളത്ത് ഫെഡറൽ ബാങ്കിൽ ഒരു പരീക്ഷ എഴുതാൻ വേണ്ടി വന്നു. അപ്പോൾ എന്റെ വർക്ക് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ഞാനൊന്ന് മെറൈൻ ഡ്രൈവ് കൊണ്ട് കാണിക്കാന്ന് പറഞ്ഞു. അദ്ദേഹത്തെ കൂട്ടി ഞാൻ മെറൈൻ ഡ്രൈവിൽ പോകുമ്പോൾ പെട്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു നിന്റെ അച്ഛനമ്മയിൽ അവിടെ നിൽക്കുന്നത് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ അച്ഛനമ്മയും വേറെ ഒരു സാധ്യതയില്ല, എന്റെ അച്ഛനമ്മയും വീട്ടിലല്ല. പറഞ്ഞു അല്ല, നിന്റെ അച്ഛനമ്മ അവിടെ നിൽക്കുന്നത്. ഞാൻ ചെന്ന് നോക്കിയപ്പോ എന്റെ അച്ഛനമ്മയാ. അപ്പോ തൃശ്ശൂരും എറണാകുളത്തും കിടക്കുന്ന രക്ഷിതാക്കളും മകനും അറിയില്ല ഇത് എവിടെയാന്നുള്ളത്. എനിക്കറിയില്ല എന്റെ അച്ഛനമ്മ എവിടെയാന്നുള്ളത്. കാരണം കോണ്ടാക്ട് ചെയ്യാൻ ഒരു സമയമില്ല, വിശേഷങ്ങൾ ചോദിക്കാൻ ഒരു സമയം ഇല്ല, കംപ്ലീറ്റ്ലി ഡിറ്റാച്ച്ഡ് ആണ്. വീട്ടിൽ പോകുമ്പോഴുള്ള സംസാരം മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒരു കോണ്ടാക്ട് ഇല്ല. അപ്പൊ അന്ന് എനിക്ക് ഇതിന്റെ ഒരു സീരിയസ് ആയിട്ടുള്ള സിറ്റുവേഷൻ മനസ്സിലായി. കാരണം എന്റെ അച്ഛനമ്മ എവിടെയാന്ന് പോലും എനിക്ക് അറിയില്ല. എന്റെ സുഹൃത്താണ് ചൂണ്ടിക്കാണിക്കുന്നത് നിന്റെ അച്ഛനമ്മ. അപ്പൊ ഞാൻ പറയണ അല്ല, അവരിവിടെ ആവാൻ സാധ്യതയില്ല. പക്ഷെ അവരന്ന് കമ്പനിയുടെ ഒരു പ്രോഗ്രാമിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അവിടെ വലിയൊരു കപ്പലിൽ കയറാൻ വേണ്ടി വന്നിക്കുക. അപ്പൊ അവിടെ നിന്ന് ഈ സിംഗപ്പൂർ മലേഷ്യ ട്രിപ്പ് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഫാമിലി എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്, എത്രത്തോളം നമ്മുടെ ഈ ഒരു ജേർണിയിൽ ആവശ്യമാണെന്ന് മനസ്സിലാക്കി തന്നത് ഈ ഒരു പ്രസ്ഥാനം. അപ്പൊ ആ ഒരു ആഴ്ചയിൽ എന്റെ ഫാമിലിയുമായിട്ടുള്ള കണക്ഷൻ എന്ത് ചെയ്യാൻ പറ്റി, എനിക്ക് തിരിച്ചെടുക്കാൻ സാധിച്ചു. അപ്പൊ RCM മണിയാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി, RCM ഫാമിലി ആയി എന്നുള്ളതും അന്ന് ആണ് എനിക്ക് മനസ്സിലായത്. കാരണം കുടുംബങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ അല്ലെങ്കിൽ അതിൻ്റെതായ കണക്ഷനിലേക്ക് കൊണ്ടുവരാൻ ഇത് സഹായിക്കും. കാരണം അതിനു മുന്നേ വരെ ഞാൻ സംസാരിക്കുന്നതോ അല്ലെങ്കിൽ ഇവർ സംസാരിക്കുന്നതോ എനിക്ക് മനസ്സിലാവില്ല. കാരണം ഞങ്ങൾ രണ്ടും 2 ധ്രുവങ്ങളിലായിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. പക്ഷെ പിന്നീട് ഞാൻ ഈ പ്രസ്ഥാനമായിട്ട് അസോസിയേറ്റ് ചെയ്തപ്പോൾ തീൻമേശയിൽ പിന്നെ ഞാൻ സംസാരിക്കുന്ന RCM, രാജൻ സാർ സംസാരിക്കുന്ന RCM, പ്രിയ മാഡം സംസാരിക്കുന്ന RCM, അച്ഛമ്മ സംസാരിക്കുന്ന RCM. പിന്നെ അവിടെ എന്താ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന് ചാൻസ് ഉള്ളത്? എപ്പോഴാണ് മിസ്അണ്ടർസ്റ്റാൻഡിങ് വരിക? ഞാൻ പറയുന്നത് അവർക്കോ അവർ പറയുന്നത് എനിക്കോ മനസ്സിലാവാത്ത ജനറേഷണൽ ഏജ് ഗ്യാപ്പ് വരുമ്പോഴാണ് പ്രശ്നങ്ങൾ വരുന്നത്. പക്ഷെ ഇവിടെ എല്ലാവരും ഒരു ഫാമിലിയിലാണ് വർക്ക് ചെയ്യുന്നത്, കുടുംബസമേതമായിട്ട് RCM പ്രസ്ഥാനത്തെ ഏറ്റെടുക്കുന്നു. പിന്നെ അവിടെ എങ്ങനെ മിസ്അണ്ടർസ്റ്റാൻഡിങ് വരുന്നത്? അപ്പൊ അങ്ങനെ ഈ ബിസിനസിന്റെ ഒരു പൊട്ടൻഷ്യൽ എനിക്ക് മനസ്സിലായി തന്നത് ഈ വിദേശ ട്രിപ്പ് കഴിഞ്ഞപ്പോഴാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്നോട് പറഞ്ഞത് ഇനി നീ നാട്ടിലേക്ക് വന്നു, ഈ ബിസിനസിനെ സീരിയസ് ആയിട്ട് ഏറ്റെടുക്കാൻ തീരുമാനിച്ചു, ഒരു കാര്യം ചെയ്യും, ഒരു എന്താ പറയാ കുറച്ച് ദിവസം എന്റെ കൂടെ മീറ്റിങ്ങുകളൊക്കെ ഒന്ന് അറ്റൻഡ് ചെയ്ത് ഇതിന്റെ സാധ്യത മനസ്സിലാവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ നീ പൊക്കോ എന്ന് പറഞ്ഞു. ഒരു മാസം നീ ഒന്ന് ഇവിടെ നോക്കി നോക്ക്, പറ്റില്ലെങ്കിൽ നീ വിട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് മീറ്റിങ്ങുകളൊക്കെ അറ്റൻഡ് ചെയ്തു. അപ്പൊ ഈ മീറ്റിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെങ്കിൽ ഇങ്ങനത്തെ പ്രോഗ്രാമിൽ നമ്മൾ അറ്റൻഡ് ചെയ്തേ പറ്റും. കാരണം ഒരു മീറ്റിംഗിൽ ഒരുപാട് പേരുകളൊക്കെ വരുന്നുണ്ട്, അവർക്ക് അച്ചീവ്മെന്റുകളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായത് ഈ മീറ്റിംഗിലാണ്. പക്ഷെ ഇതിനേക്കാളും ഒക്കെ മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്പെക്ട് കിട്ടുന്ന എനിക്ക് മനസ്സിലായത് മീറ്റിംഗിലാണ്. കാരണം എന്റെ അച്ഛനൊക്കെ സ്റ്റേജിലേക്ക് വിളിക്കുമ്പോൾ, ഒരു പ്രോഗ്രാമിലേക്കൊക്കെ വിളിക്കുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. കാരണം ആൾക്കാർ സ്വമേധയായിട്ട് എണീക്കും, കൈയടിക്കും, അദ്ദേഹത്തിന് പൂമാല കൊടുക്കും, പൂച്ചെണ്ട് കൊടുക്കും. അപ്പോൾ ഒരാളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയാലാണല്ലോ സ്വാഭാവികമായിട്ട് റെസ്പെക്ട് അദ്ദേഹത്തിനോട് വരിക. അപ്പൊ ഇത്ര അധികം ആൾക്കാർ റെസ്പെക്ട് ചെയ്യുന്ന ഒരു വ്യക്തിത്വമായിട്ട് എന്റെ അച്ഛൻ മാറി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പൊ അതിന്റെ കൂടെ തന്നെ
എന്നോട് സ്വമേധയായിട്ട് പ്രോഗ്രാമുകളൊക്കെ പോയി പങ്കെടുക്കാൻ പറഞ്ഞു. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ ഗിരീഷ് സാറിന്റെ തുമ്പൂരുള്ള ത്രിദിന ക്ലാസ്സിൽ ഞാൻ പോയി. വലിയ താല്പര്യം ഉണ്ടായിട്ട് പോയതൊന്നുമല്ല, പക്ഷെ അന്ന് RCMൽ എന്റെ ഒരു സുഹൃത്തായിട്ട് ശ്രീജി സാർ എന്നെ നിർബന്ധിച്ച് കൊണ്ടുപോയി. അവിടെ ചെന്നു. ആദ്യത്തെ ദിവസം കയറി ചെന്നപ്പോൾ തന്നെ ഞാൻ ബാക്കിൽ പോയിരുന്നു. അപ്പോൾ ഗിരീഷ് സാർ എന്നെ എണീപ്പിച്ചു. എന്നിട്ട് എണീപ്പിച്ചിട്ട് അവിടെ ആൾക്കാരോട് പറഞ്ഞു, എന്റെ ഗുരുനാഥനായിട്ടുള്ള ഡോക്ടർ രാജൻ സാറിന്റെ മകനാണ്, വിപ്രോ കമ്പനിയിലാണ്, അദ്ദേഹം ഒന്ന് നമ്മുടെ ക്ലാസ് കേൾക്കാൻ വരുന്നുണ്ട്, നമ്മുടെ ഭാഗ്യമാണെന്ന് പറഞ്ഞ് എല്ലാവരും അവിടെ കൈയടിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് വട്ടായതാണോ അത് എല്ലാവർക്കും വട്ടായതാണോ? കാരണം നമുക്ക് ഇന്നേ വരെ അങ്ങനെ ഒരു അംഗീകാരം ഒന്നും കിട്ടിയിട്ടില്ല. നമുക്ക് അങ്ങനെ ഒരു പരിചരണമോ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. നമ്മളൊരു വർക്ക് സ്പേസിൽ പോകുന്നു, പണിയെടുക്കുന്നു, കിടക്കാൻ വരുന്നു, രാവിലെ പോകുന്നു, പണിയെടുക്കുന്നു, കിടക്കാൻ വരുന്നു, ഇത്രേ ഉള്ളൂ. അപ്പോ ഒരു പരിചയമില്ലാത്ത കുറച്ച് പേര് എനിക്ക് വേണ്ടി കൈയടിച്ചപ്പോ എന്റെ ഉള്ളിൽ സത്യം പറഞ്ഞ ഒരു കുളിര് പോയി. അപ്പൊ ആ ഒറ്റൊരു കൈയടിയിൽ ഞാൻ പിന്നെ അടുത്ത 2 ദിവസം മുടങ്ങാതെ പോയി. 2 ദിവസം മുടങ്ങാതെ പോയി. അതില് മൂന്നാമത്തെ ദിവസം റോയൽറ്റീനെ പറ്റി പറഞ്ഞപ്പോഴാണ് എനിക്ക് ഇതിന്റെ ശരിക്കും ഒരു വിഷൻ എനിക്ക് മനസ്സിലായി തുടങ്ങിയത്. അങ്ങനെ ആ വിഷൻ മനസ്സിലാക്കിയപ്പോൾ ഞാനൊരു തീരുമാനം എടുത്തു, എന്തുകൊണ്ടും പ്രവർത്തിച്ചു തുടങ്ങാം. അങ്ങനെ പ്രവർത്തിച്ചു തുടങ്ങാൻ വേണ്ടി ഞാനൊരു തീരുമാനം എടുത്തു, സെയിൽസിലേക്ക് ഇനി ഇറങ്ങാം. അങ്ങനെ രാജൻ സാർ പറഞ്ഞു, ഉടനടി മീറ്റിങ്ങും കാര്യങ്ങളൊന്നും എടുക്കരുത്, നമുക്കിത് ഫീൽഡ് വർക്കിലൂടെയാണ് നമുക്കിത് എന്താ പറയാ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. അപ്പൊ നിന്റെ കുറച്ച് സുഹൃത്തുക്കളോട് പോയി പറയാം. ആദ്യം തുടക്കത്തിൽ നീ ഒറ്റയ്ക്ക് പറയണമെന്നില്ല, ശ്രീജിത്ത് വരും. അങ്ങനെ ശ്രീജിത്ത് സാറിനെ കൂട്ടി ഞാൻ കുറച്ച് പേരോടൊക്കെ പോയി പറഞ്ഞു. എല്ലാവരും ഒന്നും വരാൻ റെഡിയില്ല, കുറച്ച് പേരൊക്കെ ജോയിൻ ചെയ്തു, കുറച്ച് പേരൊക്കെ വേണ്ടാന്ന് പറഞ്ഞു. അതിന്റെ കൂടെ തന്നെ സെയിലിന് പോകാൻ പറഞ്ഞു എന്നോട്. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് RCMൽ വന്ന് സെയിൽ ചെയ്യുന്ന ഉൽപ്പന്നമാണ് ഗാർഡൻ ഗോൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഉൽപ്പന്നം. അതായത് ഫീൽഡിൽ ഇറങ്ങിയിട്ട് ജോയിനിങ്ങിനൊക്കെ പിന്നെ നമ്മൾ കിറ്റായിട്ടാണ് പോകുന്നത്. അങ്ങനെ ഗാർഡൻ ഗോൾഡ് സെയിൽ ചെയ്യാൻ ഇറങ്ങി. ആദ്യത്തെ ഒരു 3-4-5 വീടുകളിൽ പോയി. വലിയ മെച്ചൊന്നുമില്ല. നമ്മളിത് ചെല്ലുമ്പോൾ തന്നെ അവർക്ക് എന്തോ അയിത്തം കണ്ട പോലെയാണ്. അപ്പൊ അങ്ങനെ പോയപ്പോൾ ഞാൻ പിന്നെ ശ്രീജിത്ത് സാർ ഉണ്ടായിരുന്നു, അന്ന് വേറെ ഒരു ഉദയൻ സാർ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇവരോട് പറഞ്ഞൊരു കാര്യം ചെയ്യാം, ചില ചില നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇടയ്ക്കൊക്കെ നുണ പറയാം. മഹാഭാരതത്തിൽ കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ, എന്താ പറയാ, മാർഗം അല്ല ലക്ഷ്യമാണ് പ്രധാനം എന്നുള്ളത്. അപ്പൊ നമുക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇവരോട് പറഞ്ഞ ഒരു കാര്യം ചെയ്യാം, മണ്ണുത്തി അഗ്രികൾച്ചർ ശാലയിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത്, അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രത്യേക തരം വളമാണ് ഗാർഡൻ ഗോൾഡ് എന്ന് പറയുന്നത്, ഇത് നിങ്ങളുടെ ചെടികൾക്കൊക്കെ നല്ല സംരക്ഷണം തരും എന്നൊക്കെ പറയാൻ പറഞ്ഞു. അങ്ങനെ അടുത്ത വീട്ടിൽ ചെന്നപ്പോ ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോ ഗംഭീര സ്വീകരണം. പിന്നെ അവരെല്ലാം പറയുന്നത് കേൾക്കാൻ റെഡിയായി. പിന്നെ ഗാർഡൻ ഗോൾഡ് വിൽക്കും ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. ഒരു 3-4-5 വീടുകളിലൊക്കെ ചൂടപ്പം പോലെ ഇത് ഇങ്ങനെ വിറ്റ് വിറ്റ് പോയി. ഒരു വീട്ടിൽ ചെന്നപ്പോ അവിടുത്തെ ചേച്ചി പറഞ്ഞു, ഈ ഒരു കാര്യം പറഞ്ഞപ്പോ തന്നെ ആ ചേച്ചി പറഞ്ഞു, നിങ്ങൾ ഉള്ളിലേക്ക് കയറിയിരിക്കുക, അദ്ദേഹം കുളിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ പുറത്തു നിന്നോളാം. വേണ്ട, കുഴപ്പമില്ല, നിങ്ങൾ ഉള്ളിൽ കയറിയിരിക്കും, അദ്ദേഹം കുളിച്ചിട്ട് ഇപ്പൊ വരും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു വല്ല നല്ല രീതിയിൽ കൃഷിയും കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, കാരണം അദ്ദേഹത്തിന്റെ വീടിന്റെ ചുറ്റുവട്ടത്തൊക്കെ നല്ലോണം പൂന്തോട്ടം, അപ്പൊ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പൊ ഞങ്ങൾ അവിടെ ഇരുന്നപ്പോൾ ആ ചേച്ചി വന്ന് ചോദിച്ചു, കുടിക്കാൻ എന്ത് വേണമെന്ന്. അപ്പൊ ആദ്യമായിട്ട് ഒരു സെയിൽസ്മാനൊക്കെ വീട്ടിലിരുത്തിട്ട് കുടിക്കാൻ എന്ത് വേണമെന്ന്, ഞാൻ ഒന്നും വേണ്ട, വെള്ളം തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം കുളി കഴിഞ്ഞിട്ട് നല്ല ടിപ് ടോപ്പ് ഷർട്ടും പാന്റും ഒക്കെ ഇട്ടിട്ട് ഇദ്ദേഹം വന്നു, ഞങ്ങളുടെ മുന്നിൽ ഇരുന്ന് അദ്ദേഹത്തിനോട് ഞങ്ങൾ പറഞ്ഞു, മണ്ണുത്തി അഗ്രികൾച്ചർ ശാലയിൽ നിന്നാണ് വരുന്നത്, ഇത് ഇങ്ങനെ ഒരു ഉൽപ്പന്നമാണ്, ഇസ്രായേൽ സാങ്കേതിക ടെക്നോളജി എന്നൊക്കെ പറഞ്ഞു. അദ്ദേഹം ഒരു അക്ഷരം മിണ്ടിയില്ല, ഫുള്ള് കേട്ടു. ഈ പ്രൊഡക്റ്റ് നമ്മളെ നിന്ന് വാങ്ങി ഇതിന്റെ ഫ്രണ്ടും ബാക്കും ഒക്കെ വായിച്ചു നോക്കിയതിന് ശേഷം അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ മണ്ണുത്തി അഗ്രികൾച്ചർ ശാലയിലെ പ്രൊഫസറാണ്, എന്റെ അറിവിൽ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ആ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ ഇത് പറയാനുണ്ടായ കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഉൽപ്പന്നം വിറ്റ് പോകാത്തോണ്ടായിരിക്കും, പക്ഷേ ഇങ്ങനെ ചെയ്യുന്നത് ഇറ്റ് ഈസ് എ ക്രൈം. സോ അതുകൊണ്ട് നിങ്ങൾ ഇത് ചെയ്യരുതെന്ന് ഞാനത് അഭ്യർത്ഥിക്കുകയാണ്. വേറെ പരാതികൾക്കോ കാര്യങ്ങൾക്കോ ഒന്നും ഞാൻ പോകുന്നില്ല. അപ്പോൾ താങ്ക് യു എന്ന് പറഞ്ഞു ആള്. അപ്പൊ അദ്ദേഹത്തിന്റെ സന്മനസ്സുകൊണ്ടാണ് ഞാൻ ഇവിടെ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നത്. അല്ലെങ്കിൽ ചിലപ്പോ ആൾമാറാട്ടത്തിന് ചിലപ്പോ പോയാണ്. അപ്പോ അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, RCM ഈസ് സെയിൽസ്, പക്ഷേ RCM ഈസ് ട്രൂത്ത്. സത്യം പറഞ്ഞ് മാത്രമേ നമുക്ക് RCM ഉൽപ്പന്നങ്ങൾ എത്തിക്കാൻ പാടുകയുള്ളൂ. ഈ ഒരു സത്യം അന്നാണ് എനിക്ക് മനസ്സിലായത്. അതിനുശേഷം ഇന്ന് വരെ ഇല്ലാത്ത ഒരു കാര്യം ഞാൻ RCM ഉൽപ്പന്നത്തെ പറ്റി പറഞ്ഞിട്ട്, എന്താണ് അതിലുള്ളത് അത് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ചിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ ഒരു തിരിച്ചറിവ് കിട്ടാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അദ്ദേഹം ഉപകാരപ്പെട്ടു എന്നുള്ളത്, അത് എന്റെ ഫീൽഡ് എക്സ്പീരിയൻസ് ആണ്. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് പിന്നെ ഒരു പക്ഷേ എനിക്ക് ഉണ്ടാവാൻ സാധ്യത ഉണ്ടായിരുന്ന പല പ്രശ്നങ്ങളിൽ നിന്നും എനിക്ക് മോചനം കിട്ടാൻ ആ ഒരു അനുഭവം സഹായിച്ചു. അപ്പൊ അന്ന് തൊട്ട് ഞാൻ ഒരു തീരുമാനം എടുത്തു, ഉൽപ്പന്നങ്ങളെ പറ്റി എന്താണുള്ളത് അത് പറഞ്ഞാൽ മതിയെന്നേ, അത് പറഞ്ഞിട്ട് വരുന്ന ആൾക്കാർ വന്നാൽ മതി, അല്ലാതെ നമ്മൾ അതിനെപ്പറ്റി ആവശ്യമില്ലാത്തതോ ഇല്ലാത്തതായിട്ടുള്ള ഒന്നും പറയേണ്ട ആവശ്യമില്ല എന്നുള്ള സത്യം എനിക്ക് അവിടുന്ന് തിരിച്ചറിഞ്ഞു. പക്ഷെ അത് മാത്രം പോരാ, അതായത് സെയിൽസ് മാത്രം പോരാ എന്നുള്ളൊരു സത്യം എനിക്ക് മനസ്സിലായത്, കുറെ നാൾ സെയിൽസിന് പോയി, കുറച്ച് പേര് 1-on-1 ആയിട്ട് കണ്ടു. പക്ഷെ ആ 1-on-1 ആയിട്ട് കണ്ട ആൾക്കാരുടെ വീട്ടിലൊന്നും ഹോം മീറ്റിംഗ് ഞാൻ നടത്തിയില്ല. കാരണം ഹോം മീറ്റിംഗ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. കാരണം ഒരേ മണിക്കൂർ കൊണ്ട് തന്നെ 10 പേരിലേക്ക് എത്തുകയാണോ അതോ ഓരോ വീടുകളിലും കയറി ഇറങ്ങി 10 മണിക്കൂർ നഷ്ടപ്പെടുത്താണോ വേണ്ടതെന്നൊരു സത്യം ഞാൻ പിന്നീട് ഒരു ക്ലാസ്സിൽ നിന്ന് മനസ്സിലാക്കി. അപ്പൊ എനിക്ക് തോന്നി ഹോം മീറ്റിംഗ് നടത്തണമായിരുന്നു. അതായത് ഞാൻ കൊണ്ടുവന്ന എന്റെ സുഹൃത്തുക്കളുടെ വീട്ടിൽ ഹോം മീറ്റിംഗ് നടത്താത്തോണ്ടാണ് അവർ പൊയിഞ്ഞു പോയതെന്ന് എനിക്ക് മനസ്സിലായി. കാരണം അവരുടെ ഫാമിലി സപ്പോർട്ട് ചെയ്തില്ല. അവര് ഈ ബിസിനസ്സിലേക്ക് ജോയിൻ ചെയ്തത് ഞാൻ പറഞ്ഞുകൊണ്ട് മാത്രമാണ്. പക്ഷെ അവരുടെ ഫാമിലി സപ്പോർട്ട് ചെയ്യണമായിരുന്നെങ്കിൽ ഞാൻ അവരുടെ വീട്ടിൽ ഹോം മീറ്റിംഗ് വെക്കണമായിരുന്നു. അപ്പൊ അവർക്ക് ഇതിനെപ്പറ്റി കൂടുതൽ മനസ്സിലായേനെ എന്നുള്ള സത്യം എനിക്ക് മനസ്സിലായി. പിന്നീട് ഞാൻ എന്ത് ചെയ്തു, എന്റെ ടീമിൽ ഹോം മീറ്റിംഗ് കൊണ്ടുവരാൻ വേണ്ടി കൂടുതൽ ഞാൻ ഇതിനെപ്പറ്റി പഠിച്ചു തുടങ്ങി. അങ്ങനെ ആദ്യമായിട്ട് എനിക്ക്
എനിക്കൊരു അവസരം തന്നതാണ് FCIയിലുള്ള എന്താ പറയാ സീനിയർ മോസ്റ്റ് വ്യക്തിയായിട്ട് വർക്ക് ചെയ്ത ചന്ദ്രൻ സാറ് ഇന്ന് RCM സ്റ്റാർപ്പുകളാണ്. അദ്ദേഹത്തിന്റെ കെയർ ഓഫിൽ മധു തെക്കുംകര എന്ന് പറഞ്ഞ വ്യക്തിയുടെ വീട്ടിലാണ് ഞാൻ ആദ്യമായിട്ട് ഹോം മീറ്റിംഗ് എടുക്കുന്നത്. അങ്ങനെ അദ്ദേഹം ചെന്നു. രാജൻ സാറ് വന്നില്ല, കാരണം പറഞ്ഞു നീ തന്നെ ചെന്ന് പയറ്റി തെളിയണം എന്ന് പറഞ്ഞു. അവിടെ ചെന്നു ഹോം മീറ്റിംഗ് എടുക്കാൻ വേണ്ടി. രാജൻ സാറിന്റെ ഇത്രയും ക്ലാസ്സുകൾ കേട്ട് എന്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ എന്താ പറയാ, മുളക് പൊടിയിൽ കണ്ടുവരുന്ന മായമാണ്, സുഡാൻ മഞ്ഞപ്പൊടിയിൽ കണ്ടുവരുന്ന മായമാണ്, ലെഡ് ക്രോമൈറ്റ്, അതുപോലെ മല്ലിപ്പൊടി എന്ന് പറഞ്ഞ കുതിര ചാണകം പൊടിച്ചതാണ്. ഇങ്ങനെ നമുക്ക് കുറച്ച് ടെംപ്ലേറ്റ് ഉണ്ട്. ഈ ടെംപ്ലേറ്റിൽ അങ്ങോട്ട് കാച്ചി ക്ലാസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ചന്ദ്രൻ സാർ പറഞ്ഞു, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അർജുൻ സാറിനോട് ചോദിക്കാമെന്ന് പറഞ്ഞു. അപ്പൊ ആൾക്കാർക്ക് സംശയങ്ങൾ തുടങ്ങി. ഒരാള് സംശയം ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മര്യാദ എന്ന് വെച്ചാൽ ഇല്ല എന്ന് പറയാന്നുള്ളതാണ്. പക്ഷെ എല്ലാവർക്കും സംശയമായിരുന്നു. അപ്പൊ എല്ലാവരും ഓരോന്നായിട്ട് പ്രൊഡക്റ്റ് കൊണ്ടുവന്നു. ഈ പച്ച ഓയിലിന്റെ ഗുണം എന്താ? പച്ച ഓയിലിന്റെ ഗുണം ഇത് മുടി കൊഴിച്ചിൽ നല്ലതാണ്, അകാലനരയ്ക്ക് നല്ലതാണ്, മുടിയുടെ അഗ്രവാളം പൊട്ടിപ്പോണതിന് നല്ലതാണ്. അപ്പൊ അടുത്തത് ചോദിച്ചു മഞ്ഞ ഓയിലിന്റെ ഗുണം എന്താ? മുടി കൊഴിച്ചിൽ നല്ലതാണ്, മുടിയുടെ അഗ്രവാളം പൊട്ടിപ്പോണതിന് നല്ലതാണ്, മുടിയുടെ എന്താ പറയാ ഓവറോൾ ഹെൽത്തിന് നല്ലതാണ്. അപ്പൊ നീല ഓയിലിന്റെ ഗുണം എന്താ? മുടി കൊഴിച്ചിൽ നല്ലതാണ്, മുടിയുടെ അഗ്രവാളം പൊട്ടിപ്പോണതിന് നല്ലതാണ്, ഓവറോൾ ഹെൽത്തിന് നല്ലതാണ്. ഇതന്നെ പരിപാടി. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോൾ ചന്ദ്രൻ സാറിന് മനസ്സിലായി ഇവനൊന്നും അറിയില്ല എന്ന് മനസ്സിലായി. അപ്പൊ ചന്ദ്രൻ സാർ വേഗം ടേക്ക് ഓവർ ചെയ്തു. സാർ പറഞ്ഞു ആൾക്ക് കുറച്ച് ധൃതിയുണ്ട്, നിങ്ങൾ എന്നോട് ചോദിച്ചോ, ഞാൻ ക്ലിയർ ചെയ്ത് തരാന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം അത് ക്ലിയർ ചെയ്തു. അപ്പൊ അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, നമ്മൾ ഹോം മീറ്റിംഗ് എടുക്കാൻ പോയോണ്ട് കാര്യമില്ല, നമ്മൾ പഠിക്കാൻ തയ്യാറാവണം. ബിക്കോസ് RCM ഈസ് കണ്ടിന്യൂസ് ലേണിംഗ്. കാരണം ഇവരുടെ സംശയം നമ്മൾ ദൂരീകരിച്ചില്ലെങ്കിൽ പിന്നെ ആരാ ദൂരീകരിക്കുക? അപ്പൊ നമ്മൾ പഠിക്കണം. കൂടുതൽ ഉൽപ്പന്നങ്ങളെ പറ്റി പഠിക്കണം എന്നുള്ളത് ആ ഒരു അനുഭവത്തിൽ നിന്നാണ് എനിക്ക് മനസ്സിലായത്. പിന്നീട് ഞാൻ പഠിച്ചു തുടങ്ങി. എന്താണ് ന്യൂട്രിചാർജ്, എന്താണ് FMCGയിൽ വരുന്ന ഉൽപ്പന്നങ്ങൾ, ഹൈജീൻ ഉൽപ്പന്നങ്ങൾ എന്താണ്, പെയിന്റ് എന്താണ്. പെയിന്റ് ഒക്കെ ആദ്യത്തെ ബാച്ച് ഇവിടെ കേരളത്തിലേക്ക് വന്നപ്പോൾ അതിന്റെ തുടക്കത്തിൽ ക്ലാസ് എടുത്ത കുറച്ച് വ്യക്തികൾ ഒരാൾ ഞാൻ. കാരണം എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു ഞാൻ അത് പഠിക്കണം എന്നുള്ളത്. സോ കണ്ടിന്യൂസ് ലേണിംഗ് ആണ് ഈ ബിസിനസ്സിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ളത് ആ ഒരു അനുഭവം കൊണ്ട് എനിക്ക് മനസ്സിലായി. ആൻഡ് പിന്നീട് കമ്പനി കാണാൻ ഒരു അവസരം ഉണ്ടായി. അങ്ങനെ ഞാനും വടക്കാഞ്ചേരി ടീമും നോബിൾ സാർ എല്ലാവരും കൂടി കമ്പനി കാണാൻ വേണ്ടി പോയി. കമ്പനി കണ്ടപ്പോഴാണ് ഇതിന്റെ ഒരു വിഷൻ മനസ്സിലായത്. നമ്മൾ വന്ന് അസോസിയേറ്റ് ചെയ്യുന്ന കമ്പനി ഏത് തരത്തിലുള്ള കമ്പനിയാണെന്നുള്ളത് അന്ന് എനിക്ക് മനസ്സിലായി. ഇന്ന് ഈ കമ്പനി വളർന്ന് ഒരു പ്രൊഡക്റ്റിൽ നിന്ന് 90,000 പ്രൊഡക്റ്റുകളിലേക്ക് എത്തി. ഒരു ഫാക്ടറിയിൽ നിന്ന് 120-ലധികം ഫാക്ടറി, ഒരു ഡിപ്പോയിൽ നിന്ന് 190 ഡിപ്പോ, ഒരു സ്റ്റേറ്റിൽ നിന്ന് 28 സ്റ്റേറ്റ്, ഒരു ഷോപ്പിൽ നിന്ന് 15,000-ലധികം ഷോപ്പ്. അന്ന് വണ്ടർ വേൾഡ് ഉണ്ടാകുന്നില്ല ഏത് കമ്പനി തുടങ്ങുമ്പോൾ. ഇന്ന് 30-ലധികം വണ്ടർ വേൾഡ് ഉണ്ട്. അന്ന് ഡിസ്പ്ലേ വോൾ ഇല്ല. ഇന്ന് 1 കോടിയല്ല 2 കോടിക്കടുത്ത് ഡിസ്പ്ലേ വോൾ ഉണ്ട്. അന്ന് ഒരു അസോസിയേറ്റ് ബയ്യർ മാത്രം 4.5 കോടി അസോസിയേറ്റ് ബയ്യേഴ്സ് ഉണ്ട്. ഞങ്ങൾ പോയി കണ്ട കമ്പനി 550 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന കമ്പനിയാണ്. അതായത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഒരാഴ്ച എടുത്താലും പൂർണ്ണമായിട്ട് നമുക്ക് കണ്ടു തീർക്കാൻ പറ്റില്ല. ഈ വട്ടം പോയി ഒരുപാട് പേര് എന്നോട് പറഞ്ഞത് ഇപ്പൊ മുന്നത്തെക്കാളും കുറച്ചുകൂടി പച്ചപ്പും ഹരിതാപവും ആയി ആ കമ്പനിയിൽ നിന്നാണ്. കുറച്ചുകൂടി ഭംഗിയാക്കി, കുറച്ചുകൂടി മോടി പിടിപ്പിച്ചു. കാരണം എന്താ, കമ്പനി വളർന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് ആ കമ്പനി കണ്ടപ്പോഴാണ് ഇത് അവിടെ ഇവിടെ ഒന്നും നിർത്തി പോകുന്ന കമ്പനി ഒന്നല്ല. കാരണം കുറെ കാശ് മുടക്കിയിട്ടുണ്ട്, കുറെ ഇൻഫ്രാസ്ട്രക്ചർ കെട്ടിപ്പടുക്കിയിട്ടുണ്ട്, കുറെ മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട്. 17 ലക്ഷം സ്ക്വയർ ഫീറ്റിൽ കിടക്കുന്ന മാനുഫാക്ചറിങ് യൂണിറ്റുള്ള കമ്പനി എവിടേക്ക് പോകാനാ? പല ആൾക്കാരും എന്നോട് ചോദിക്കാറുണ്ട് ഇത് നിർത്തിപ്പോയാലോ. എനിക്ക് ചിരി വരും സത്യം പറയാം. നിർത്തിപ്പോകാൻ ഇത് നമ്മുടെ കവലയിൽ തുടങ്ങിയ പെട്ടിക്കടയല്ല, തട്ടുകടയല്ല. ഇതിൽ അത്രയും ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ കാശുകൊണ്ടല്ല, നമ്മളിതിലേക്ക് കടന്നു വരുന്നേക്കാളും മുന്നേ കമ്പനി ഓൾറെഡി അത്രയും വലിയ ഇൻവെസ്റ്റ്മെന്റ് ഈ ബിസിനസ്സിൽ നടത്തിയിട്ടുണ്ട്, ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുക. പെയിന്റ് സ്വന്തമായിട്ട് ഇറക്കണം എന്നുള്ളത് കമ്പനിക്ക് ഒരു ആവശ്യമില്ല. പക്ഷെ കമ്പനി നമ്മുടെ ആവശ്യം മനസ്സിലാക്കി കമ്പനി സ്വന്തമായിട്ട് അവിടെ പെയിന്റിന്റെ ഫാക്ടറി അടക്കം തുടങ്ങി. ആൻഡ് ഇത് എവിടെ നിന്നാണ്? ഇറ്റ് ഈസ് പ്യൂർലി സെൽഫ് ഫണ്ടഡ്. 95% ഈ കമ്പനി എന്താണ്? സെൽഫ് ഫണ്ടഡ് ആണ്. അതായത് സ്വന്തം കാലിൽ പര്യാപ്തമായിട്ടുള്ള ഒരു കമ്പനിയാണ് ഈ കമ്പനി. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ വിഷൻ എനിക്ക് മനസ്സിലായി. അപ്പൊ RCM ഈസ് കമ്പനി എന്നുള്ളത് എനിക്ക് മനസ്സിലായി. എന്നാൽ RCM എന്ന ഈ ഒരു പ്രസ്ഥാനത്തിൽ മുന്നോട്ട് നമുക്ക് പോകണമെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ ക്യാരക്ടർ വൈസ് മാറ്റങ്ങൾ കൊണ്ടുവരുന്നില്ല. എന്നെ പഠിപ്പിച്ച ഈ ഒരു സൗത്ത് ഇന്ത്യയുടെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ടോപ്പ് ലീഡേഴ്സിൽ ഒരു വ്യക്തിയാണ് സുരേന്ദ്ര ഭട്ട് സാർ. കാരണം നമ്മൾ ഈ ബിസിനസ്സിൽ എത്ര മുന്നോട്ട് പോയാലും ഏത് പദവിയിലെത്തിയാലും നമ്മുടെ കാലുകൾ നിലത്ത് ഉറച്ചു നിൽക്കണം എന്നുള്ളത് എന്നെ പഠിപ്പിച്ച മഹത് വ്യക്തി. ഞാൻ ഇപ്പോഴും ഏത് ക്ലാസ് എടുത്താലും ഞാൻ അദ്ദേഹത്തിന്റെ ഈ ഒരു സ്റ്റോറി ഞാൻ പറയാറുണ്ട്. കാരണം കോഴിക്കോട് ഒരു പ്രോഗ്രാം ഈ ബിസിനസ്സിനെ കുറച്ചും കൂടി സജീവമായി ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് 2019 അവസാനമായപ്പോൾ കോഴിക്കോട് ഒരു പ്രോഗ്രാം പങ്കെടുക്കാൻ ഒരു അവസരം ഉണ്ടായി. അന്ന് ഗിരീഷ് സാർ അദ്ദേഹത്തിന്റെ ഫിയസ്റ്റ കാറിൽ വന്നു. നല്ല തലവേദനയായിരുന്നു. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, അർജുൻ എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ല, എനിക്ക് നല്ല തലവേദനയാണ്, അർജുൻ വേണം വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട്. അന്ന് ഗസ്റ്റ് ആയിട്ട് സുരേന്ദ്ര ഭട്ട് സാറാണ്. ഇദ്ദേഹത്തെ കൊണ്ട് വേണം കോഴിക്കോട് എത്തിക്കാൻ വേണ്ടി. അങ്ങനെ രാജൻ സാറ് ഓൾറെഡി വണ്ടി ഓടിക്കില്ല, എനിക്കാണെങ്കിൽ അന്ന് വണ്ടി ഓടിച്ചിട്ട് അത്ര ശീലമില്ല. ഉള്ള അറിവ് വെച്ചിട്ട് നമ്മള് ആറാം തമ്പുരാനിൽ പറയില്ലേ ഒരു ഒരു രാഗത്തിൽ അങ്ങോട്ട് ഒരു കീച്ച് കീച്ചി എന്നുള്ളത്, അതുപോലെ തന്നെ ഉള്ള അറിവ് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, സ്റ്റിയറിംഗ് പിടിച്ച് ഞാൻ ഓടിച്ചു തുടങ്ങി. അങ്ങനെ ഓടിച്ചു തുടങ്ങി. സാധാരണഗതിയിൽ വീട്ടിൽ നിന്ന് മുണ്ടൂര് വരെ എത്താൻ ഏകദേശം ഗേറ്റും കൂടി കൂട്ടുകയാണെങ്കിൽ 10 മിനിറ്റ് എടുക്കുള്ളൂ. ഞാൻ 25 മിനിറ്റിലാണ് മുണ്ടൂര് എത്തിച്ചത്. അങ്ങനെ 25 മിനിറ്റിൽ മുണ്ടൂര് എത്തിച്ചപ്പോ
സുരേന്ദ്ര ഭട്ട് സാറിന് ഒരു കാര്യം മനസ്സിലായി. ഇവൻ ഈ അടുത്തൊന്നും പ്രോഗ്രാം തുടങ്ങുന്നേക്കാളും മുന്നേ എന്നെ കോഴിക്കോട് എത്തിക്കില്ല എന്നുള്ളത് മനസ്സിലായി. ആ സമയത്ത് അദ്ദേഹം എന്നോട് ഞാൻ ഓടിക്കാം എന്ന് ആവശ്യപ്പെട്ട ആ ഒരു രീതിയാണ് എന്നെ ഈ ബിസിനസ്സുമായിട്ട് കൂടുതൽ അടുപ്പിച്ചത്. കാരണം ഒരു വ്യക്തി ഇത്രയും വളർന്നിട്ടും എങ്ങനെ ആയിരിക്കണം, സഹപ്രവർത്തകരോട് എങ്ങനെ ആയിരിക്കണം, എന്നെ പഠിപ്പിച്ചത് അദ്ദേഹം. കാരണം അദ്ദേഹം ഞാൻ വണ്ടി ഓടിക്കുന്നത് കണ്ടിട്ട് എന്നോട് പറഞ്ഞു, നന്നായി വണ്ടി ഓടിക്കുന്ന അർജുൻ, വളരെ കെയർഫുൾ ആയിട്ടാണ് അർജുൻ വണ്ടി ഓടിക്കുന്നത്. എനിക്ക് ആകെ പറയാനുള്ള ഒരു സജഷൻ എന്ന് വെച്ചാൽ ഹമ്പൊക്കെ വരുമ്പോൾ കുറച്ചൊന്ന് ചെരിച്ചെടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഒന്ന് കോംപ്ലിമെന്റ് ചെയ്തതിന് ശേഷം കുറച്ചും കൂടി ദൂരം വണ്ടി പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനിപ്പോ കുറെ നാളുകളായിട്ട് ട്രെയിനിലും ഫ്ലൈറ്റിലൊക്കെയാണ് യാത്ര ചെയ്യുന്നത്. കുറെ നാളായി വണ്ടി ഓടിച്ചിട്ട്. അർജുന് വിരോധമില്ലെങ്കിൽ ഞാൻ വണ്ടി ഓടിച്ചോട്ടെ ചോദിച്ചു. നമ്മളാണെങ്കിൽ എന്ത് പറഞ്ഞേനെ, നീ ഈ പോക്ക് പോയി എപ്പോഴൊന്നും എത്തില്ല, ഞാൻ ഓടിക്കാം, നീ അവിടെ നിർത്തി ചവിട്ട് എന്നാണ് പറയാ. പക്ഷെ അദ്ദേഹം ഇതിനെ വളരെ പക്വതയോടുകൂടി എനിക്ക് വേദനിപ്പിക്കാത്ത രീതിയിൽ പറഞ്ഞു തന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ആസ് എ ലീഡർ നമ്മൾ നമ്മുടെ അസോസിയേറ്റിനോട് എങ്ങനെ പെരുമാറണത്, ഹൗ ഹംബിൾ വി ഷുഡ് ബി എന്നുള്ളത്. ഇത്രയും ഉയരങ്ങളിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് വണ്ടി ഓടിച്ച് അവിടെ പോകേണ്ട ഒരു ആവശ്യമില്ല. പക്ഷെ ഞങ്ങൾ 3 പേരെയും കൊണ്ട് കോഴിക്കോട് അദ്ദേഹം അവിടെ ഞങ്ങളെ സുരക്ഷിതമായിട്ട് എത്തിച്ചു. ബിഫോർ ടൈം, വെൽ ഇൻ ടൈം എത്തിച്ചു. ദാറ്റ് ഈസ് എ ലീഡർ. അതാണ് ലീഡർ. ആരെങ്കിലും ചെയ്താൽ ഞാൻ ചെയ്യാന്നുള്ളതല്ല, ആരും ചെയ്തില്ലെങ്കിൽ ഞാൻ ചെയ്യാൻ റെഡിയാണ്. അവിടെ എന്റെ പൊസിഷൻ മാറ്റർ ചെയ്യുന്ന ഒരു കാര്യമല്ല എന്നുള്ളത് അദ്ദേഹത്തിന്റെ സ്വഭാവത്തിലൂടെ എന്നെ പഠിപ്പിച്ചു തന്നു. സോ എ ലീഡർ ഷുഡ് ബി ഹംബിൾ എന്നുള്ളത് പഠിപ്പിച്ചു തന്നത് അദ്ദേഹമാണ്. അപ്പൊ ഈ ബിസിനസ്സിൽ ആ ഹംബിൾ എങ്ങനെ ആവണം എന്നുള്ളത് ശരിയായിട്ട് കാണിച്ചു തന്നപ്പോൾ എന്റെ ഉള്ളിലേക്കും ഞാൻ പോലും അറിയാതെ അത് ചെറുതായിട്ട് ഉള്ളിലേക്ക് എത്തി. ആൻഡ് RCME's ലീഡേഴ്സ് എന്നുള്ളത് പഠിപ്പിച്ചു തന്നത് പിന്നീടുള്ള ഈ പറഞ്ഞ 5 പില്ലേഴ്സിന്റെ കരുതലുകളും പല നിർദ്ദേശങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ പല മാറ്റങ്ങളാണ്. ഇപ്പോൾ ട്രിവാൻഡ്രത്ത് നിന്നുള്ള ബിനു സാറ്, കാരണം അന്ന് കോഴിക്കോട് എത്തി എന്നുള്ളത് ശരി തന്നെ, പക്ഷെ തിരിച്ച് ഞാൻ വരാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ ഈ വണ്ടി ഓടിക്കണമെന്ന് ആലോചിച്ചിട്ടായിരുന്നു എന്റെ ടെൻഷൻ. പക്ഷെ ഭാഗ്യവശാൽ ബിനു സാർ കൂടി ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, കോഴിക്കോട് തൊട്ട് തൃശ്ശൂർ വരെയുള്ള ഈ റൂട്ടിൽ നീ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ഞാൻ വേറെ എവിടെ വേണമെങ്കിലും ഓടിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല, പേടിക്കണ്ട, വണ്ടി ഓടിക്കാൻ അറിയാവുന്ന 3 പേര് ഈ വണ്ടിയിൽ തന്നെ ഉണ്ട്, ധൈര്യമായിട്ട് അർജുൻ ഓടിച്ചോളൂ, ഞാൻ സൈഡിൽ ഉണ്ടാവും എന്ന് പറഞ്ഞു. ആ ധൈര്യം എനിക്ക് തന്നത് അദ്ദേഹമാണ്. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങിയ ലീഡർഷിപ്പിന്റെ പല പല ക്വാളിറ്റീസ്. രാജൻ സാറാണെങ്കിലും ഒരു പ്രോഗ്രാം എങ്ങനെ പ്ലാൻ ചെയ്യണം, എത്ര മുന്നേ പ്ലാൻ ചെയ്യണം, അത് പ്ലാൻ ചെയ്തില്ലെങ്കിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഓരോ പ്രോഗ്രാമിന് മുന്നേയും കഴിഞ്ഞ പ്രോഗ്രാമിലുണ്ടായ കുറവുകളെ നികത്തിക്കൊണ്ട് അതിനെ പ്ലാൻ ചെയ്യാൻ പറ്റുന്ന ആ ഒരു ശേഷിയിലേക്ക് എന്നെ ആക്കി തന്നത് രാജൻ സാർ. ഏതൊരു പ്രോഗ്രാമിനും ഷെഡ്യൂൾ വേണമെന്ന് പഠിപ്പിച്ചത് രാജൻ സാറാണ്. ഏതൊരു പ്രോഗ്രാമിലും നമ്മൾ ചെയ്യുന്ന ഒരു സത്യസന്ധത വേണമെന്ന് പഠിപ്പിച്ചത് രാജൻ സാറാണ്. നിങ്ങൾ നല്ലൊരു സന്ദേശമാണ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതെങ്കിൽ ഒരു നിമിഷം പോലും വിശ്രമിക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ചത് മൂർത്തി സാറാണ്. കാരണം എന്താ, നമ്മൾ നമ്മൾ ഈ ഒരു ആശയത്തെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് ജീവിക്കേണ്ട ഒരു ആൾക്കാരല്ല. ഇത് ഇത്രയും നല്ല ആശയം നമ്മുടെ സമൂഹത്തിന് കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ അത് നമ്മുടെ കുറവാണെന്നുള്ളത് തിരിച്ചറിയിപ്പിച്ചുകൊണ്ട് യു ഷുഡ് ബി എ മാൻ ഓൺ വീൽസ് എന്നുള്ളത് പഠിപ്പിച്ചത് മൂർത്തി സാർ. ഏതൊരു നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷനെയും പോസിറ്റീവായിട്ട് പഠിക്കാൻ അതിൽ എന്തെങ്കിലും ഉണ്ടെന്നുള്ളത് പഠിപ്പിച്ചത് മൂർത്തി സാറാണ്. അതുകൂടാതെ ഒരു സ്റ്റേജിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം, എങ്ങനെ ജനങ്ങളെ രസിപ്പിക്കണം, എങ്ങനെ സ്റ്റേജ് പെർഫോമർ ആവണമെന്ന് പഠിപ്പിച്ചത് ഗോപകുമാർ സാറാണ്. ആൻഡ് എല്ലാത്തിലും ഉപരി എങ്ങനെ സ്വപ്നങ്ങൾ ഉണ്ടാവണം, എങ്ങനെ ഒരു നല്ല മനുഷ്യനാവണം, ഏത് രീതിയിൽ നമുക്ക് ഒരാളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാമെന്ന് പഠിപ്പിച്ചത് ഗിരീഷ് സാറാണ്. ഹാർഡ് വർക്കിംഗ് അല്ലെ. അപ്പൊ ഈ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ആണ് ഇന്ന് കാണുന്ന അർജുൻ MR എന്ന് പറഞ്ഞ വ്യക്തിനെ രൂപകൽപ്പന ചെയ്യാനോ അല്ലെങ്കിൽ ഫോം ചെയ്യാനോ ഏറ്റവും കൂടുതൽ സഹായിച്ചത്. അതിന് ഇവർ വഹിച്ച പങ്ക് എന്ന് പറയുന്നത് വളരെ വലുതാണ്. ആൻഡ് RCME's എക്കോണമി പ്രൂഫ്. ഞാൻ വന്ന് ഇതില് ഹരിശ്രീ കുറിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കോവിഡ് വന്നത്. കോവിഡ് വന്നപ്പോൾ എല്ലാവരും ഭയപ്പെട്ട പോലെ ഞാനും ഭയപ്പെട്ടു. കാരണം ജീവിതമാർഗം വഴിമുട്ടു. കാരണം ഞാൻ ജോലി റിസൈൻ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി RCMന്റെ ഫ്യൂച്ചർ എന്താവും എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അന്ന് ഗവൺമെന്റ് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചത്. അതായത് നിങ്ങൾക്ക് മെഡിക്കൽ ഷോപ്പോ അല്ലെങ്കിൽ FMCG സ്റ്റോറുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് തുറക്കാന്നുള്ളത്. അങ്ങനെ അതിന് DGPയുടെ ഓഫീസിൽ സ്റ്റോറിന് വേണ്ടിയിട്ട് പാസ് എടുക്കാൻ ഞാൻ പോയി. ഒറ്റ ദിവസം പോലും RCMന്റെ ഷോപ്പ് അടഞ്ഞു കിടന്നില്ല എന്നുള്ളതാണ്. എല്ലാ ദിവസവും അവിടെ കസ്റ്റമേഴ്സ് വന്നിരുന്നു, അവിടുന്ന് ഡെലിവറി പോയിരുന്നു. ഇത് കൂടാതെ RCMൽ പ്രവർത്തിക്കുന്ന ഓരോ വ്യക്തികൾക്കും ജനുവരി മാസത്തിലെ കമ്മീഷൻ മാർച്ച് മാസത്തിൽ വന്നു. അപ്പൊ അതിനും വലിയൊരു സെക്യൂരിറ്റി എന്താ, ആ മാസം അവർക്ക് പുറത്തിറങ്ങാൻ പറ്റിയില്ലെങ്കിലും ജനുവരിയിലും ഫെബ്രുവരിയിലും കമ്മീഷൻ അവർക്ക് മാർച്ചിലും ഏപ്രിലും വന്നു. പോരാത്തതിന് നമ്മുടെ ഉൽപ്പന്നങ്ങൾ 450 ഉൽപ്പന്നങ്ങൾ FMCG ആയതുകൊണ്ട് തന്നെ നിത്യേന ഇത് ഉപയോഗിക്കുന്ന പല ആൾക്കാരുണ്ട്. അതുകൊണ്ട് കട നിർത്താത്തോണ്ട് തന്നെ ഇവരൊക്കെ സാധനങ്ങൾ മേടിച്ചു. തുടർന്നുള്ള മാസങ്ങളിലും കമ്മീഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊരു എക്കോണമി പ്രൂഫ് ബിസിനസ് ആണെന്നുള്ളത് എന്നെ പഠിപ്പിച്ചത് കോവിഡ് കാലഘട്ടം. കാരണം ടൂറിസം എന്നൊരു ഇൻഡസ്ട്രി തകർന്ന് തരിപ്പണമായി. 16 ലക്ഷം കോടി ടേൺ ഓവർ കൊടുക്കുന്ന ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് 0 മാത്രം വന്ന സമയത്ത് ഒരു മാസത്തിൽ 500 കോടിയുടെ ടേൺ ഓവർ കൊടുത്ത ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. സോ RCM ഈസ് ആൻ എക്കോണമി പ്രൂഫ് എന്നുള്ളത് അന്ന് എനിക്ക് മനസ്സിലായി. ആൻഡ് ഇഷ്ടം പോലെ അംഗീകാരങ്ങൾ, ഏതൊക്കെ വേദികളിൽ ചെന്നാലും അംഗീകാരങ്ങളുടെ കുത്തൊഴുക്ക് പെരുമഴ. എവിടെ ചെന്നാലും ഒരു പൂച്ചെണ്ടെങ്കിൽ പൂച്ചെണ്ട്, ഒരു റോസാപ്പൂ എങ്കിൽ റോസാപ്പൂ, ഒരു പൊന്നാടെങ്കിൽ പൊന്നാട. ചില സ്ഥലങ്ങളിൽ നമ്മളെ ആനയിച്ച് അങ്ങോട്ട്
കൊണ്ടുപോകും. ഒരുപാട് എന്താ പറയുക സ്ത്രീരത്നങ്ങൾ വന്ന് അവർ താലമൊക്കെ വെച്ച് ആനയിച്ചു കൊണ്ടുപോകും. 24ാമത്തെ വയസ്സ് തൊട്ട് ഇന്ന് 31ാമത്തെ വയസ്സ് വരെ ഈ സൗഭാഗ്യങ്ങൾ എനിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് ഈ ഒരു പ്രസ്ഥാനത്തിലൂടെ മാത്രമാണ്. ആ അംഗീകാരങ്ങൾ ഇന്നും മുടങ്ങാതെ കിട്ടിക്കൊണ്ടിരിക്കുക. നമ്മളൊക്കെ എത്രയോ കൊല്ലങ്ങളായിട്ട് പല പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി പണിയെടുത്തു. ആരാ നമ്മളെ അംഗീകരിച്ചേ? ആരൊരു പൊന്നാട തന്നെ, ആരൊരു ബൊക്ക തന്നെ, ആരൊരു ചെറിയൊരു മാല തന്നെ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഇനി തരികയാണെങ്കിൽ തന്നെ അതൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് നമുക്ക് മാത്രമേ തരുള്ളൂ. ഇവിടെ നിങ്ങൾ നോക്കൂ, ഒരു മൊത്തം കുടുംബമാണ് ആദരിക്കപ്പെടുന്നത് അല്ലെ. എന്റെ അച്ഛമ്മയുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, എന്റെ അമ്മൂമ്മയുണ്ട്, ഞാനുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അങ്ങനെ എത്ര ഷോപ്പുകൾ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനുള്ള ഒരു അവസരം കിട്ടുന്നുണ്ട്. സോ RCM അംഗീകാരങ്ങളുടെ ബിസിനസ് ആണെന്നുള്ളത് എനിക്ക് പതിയെ പതിയെ ഈ ബിസിനസ് കോവിഡിന് ശേഷം സജീവമായി തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി. ആൻഡ് ഇത് എനിക്ക് എന്റെ ജീവിതത്തിൽ ആദ്യം കിട്ടിയ അംഗീകാരമാണ് ഈ ഒരു അംഗീകാരം. ഈ ഒരു അംഗീകാരത്തിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. കാരണം ഇത് കിട്ടിയത് ഞാൻ മനസ്സുകൊണ്ട് എന്താ പറയാ ഒന്നും പ്രതീക്ഷിക്കാതെ ചെയ്തൊരു പ്രവൃത്തിക്ക് എന്റെ ടീം തന്നൊരു അംഗീകാരം. എന്താ പ്രവൃത്തി എന്നുള്ളത് വേറൊന്നുമല്ല. രാജഗിരിയിലെ ആദ്യത്തെ പ്രോഗ്രാം നടന്ന സമയത്ത് അവിടെ പല സംസ്ഥാനങ്ങളിൽ നിന്ന് ആൾക്കാർ വന്നായിരുന്നു. പ്രോഗ്രാം കഴിഞ്ഞ് പുറത്തിറങ്ങി നോക്കിയപ്പോൾ അവിടെ ഇവിടെ ഫുഡുകളുടെ അവശിഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെ ഉണ്ട്. ഞാൻ നോക്കുമ്പോൾ എല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ട്. ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവരോട് പറഞ്ഞിട്ടുമില്ല. അപ്പൊ ഇത് ആര് ക്ലീൻ ചെയ്യുന്നൊരു ചോദ്യം വന്നു. ഞാൻ വേറെ ഒന്നും ചെയ്തില്ല, കോട്ട് ഊരി ഞാൻ അവിടെ വെച്ചു. എന്റെ ടീമിലുള്ള കുറച്ച് സഹപ്രവർത്തകർ, ഈ കാണുന്ന കുറച്ച് പേരെ ഞാൻ വിളിച്ചു കൂട്ടി. ഞാൻ പറഞ്ഞു ഇത് നമ്മുടെ പ്രോഗ്രാമാണ്, നമ്മൾ ഇത് ക്ലീൻ ആക്കണം എന്ന് പറഞ്ഞു. ഞാൻ അവരുടെ കൂടെ കൂടി. അങ്ങനെ വേസ്റ്റ് പറക്കിയതിന് കിട്ടിയ അവാർഡാണ് ഇത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, വേസ്റ്റ് പറക്കിയതിന് എവിടെയെങ്കിലും അവാർഡ് കിട്ടിയതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കാരണം ഞാനൊരു ട്രെയിനിങ് പ്രോഗ്രാം കൊടുക്കാൻ പോയപ്പോൾ യാദൃശികമായിട്ട് എന്നെ സ്റ്റേജിലേക്ക് വിളിച്ചിട്ട് ഈ ഒരു ട്രോഫി തന്നപ്പോൾ ഞാൻ ഇത് എന്തിനാ ചോദിച്ചു. അപ്പൊ ഇത് സാറ് രാജഗിരി പ്രോഗ്രാമിൽ വെച്ച് ചെയ്ത ആ കർമ്മത്തിന് വേണ്ടിയിട്ടാണ്, ആരും പറയാത്തപ്പോൾ സാറ് ഇത് ഏറ്റെടുത്ത് ചെയ്തതിനാണ് തന്നേന്നുള്ളത്. അപ്പൊ എനിക്ക് ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ള ഒരു ട്രോഫിയാണ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, വേസ്റ്റ് പറക്കിയാൽ പോലും പ്രസന്ന മാഡം അവാർഡ് കിട്ടുന്ന ഏത് പ്രസ്ഥാനമാണ് ഇന്ന് ലോക ചരിത്രമുള്ളത് എന്നുള്ളത് നിങ്ങൾ ആലോചിക്കും. അപ്പൊ അംഗീകാരങ്ങളുടെ എന്താണ് വലിയൊരു കുത്തൊഴുക്ക് നിങ്ങൾക്ക് കിട്ടും. സ്റ്റാർ എമറാൾഡ് ആയിട്ട് രാജൻ സാറിന് ഡൽഹിയിൽ TCGയുടെ കയ്യിൽ നിന്ന് കിട്ടിയ ഒരു അംഗീകാരത്തിന്റെ ഒരു ഫോട്ടോ ആണ് ഇത്. ആൻഡ് RCM ഈസ് റിലേഷൻഷിപ്പ്. എനിക്ക് വളരെ അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും, എന്റെ മൊബൈലിൽ 25 ലക്ഷം പ്രതിമാസം വരുമാനം മേടിക്കുന്ന ഒരാളുടെ ഫോൺ നമ്പർ ഉണ്ട് എന്നുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 25 ലക്ഷം, ഒരു വിളിക്കപ്പുറം 25 ലക്ഷം പ്രതിമാസം വരുമാനം മേടിക്കുന്ന ആളുണ്ട്. ദാ ഏറ്റവും ഇടതുഭാഗത്ത് നിൽക്കുന്ന വ്യക്തി ഒരു മാസം 10-12 ലക്ഷം പ്രതിമാസം മേടിക്കുന്നതാണ്. അപ്പൊ എത്ര വലിയ ബന്ധങ്ങളാണ്. പക്ഷെ ഞാൻ പറയുന്നത് കാശിന്റെ ബേസിസിലല്ല. നമുക്ക് എത്ര നല്ല ബന്ധങ്ങളാണ് ഈ പ്രസ്ഥാനത്തിലൂടെ കിട്ടുന്നത് അല്ലെ. എന്തോരം പേരെ കാണാനുള്ള അവസരമുണ്ട്. ഓരോ ദിവസവും പുതിയ ആൾക്കാരെ പരിചയപ്പെടുകയാണ്. ഒരു വലിയൊരു ശക്തമായിട്ടുള്ള നെറ്റ്വർക്ക് അവിടെ ഫോം ആകുമ്പോൾ എന്താ സംഭവിക്കുക, നമ്മൾ എവിടെ ചെന്നാലും നമ്മളെ സഹായിക്കാൻ ആൾക്കാരുണ്ട്. ഇപ്പൊ എന്റെ ടീം എടുത്ത് നോക്കിയാൽ തന്നെ എന്റെ ജീവിതത്തിൽ പലതരത്തിലുള്ള ആവശ്യങ്ങൾ നിറവേറ്റാനും അതിന് സഹായകരമാവുന്ന രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു തരാനും പറ്റുന്ന എത്ര ലീഡേഴ്സ് ഉണ്ടെന്ന് അറിയും. കാരണം അവർ വർക്ക് ചെയ്ത ബാക്ക്ഗ്രൗണ്ടിന്റെ എക്സ്പെർട്ടൈസ് എനിക്ക് ഉപകാരപ്പെടും. ഇപ്പോൾ ട്രെയിൻ എന്താ പറയുക റെയിൽവേയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ടൂറിസത്തിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, പ്ലംബർ ഉണ്ട്, കാർപ്പൻറ്റർ ഉണ്ട്, ഡ്രൈവർ ഉണ്ട്, അതുപോലെ തന്നെ എഞ്ചിനീയർ ഉണ്ട്. അങ്ങനെ പല മേഖലകളിൽ, മെഡിക്കൽ മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ എന്റെ ജീവിതം സത്യം പറഞ്ഞ എന്താണ്, സുഖകരമാവുകയാണ് ചെയ്യുന്നത് അല്ലെ. എനിക്കിപ്പോ ടിക്കറ്റിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ വന്നാൽ റെയിൽവേയിലുള്ള ഒരാളെ എനിക്ക് ബന്ധപ്പെടാൻ സാധിക്കും. ടൂറിസം കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ എനിക്ക് എന്റെ ടീമിൽ ഒരാളെ ബന്ധപ്പെടാൻ സാധിക്കും. ലോയർ, ഇപ്പൊ ദിമ്മി മിൻസാർ മാഡം ലോയറാണ്, എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ലീഗൽ നിർദ്ദേശങ്ങൾ അവരെ വിളിക്കാൻ സാധിക്കും. അങ്ങനെ പലതരം മേഖലകളിൽ നിന്നുള്ള ആൾക്കാരുടെ ഒരു വലിയൊരു കൂട്ടായ്മ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫ് സത്യം പറഞ്ഞ എന്തായിരിക്കും, വളരെ സുഖകരമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി സഹായിക്കും. ആൻഡ് ഇവരായിട്ടുള്ള ബന്ധങ്ങൾ എങ്ങനത്തെ ബന്ധങ്ങളാ? നല്ല ബന്ധങ്ങളാ. ഒന്നും പ്രതീക്ഷിക്കാത്ത എന്നാൽ എപ്പോഴും സ്നേഹവും സന്തോഷവും ആദരവും റെസ്പെക്റ്റും ഒക്കെ നിറഞ്ഞിരിക്കുന്ന ബന്ധങ്ങൾ അല്ലെ. അപ്പൊ RCM ഈസ് എന്താണ്? റിലേഷൻഷിപ്പ്. RCM ഈസ് നെറ്റ്വർക്ക് ദാറ്റ് കെയർസ് അല്ലെ. നെറ്റ്വർക്ക് ദാറ്റ് കെയർ, വെറുതെ ഒരു നെറ്റ്വർക്ക് അല്ല, നെറ്റ്വർക്ക് ദാറ്റ് കെയർ. ഇതാ ഇപ്പോ ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞാൽ 8:45 എന്റെ ടീമിലെ ഏറ്റവും ശക്തനായിട്ടുള്ള ഒരു ലീഡർ ആയിട്ടുള്ള സുജിത് സാർ, കോട്ടയത്തെ പവർഫുൾ ലീഡർ സുജിത് സാർ, അദ്ദേഹം ഇന്ന് പെയിന്റിനെ പറ്റിയിട്ട് സംസാരിക്കും. ഞാൻ കോട്ടയത്തുള്ള സുഭാഷ് സാറിന് ഒരു പ്രോഗ്രാം കൊടുക്കുന്ന സമയത്ത് ഞാൻ അവിടെ ചെല്ലുണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്റെ സുജിത് സാറ് എന്നെ വിളിച്ച് അന്ന് ചോദിച്ചു, സാറേ രാവിലെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിക്ക് ചെയ്യാൻ ഞാൻ വരണമെന്നുള്ളത്. ഞാൻ പറഞ്ഞിട്ടല്ല, ഞാൻ ചോദിച്ചിട്ടുമല്ല. അദ്ദേഹം എവിടെയോ എന്റെ പോസ്റ്റർ കണ്ടു, അദ്ദേഹം ചോദിച്ചു ചൈതന്യയിലേക്ക് ഞാൻ എത്തിക്കണോ ചോദിച്ചു. അതാണ് നെറ്റ്വർക്ക് ദാറ്റ് കെയർസ് എന്ന് പറയുന്നത്. ഇന്ന് എവിടെ ചെന്നാലും നമ്മളെ കെയർ ചെയ്യാനും നമ്മളെ കൊണ്ടുപോകാനും നമ്മളെ തിരിച്ച് എത്തേണ്ടടത്തേക്ക് എത്തിക്കാനുമായിട്ടൊരു ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അത് ആരും പറഞ്ഞിട്ടൊന്നല്ല, പക്ഷെ അവരുടെ ഉള്ളിൽ നിന്ന് തോന്നുക, ബിക്കോസ് അവരുടെ ലൈഫിൽ നമ്മൾ ഉണ്ടാക്കിയ മാറ്റം അങ്ങനത്തെയാണ്. സോ RCM ഈസ് നെറ്റ്വർക്ക് ദാറ്റ് കെയർസ്. RCM ഈസ് ഫ്രീ പ്രൊഡക്റ്റ് ആൻഡ് ജോയിനിങ്. എന്താ ഫ്രീ പ്രൊഡക്റ്റ് ആൻഡ് ജോയിനിങ് എന്ന് വെച്ചാൽ, എന്റെ ടീമിലുള്ള ധനസ്മിത മാഡത്തിന്റെ ഒരു വീഡിയോ ആണിത്. അവർക്ക് കിട്ടിയ ഫ്രീ പ്രൊഡക്റ്റ് ആണ് ഇവിടെ നമ്മൾ കാണുന്നത് അല്ലെ. 5000-ത്തിലല്ല, 13,000 ചില്ലറ രൂപയുടെ ഫ്രീ പ്രൊഡക്റ്റ് അവർക്ക് കിട്ടി, ഫാൻ ഉൾപ്പെടെ. ഷെയർ ചെയ്തതിന്റെ പേരില് എനിക്ക് 12,000 രൂപയുടെ ഫ്രീ പ്രൊഡക്റ്റും
അപ്പോൾ ഞാൻ ആ വീഡിയോയിലേക്ക് കിടക്കുന്നില്ല, പക്ഷെ ഫ്രീ പ്രൊഡക്റ്റ് കിട്ടി. ആൻഡ് RCM ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തരും. പക്ഷെ RCM എന്റെ ലൈഫിലേക്ക് സ്പെഷ്യൽ ആയിട്ട് തന്നൊരു വ്യക്തിയുണ്ട്, അതാണ് ഡോക്ടർ അരുണിമ എന്ന് പറയുന്നത്. കാരണം ഏകദേശം ഒരു 2000, എനിക്ക് കറക്റ്റ് വർഷം ഓർമ്മയില്ല, കാരണം വർഷത്തിന്റെ കാര്യത്തിലൊക്കെ ഞാൻ മോശമാണ്. ഇപ്പൊ ഈ ഒരു ക്ലാസ് കഴിഞ്ഞ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വൈഫിന്റെ ചിലപ്പോൾ എനിക്ക് ഇടി കിട്ടും. പക്ഷെ എന്നിരുന്നാൽ പോലും IMA ഹാളിൽ നടന്ന ഒരു പ്രോഗ്രാമിൽ വെച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ട് അരുണിമയെ പരിചയപ്പെടുന്നത്. അന്ന് സംസാരിച്ചു. നമുക്ക് പറയാല്ലേ, ചില ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു പോസിറ്റീവായിട്ട് ഒരു അനുഭവം ഉണ്ടായിരിക്കും. അങ്ങനെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു അനുഭവമാണ് അവരെ കണ്ടപ്പോൾ എനിക്ക് ഉണ്ടായത്. പിന്നെ തുടർന്നുള്ള സംഭാഷണങ്ങൾ ഉണ്ടായി. അപ്പോൾ അവരുടെ ലൈഫിലെ കുറച്ച് കാര്യങ്ങൾ എന്നോട് പറഞ്ഞു, എന്റെ ലൈഫിലെ കുറച്ച് കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞു. അങ്ങനെ സംസാരിച്ച് പിന്നെ നമ്മൾ തമ്മിൽ ഇഷ്ടത്തിലായി. രണ്ട് വീട്ടുകാരോട് ഇത് പറഞ്ഞു. രണ്ട് വീട്ടുകാരോടും പറഞ്ഞപ്പോൾ ഇവിടെ ഏറ്റവും വലിയൊരു അത്ഭുതം എന്ന് തോന്നിയത് എന്ന് വെച്ചാൽ രണ്ടുപേരും വളരെ ഹാപ്പി ആയിരുന്നു എന്നുള്ളത്. ഞാൻ എന്റെ അച്ഛനോട് പറഞ്ഞപ്പോൾ എന്റെ അച്ഛൻ പറഞ്ഞു, നീ എടുത്തതിൽ ഏറ്റവും നല്ല തീരുമാനമാണ്. ഞാൻ അരുണിമയുടെ അച്ഛൻ, അതായത് ഇപ്പോൾ നമ്മുടെ ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള സ്റ്റാർ റൂബി ബിനു സാറിനെ വിളിച്ച് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, വീട്ടിൽ പറഞ്ഞു ചോദിച്ചു, ഇല്ല ഓക്കെ, അപ്പോൾ വീട്ടിൽ സംസാരിക്കുന്നിട്ട് നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസ് ആയിരുന്നു. അപ്പൊ ഞാൻ ആലോചിച്ചു, മകള് ഡോക്ടറാണ്, അദ്ദേഹത്തിനെ എനിക്ക് കെട്ടിച്ചേരുന്ന ഒരു നിർബന്ധമില്ല, വേറൊരു ഡോക്ടറിനെ കൊണ്ട് കെട്ടിയിരിക്കാം. പക്ഷെ വൈ? ബിക്കോസ് ദിസ് ഈസ് RCM. ബിക്കോസ് ഈ ഒരു ഹിസ്റ്ററി നമുക്കറിയാം, ബിക്കോസ് ഇതിന്റെ ഒരു സാധ്യത നമുക്കറിയാം, ബിക്കോസ് ഇതിന്റെ ഒരു വിഷൻ നമുക്കറിയാം അല്ലെ. സോ RCM ഈസ് ലവ്. അപ്പൊ നമുക്ക് എന്താ തരുക? ഇപ്പൊ ഞാൻ എന്റെ ഒരു പെർസ്പെക്റ്റീവ് ആണ് പറയുന്നത്. ഇപ്പൊ ഇവിടെ ഇതിൽ കല്യാണം കഴിച്ച ആൾക്കാരുണ്ട്, ഇനി അങ്ങോട്ട് ലവ് ഉണ്ടാവും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഞാൻ പറയുന്നത്, നിങ്ങളുടെ വൈഫായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡായിട്ട് നിങ്ങളുടെ കുട്ടികളായിട്ട് ആ ലവ് കൂട്ടാൻ ഈ ബിസിനസ് സഹായിക്കും. അത് എന്റെ പേഴ്സണൽ അനുഭവം. എനിക്കത് കണ്ടെത്താൻ സഹായിച്ചെങ്കിൽ നിങ്ങൾക്കത് കൂട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ബിസിനസ് സഹായിക്കും. അത് എന്റെ ഒരു അനുഭവം. കാരണം ഒരുപാട് പേര് എന്നോട് പറയാറുണ്ട്, സാറേ ഈ ഒരു ബിസിനസ് വന്ന് സത്യം പറഞ്ഞാൽ ഫാമിലി ആയിട്ട് ചെയ്തപ്പോഴാണ് ഇദ്ദേഹം എന്താണെന്ന് എനിക്ക് മനസ്സിലായത്, അല്ലെങ്കിൽ എന്റെ വൈഫ് എന്താണെന്ന് മനസ്സിലായത്, അവരുടെ സാധ്യത എന്താണെന്ന് മനസ്സിലായത് ശരിക്കും ഈ ബിസിനസ്സിൽ വന്നിട്ടാണ്. പിന്നെ മുന്നേ ഉണ്ടായിരുന്ന ആ പിരിമുറുക്കങ്ങൾ, ആ ദേഷ്യം, ആ ഒരു പെട്ടെന്ന് ഒരു സിറ്റുവേഷനോട് റിയാക്ട് ചെയ്യുന്നത്, അതൊക്കെ പോയി. ഇപ്പൊ ആൾക്കാർ വളരെ എന്താ പറയാ, സോഫ്റ്റ് ആയിട്ട് സന്തോഷത്തോടു കൂടി പീസ്ഫുൾ ആയിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പഠിച്ചത് ഈ സിസ്റ്റം വന്നതിന് ശേഷം. കാരണം ഇതിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, ഇതിൽ നമുക്ക് തരുന്ന നിർദ്ദേശങ്ങൾ, നമുക്ക് തരുന്ന കുറച്ച് അറിവുകൾ, അതൊക്കെ നമ്മൾ അതിന് പ്രാപ്തരാക്കുന്നുണ്ട് അല്ലേ. ഇപ്പൊ ന്യൂട്രിചാർജ് വുമൺ വന്നതിന് ശേഷമാണ് എന്റെ അമ്മ അനുഭവിച്ചിരുന്ന ബുദ്ധിമുട്ട് ഒരു പീരിയഡ്സ് സമയത്ത് എന്താണെന്ന് ഞാൻ പഠിക്കുന്നത്. അതുവരെ ഇപ്പൊ കോളേജിൽ പോയിട്ട് MBA ഒക്കെ കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന്, ഇതൊന്നും ആരും പഠിപ്പിക്കുന്നത്. കാരണം റീപ്രൊഡക്ഷൻ എന്നുള്ള മൊത്തം ചാപ്റ്റർ ടീച്ചർമാർ പറയും വീട്ടിൽ പോയിട്ട് പഠിച്ചാൽ മതി. വീട്ടിൽ പോയിട്ട് പഠിപ്പിക്കാനാണെങ്കിൽ പിന്നെ നമ്മൾ ഇവിടെ വന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ആ ഒരു കാര്യത്തെ പോലും പഠിപ്പിച്ചു എന്താ ഈ പ്രസ്ഥാനമാണ്. അപ്പൊ ഈ പ്രസ്ഥാനം പഠിപ്പിച്ചു തരുമ്പോൾ ആ പീരിയഡ് സമയത്ത് നമ്മൾ അമ്മയ്ക്ക് കൊടുക്കേണ്ട കെയർ കൊടുക്കത്തില്ലേ, അപ്പൊ വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കില്ലേ, അപ്പൊ അവിടെ എന്തുണ്ടാവും, ഓട്ടോമാറ്റിക്കലി ലവ് ഉണ്ടാവും. അപ്പൊ അതേപോലെ തന്നെ ഈ ഒരു പ്രസ്ഥാനത്തിൽ ഞാൻ വന്നതിന് ശേഷം എനിക്കുണ്ടായ ഏറ്റവും വലിയൊരു മൈൽ സ്റ്റോൺ അല്ലെങ്കിൽ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് വെച്ചാൽ, എന്റെ ജീവിതത്തിലെ ഒരുപാട് മാറ്റങ്ങൾ, നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിച്ച ഡോക്ടർ അരുണിമേനെ കണ്ടുമുട്ടാൻ സാധിച്ചു എന്നുള്ളതാണ്. സോ RCM ഈസ് ലവ്. പിന്നെ ഏകദേശം ഒരു 2016 അല്ല 16 ഒരു 20, 21, 22 സമയമായപ്പോൾ RCM ബോണസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു അല്ലെ. അപ്പൊ ഇന്ന് ഗവൺമെന്റിൽ ഒരു വ്യക്തിക്ക് ബോണസ് കിട്ടുന്നത് എപ്പോൾ കിട്ടും? ഓണത്തിന് കിട്ടും. 2000 രൂപ ബോണസ് കിട്ടും. ഇവിടെയോ മാസം ചിലപ്പോൾ 2000 രൂപ ബോണസ് കിട്ടുന്ന ആൾക്കാരുണ്ടല്ലോ വൈറ്റ് ലെവലിലുള്ളത്. അപ്പൊ ബോണസും കിട്ടും, വാർഷിക ബോണസും കിട്ടും. അപ്പൊ കഴിഞ്ഞ മാസം എന്റെ ബിസിനസ് ക്ലോസ് ചെയ്തപ്പോൾ 3,15,278 രൂപയാണ് ബോണസ് ആയിട്ട് മാത്രം എന്റെ അക്കൗണ്ടിലേക്ക് വന്നത്. ബോണസും കമ്മീഷനും കൂടി ചേർത്ത് എന്റെ അക്കൗണ്ടിലേക്ക് വന്നു. അപ്പോൾ വാർഷിക ബോണസും കിട്ടും, മാസ ബോണസും കിട്ടാനുള്ള ഒരു അവസരമുണ്ട്. പിന്നെ യാത്രകൾ, ഇഷ്ടം പോലെ യാത്രകൾ അല്ലെ. ഞാൻ രാജ് സാർ എയർഫോഴ്സിലാവുന്ന സമയത്ത് ഞങ്ങൾ അധികം സ്ഥലത്തേക്കൊന്നും കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് സത്യം പറഞ്ഞ പോവാത്ത സ്ഥലങ്ങളൊന്നുമില്ല. സിംഗപ്പൂർ പോയിട്ടുണ്ട്, മലേഷ്യ പോയിട്ടുണ്ട്, വിയറ്റ്നാം പോയിട്ടുണ്ട്, ബാലി പോയിട്ടുണ്ട്. ഇനിയിപ്പോ ഈ കൊല്ലം അടുത്തത് എങ്ങോട്ടോ പോണ്ടേന്നാണ് ആലോചിക്കുന്നത്. മറ്റേത് അങ്ങനെ ആയിരുന്നില്ല. മറ്റേത് നമ്മൾ കണക്കൂട്ടും പോവാൻ പറ്റോ ഇല്ലെന്ന്. പക്ഷെ ഇഷ്ടം പോലെ യാത്രകൾ. ഇതാ രാജൻ സാറും പ്രിയമ്മയുടെ കാനഡയിൽ പോയതിന്റെ ഫോട്ടോ ഉണ്ട്. ഞങ്ങൾ കുടുംബസമേതം മോളെ കൂട്ടിയിട്ട് ബാലി പോയതിന്റെ ഫോട്ടോ ഉണ്ട്. ഇത് ഞാനും വൈഫും ഹണിമൂണിന് വിയറ്റ്നാം പോയതിന്റെ ഫോട്ടോ ഉണ്ട്. അങ്ങനെ ദേശീയമായിട്ടും അന്തർദേശീയമായിട്ടും അനവധി യാത്രകൾ ചെയ്യാനുള്ള ഒരു അവസരം ഇന്ന് RCM പ്രസ്ഥാനത്തിലൂടെ കിട്ടി. ആൻഡ് RCM ഈ സാമ്പത്തിക സ്വാതന്ത്ര്യം അല്ലെ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്റെ കല്യാണം അത് വലിയ രീതിയിൽ ഗ്രാൻഡ് ആക്കിയിട്ട് നടത്തണമെന്നൊന്നും ആയിരുന്നില്ല. സാധാരണ രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ട് നടത്തുന്നതായിരുന്നു. പക്ഷേ അന്ന് നമ്മൾ ഈ പ്രസ്ഥാനത്തെ പറ്റി പറഞ്ഞപ്പോൾ നോ പറഞ്ഞ് അല്ലെങ്കിൽ രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞ പല ആൾക്കാർക്കും ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കാനുണ്ടായിരുന്നു. അതുകൊണ്ട് നടത്താൻ പറ്റുന്നതിന്റെ ഏറ്റവും പീക്ക് ലെവലിൽ നമ്മൾ ആ കല്യാണം നടത്തി. ആ നടത്തിയതിന്റെ ഗുണം എന്താ വെച്ചാൽ ഒരുപാട് ജോയിനിങ് വന്നു. കാരണം ഇത്രയും വലിയൊരു ലെവലിൽ ഈ പ്രോഗ്രാം നടത്താൻ പറ്റുമെങ്കിൽ ഇവരുടെ സാമ്പത്തിക ശേഷി നമ്മൾ ഉദ്ദേശിച്ചേക്കാളും കൂടുതൽ വളർന്നു എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അന്ന് കൊടുക്കാൻ പറ്റിയോണ്ട് ഇന്നും എന്റെ സുഹൃത്തുക്കളുടെ ഇടയിൽ പറയുന്നുണ്ട്, നിന്റെ കല്യാണത്തിന് അത്ര ഇല്ല, എന്നാലും നീ എന്റെ കല്യാണത്തിന് വായു എന്ന് പറയും.
അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സ്റ്റേറ്റ്മെന്റ് അവിടെ കൊടുക്കാനുണ്ടായിരുന്നു, ബിക്കോസ് RCM മേക്സ് എവറിത്തിങ് പോസിബിൾ എന്നുള്ളത്. അങ്ങനെ കല്യാണം കഴിഞ്ഞു, വൈഫ് ഒരു ക്ലിനിക്ക് വെസ്റ്റ് ഫോർട്ടിൽ സ്റ്റാർട്ട് ചെയ്തു. ആ സമയത്ത് ക്ലിനിക്കിൽ പോയി വരാൻ ഒരു വണ്ടി വേണമെന്ന് പറഞ്ഞു. അങ്ങനെ 15 ലക്ഷത്തിന്റെ വണ്ടി റെഡി ക്യാഷ് ആയിട്ട് നമ്മൾ കൊടുത്തു, റെഡി ആയിട്ട്, അല്ലാതെ ലോൺ എടുക്കൂ EMI ഒന്നുമില്ല, സ്ട്രെയിറ്റ് അവേ നമ്മളത് കൊടുത്തു. ബിക്കോസ് വി ഹാഡ് ദ പവർ ഓഫ് RCM വിത്ത് us. അന്ന് ഈ വണ്ടിയുടെ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി കേരള ഗ്രാമീണ ബാങ്കിലെ മാനേജറിനെ കാണാൻ പോയപ്പോൾ, കാരണം അവിടുന്ന് വിഡ്രോ ചെയ്യണമായിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്തിനാ ഇതിനൊക്കെ പോകുന്ന, ലോൺ എടുത്തുകൂടെ ചോദിച്ചു. ഒറ്റ ചോദ്യം ചോദിച്ചുള്ളൂ, യൂസഫ് അലിയാണ് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നെങ്കിൽ നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുകയോ ചോദിച്ചു. അപ്പൊ ഇല്ല, കാരണം അയാൾക്ക് അതിന്റെ ആവശ്യമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, യൂസഫ് അലി ഞാനൊക്കെ ഒരേ ലെവലാണ്, എനിക്കും അതിന്റെ ആവശ്യമില്ല. അത് പറയാനുള്ള കോൺഫിഡൻസ് തന്ന പ്രസ്ഥാനമാണ് RCM എന്ന് പറയുന്നത്. ആൻഡ് RCM ഈസ് ഫാമിലി ടൈം. നമ്മളെ ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാ? ഈ ഫാമിലിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ആ ഫാമിലിയുടെ കൂടെ നമുക്ക് ചെലവഴിക്കാൻ എത്രത്തോളം സമയമുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരു സമയമില്ല, ശരിയല്ലേ? എന്നാൽ ഇവിടെയോ ഫാമിലി ആയിട്ട് നമുക്ക് ബിസിനസ് ചെയ്യാൻ സാധിക്കും. ഇന്നിപ്പോ ഞാൻ ഈ മീറ്റിംഗ് എടുക്കുന്നത് എന്റെ വൈഫ് ഹൗസിലാണ്, ബിനു സാറിന്റെയും അതുപോലെ തന്നെ സിസ്ലി മാഡത്തിന്റെയും എന്താ പറയാ വസതിയിലാണ് അല്ലെ. അപ്പൊ അത് എന്റെയും കൂടി വീടാണ്. അപ്പൊ ഈ ഒരു ഫാമിലി ടൈം എനിക്ക് ഇവിടെ ഒരാഴ്ച ഞാൻ ഇവിടെ സ്പെൻഡ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഇറ്റ് ഈസ് ബിക്കോസ് ഐ എം ഇൻ RCM. പക്ഷെ അതിന്റെ കൂടെ RCM മുടങ്ങുന്നുണ്ടോ? ഇല്ല. ഞാൻ ഇവിടെ വന്നു 2-3 സ്ഥലങ്ങളിൽ മീറ്റിംഗ് കൊടുത്തു, ഇപ്പൊ ഓൺലൈൻ മീറ്റിംഗ് ഞാൻ എടുക്കുന്നു. എവിടെ ഇരുന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ബിസിനസ് ചെയ്യാൻ പറ്റും വിത്ത് യുവർ ഫാമിലി എന്ന് പറയുന്നത്. ആൻഡ് RCM ഈസ് ബീങ് എ റോൾ മോഡൽ. എന്റെ അച്ഛനമ്മയും നല്ലൊരു റോൾ മോഡൽ ആയതുകൊണ്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നത്, ശരിയല്ലേ? നാളെ ഒരുപക്ഷെ എന്റെ മകളും അത് പറഞ്ഞേക്കാം, അച്ഛൻ നല്ലൊരു റോൾ മോഡൽ ആയതുകൊണ്ട് ഞാനും ഈ പ്രസ്ഥാനത്തിൽ സജീവമായിട്ട് മുന്നോട്ട് പോകുന്നു. അങ്ങനെ പറയട്ടെ, അതിനുള്ള ഒരു പ്രവർത്തനത്തിലാണ് ഞാനും. അപ്പോൾ നല്ലൊരു റോൾ മോഡൽ ആയിക്കഴിഞ്ഞാൽ മക്കൾ പിന്നെ വേറെ നായകനോ നായികയോ തേടി പോവില്ല, ശരിയല്ലേ? ഇന്ന് നമ്മുടെ കുട്ടികളോട് നമ്മളൊന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട വ്യക്തി ആരാണ് നിങ്ങളുടെ ജീവിതത്തിൽ ചോദിച്ചാൽ ചിലപ്പോൾ അവർ വല്ല നടനോ നടിയുടെ പേരാവും പറയും. എന്തുകൊണ്ടാണ്? കാരണം അവരുടെ കൺസെപ്റ്റിൽ അവരുടെ അച്ഛനമ്മയ്ക്ക് അവരുടെ ജീവിതത്തിൽ ഒരു പരിധിക്ക് അപ്പുറം പുരോഗതി കൊണ്ടുവരാൻ പറ്റില്ല എന്നൊരു തോന്നലുള്ളതുകൊണ്ടാണ്. എന്നാൽ RCM എന്ന സിസ്റ്റം അത് കംപ്ലീറ്റ്ലി റീറൈറ്റ് ചെയ്യുന്ന മാത്രമല്ല, ഇന്നും 31ാമത്തെ വയസ്സിൽ ഞാൻ പറയുന്നു, എന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ റോൾ മോഡൽ എന്ന് പറയുന്നത് എന്റെ അച്ഛനും എന്റെ അമ്മയാണ്. അത് കഴിഞ്ഞിട്ടേ വേറെ ആരുള്ളൂ. എന്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സൂപ്പർ ഹീറോ ഉണ്ടെങ്കിൽ അത് എന്റെ അച്ഛനാണ്, എന്റെ അമ്മയാണ്. അത് കഴിഞ്ഞിട്ടേ വേറെ ആരുള്ളൂ. ഇവരുള്ളതുകൊണ്ടാണ് ഞാനുള്ള ഇന്ന് ഏതൊരു വേദിയിലും സധൈര്യമായിട്ട് എനിക്ക് പറയാൻ സാധിക്കുന്നത്, ബിക്കോസ് ദ തിങ്സ് ദേ ഡിഡ് ഫോർ മീ ത്രൂ RCM. മനസ്സിലാവണ്ട? സോ ഇത് നമുക്ക് പറയാൻ, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് പറയാൻ പറ്റണമെങ്കിൽ യു ഹാവ് ടു ടേക്ക് RCM സീരിയസ്ലി. ആൻഡ് തലമുറകളുടെ ബിസിനസ്സാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ സംസാരിക്കുന്ന ഒരു സെക്കൻഡ് ജനറേഷൻ ആയിട്ടാണ്, ശരിയല്ലേ? ആ സെക്കൻഡ് ജനറേഷനിലേക്ക് ഈ ബിസിനസിനെ എത്തിച്ചു തരാൻ എന്റെ അച്ഛന് ഇത്തിരി എക്സ്ട്രാ എഫേർട്ട് ഇടേണ്ടി വന്നു. പക്ഷെ ആ എക്സ്ട്രാ എഫേർട്ട് അദ്ദേഹം എടുത്തു. അതിന്റെ ഒരു പരിണിത ഫലമായിട്ട് ഏകദേശം ഒരു കൊല്ലം 2 ലക്ഷം ആനുവൽ വരുമാനം മേടിച്ചിരുന്ന ഒരു ജോലിയിൽ നിന്ന് ഞാൻ RCMലേക്ക് വന്നപ്പോൾ എന്റെ ആ കൊല്ലത്തെ വാർഷിക വരുമാനം 22 ലക്ഷമായിരുന്നു. ഏത് പ്രസ്ഥാനത്തിന് ഇത് തരാൻ സാധിക്കുക? തന്റെ ജോലിയിൽ ഏത് പീക്ക് പോയിന്റിലാണോ നിൽക്കുന്നത്, അവിടുന്ന് തന്നെ അടുത്ത തലമുറയ്ക്ക് ഈ ഒരു പ്രസ്ഥാനത്തെ കൈമാറ്റം ചെയ്യാൻ പറ്റുന്നത് എവിടെയാണ്? ഫെഡറൽ ബാങ്കിൽ പറ്റുമോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വലിയൊരു ഡിഫൻസ് അക്കാഡമിയിൽ ഇത് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് സ്ഥാപനത്തിൽ ചെയ്യാൻ പറ്റും? പ്രൈവറ്റ് സെക്ടറിൽ ചെയ്യാൻ പറ്റും? ഇല്ല. പക്ഷെ RCMൽ ചെയ്യാൻ പറ്റും. എവിടെ വെച്ച് നിങ്ങൾ നിർത്തുന്നോ അവിടുന്ന് തൊട്ട് അടുത്ത തലമുറയ്ക്ക് ഇത് കൊടുക്കാൻ സാധിക്കും. ഒരു രൂപ പോലും താഴോട്ട് പോവില്ല. ദാറ്റ് ഇസ് മൈ ഗ്യാരണ്ടി. അത് കൂടുക മാത്രമേ ഉള്ളൂ. സോ തലമുറകളുടെ ബിസിനസ്. ഇന്ന് RCM എന്ന് പറയുന്നത് എന്താ? ഒരു നെക്സ്റ്റ് ജനറേഷൻ ബിസിനസ് ആയിട്ട് മാറി. അനവധി യങ്സ്റ്റേഴ്സ് ഈ മാസം അത് പോയി കണ്ടു, വിറ്റ്നസ് ചെയ്തു. ഒരുപാട് പുതിയ പ്രൊഡക്റ്റ് ലോഞ്ചുകൾ വന്നു. കമ്പനിയുടെ അടുത്ത പ്ലാൻ ഒക്കെ പറഞ്ഞു, ദാ എന്റെ നെക്സ്റ്റ് ജനറേഷൻ ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഋഷിക അർജുൻ എന്ന് പറയുന്നത് എന്റെ നെക്സ്റ്റ് ജനറേഷൻ. സോ ഈ ഒരു നെക്സ്റ്റ് ജനറേഷന് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ ബിസിനസ് ചെയ്യുന്നത്. ചെയ്യണോ എന്ന് ചോദിച്ചാൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഓൾറെഡി ഷീ സെറ്റിൽഡ്. കാരണം 24ാമത്തെ വയസ്സിലാണ് ഞാൻ ആദ്യത്തെ വിമാനയാത്ര നടത്തിയെങ്കിൽ എന്റെ മകൾ 6ാമത്തെ മാസത്തിലാണ് അവളുടെ ലൈഫിൽ ആദ്യത്തെ വിമാനയാത്ര നടത്തുന്നത്. അത് എവിടേക്ക്? ബാലിക്ക്. ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ ഇത്രയൊക്കെ ഈ ബിസിനസ്സിൽ തരാൻ സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ഏറ്റെടുക്കാൻ സാധിച്ചുകൂടാ? ഇനി ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്. കാരണം ഇത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഈ ബിസിനസിന്റെ ഫുൾ പൊട്ടൻഷ്യൽ കാണിച്ചു തരുന്നില്ല. നെക്സ്റ്റ് ജനറേഷൻ ആണ് ഈ ബിസിനസ് എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ നെക്സ്റ്റ് ജനറേഷനെ പറ്റിയിട്ട് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് രവി OP ശർമ്മ സാറിന്റെ കഥയിലൂടെയാണ്. കാരണം ഗവൺമെന്റ് ജീവനക്കാരനായിട്ടുള്ള തന്റെ അച്ഛൻ മിച്ചം വരുന്ന സമയത്ത് RCM ചെയ്തു. അങ്ങനെ തുടക്കകാലത്തിൽ ഒന്നുമില്ലാത്ത സമയത്തിൽ നിന്ന് RCMനെ പതുക്കെ പതുക്കെ അദ്ദേഹം പല സംസ്ഥാനങ്ങളിലേക്ക് എത്തിച്ചു. ഇതൊന്നും അറിയാതെ തന്റെ മകൻ വിദേശത്ത് ഒരു പണിയിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. കുറച്ച് നാളുകൾ കഴിഞ്ഞു പോയി, വർഷങ്ങൾ കഴിഞ്ഞു പോയി. പലവട്ടമായിട്ട് ആ മകനുമായിട്ട് സംസാരിച്ചു, നീ ബിസിനസ് ഏറ്റെടുക്കണം എന്ന് പറഞ്ഞു. മകൻ അതിന് കൂട്ടാക്കിയില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നിർഭാഗ്യവശ OP ശർമ്മ എന്ന് പറഞ്ഞ ഗവൺമെന്റ് ജീവനക്കാരനും RCMന്റെ വളരെ പവർഫുൾ ആയിട്ടുള്ള ലീഡറും അന്തരിക്കുന്നത്. ആ അന്തരിച്ച സമയത്ത് ആ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് മകൻ വിദേശത്തു നിന്ന് നാട്ടിലേക്ക് വന്ന സമയത്ത് പൊതുദർശനത്തിന് വെച്ചപ്പോൾ അനേകം ആൾക്കാർ അവിടെ വന്നപ്പോൾ മകൻ വിചാരിച്ചു ഗവൺമെന്റ് ജീവനക്കാരായിരിക്കുന്നു. പക്ഷേ അമ്മ പറഞ്ഞു, ഗവൺമെന്റ് ജീവനക്കാരൊക്കെ ഇന്നലെ വന്നു പോയി, ഇതൊക്കെ RCMന്റെ പ്രവർത്തകരാണ്. കാശ്മീർ തൊട്ട് കന്യാകുമാരി വരെ അച്ഛൻ ചെയ്ത ഈ സൽപ്രവൃത്തിനെ ഒന്ന് അവസാനം നോക്ക്, അവരുടെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ ഒന്ന് നന്ദി പറഞ്ഞ് പോവാൻ വേണ്ടി താങ്കൾ വരാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ജനങ്ങളാണെന്ന് പറഞ്ഞു. അന്ന് അതൊരു അത്ഭുതകരമായിട്ടൊരു കാര്യമായിട്ട് അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. കാരണം ബന്ധുക്കൾ പോലും അത്രയില്ല. പക്ഷെ ഇന്ന് മുഖം പോലും അറിയാത്ത പല തലത്തിൽ നിന്ന് വരുന്ന ആൾക്കാർ ഇവിടെ തടിച്ചു കൂടിയിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ
ഈ ഒരു RCM എന്ന പ്രസ്ഥാനത്തിലൂടെ അച്ഛൻ കൊണ്ടുവന്ന മാറ്റങ്ങൾ വലുതാണെന്ന ഒരു കാര്യം അദ്ദേഹത്തിന് മനസ്സിലായി. പക്ഷെ പിന്നീട് ഏതൊരു തിരിച്ചറിവിനെ പോലെ തന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അത് പതുക്കെ പതുക്കെ കെട്ടിറങ്ങി തുടങ്ങിയ സമയത്താണ് അമ്മയെ കൊണ്ട് വിദേശത്തേക്ക് പോകാൻ പോകുന്ന ആ പ്ലാൻ പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, അതിന് മുന്നേ അച്ഛന്റെ അക്കൗണ്ട് നിന്റെ പേരിലേക്ക് മാറ്റണം എന്ന് പറഞ്ഞു. അപ്പൊ മകൻ പറഞ്ഞു, എന്റെ പേരിലേക്ക് മാറ്റേണ്ട, അമ്മയുടെ പേരിലേക്ക് മാറ്റിയാൽ മതി. അപ്പൊ അമ്മ പറഞ്ഞു, പറ്റില്ല, നിന്റെ പേരിലേക്ക് മാറ്റണം എന്നായിരുന്നു അച്ഛൻ അവസാനം പറഞ്ഞത്. അങ്ങനെ ബാങ്കിൽ പോയി അപ്ലിക്കേഷൻ ഒക്കെ കൊടുത്തു. ഏകദേശം ഒരാഴ്ച എടുത്തു ആ പ്രോസസ്സ് കഴിയാൻ വേണ്ടി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് ആദ്യം വന്ന വരുമാനം 25 ലക്ഷം രൂപ. ഈ 25 ലക്ഷം രൂപ വന്നപ്പോൾ ഇദ്ദേഹത്തിന് സ്വാഭാവികമായിട്ട് ഒരു ഡൗട്ട് വന്നു. കാരണം എന്തോ തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ മാനേജറിനെ പോയിട്ട് കണ്ടു, സാറേ എന്റെ അക്കൗണ്ടിലേക്ക് ഇത്ര എമൗണ്ട് വന്നു, ഇത് വരാൻ ഒരു സാധ്യതയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആള് പറഞ്ഞു, അതിന് ഒരു വഴിയുമില്ല, കാരണം കഴിഞ്ഞ 11 മാസമായിട്ട് താങ്കളുടെ അച്ഛൻ മേടിച്ചുകൊണ്ടിരിക്കുന്ന വരുമാനമാണ് 25 ലക്ഷം എന്ന് പറയുന്നത്. ഈ ഒരു വാക്ക് കേട്ട് അദ്ദേഹം തിരിച്ച് വീട്ടിൽ പോയി അമ്മയോട് ചോദിച്ചു, എന്താണ് ഇതിന്റെ അർത്ഥം എന്ന് ചോദിച്ചപ്പോൾ അമ്മ ഒരു കാസറ്റ് എടുത്ത് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, അച്ഛൻ പലവട്ടം നിന്നോട് പറയണമെന്ന് ആഗ്രഹിച്ചാണ്, പക്ഷെ എപ്പോ ഇനി സമയം കിട്ടും എന്നുള്ളത് അറിയില്ല, അതുകൊണ്ട് അച്ഛൻ ഒരു കാസറ്റിൽ കുറച്ച് കാര്യങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, മോനെ നീ അത് കേൾക്കുന്നു പറഞ്ഞു. അങ്ങനെ ആ കാസറ്റ് അദ്ദേഹം പ്ലേ ചെയ്തു. ആ കാസറ്റിൽ അദ്ദേഹം പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ, അച്ഛൻ ഒരു തൈ വെച്ചു. ആ തൈ അച്ഛന് ചെയ്യാൻ പറ്റുന്നതിന്റെ എല്ലാ വളങ്ങളും വെള്ളവും കാര്യങ്ങളും ഒക്കെ അച്ഛൻ കൊടുത്തു. ഇന്ന് അതൊരു വലിയൊരു വടവൃക്ഷമായിട്ട് മാറി. നിന്റെ അടുത്ത 10 തലമുറയ്ക്ക് ഉള്ള എന്താ പറയാ എല്ലാ രീതിയിലുള്ള സമ്പത്തും അതുപോലെ തണലുമായിട്ട് ആ ഒരു മരത്തിന് മാറാൻ സാധിക്കും. നീ ആകെ ചെയ്യേണ്ട കാര്യം, നിനക്ക് പറ്റുന്ന സമയം അതിന് ഇത്തിരി വെള്ളം കൊടുക്കുക, അതിന്റെ ചോട്ടിൽ പോയിട്ടൊന്ന് ഇരിക്കുക. അത്ര മാത്രമേ ഈ അച്ഛന് മകനോട് ആവശ്യപ്പെടാനുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ആ കാസറ്റ് അവസാനിക്കുന്നത്. ഈ ഒരു കാസറ്റ് കഴിഞ്ഞ് അദ്ദേഹം പൊട്ടിക്കരയാണ് ചെയ്യുന്നത്. കാരണം ഒരച്ഛൻ ചെയ്ത പ്രവൃത്തി കാരണം തന്റെ മകന് ജോലി ഉപേക്ഷിക്കാതെ പോലും യാദൃശികമായിട്ട് നാട്ടിൽ വന്നപ്പോൾ അക്കൗണ്ടിലേക്ക് കിട്ടിയ ആദ്യത്തെ വരുമാനമാണ് 25 ലക്ഷം രൂപ. ഇനി നിങ്ങൾ പറയൂ, ഇതല്ലാതെ വേറെ ഏതുണ്ട്? RCM അല്ലാതെ വേറെ ഏതുണ്ട്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. തന്റെ അച്ഛനിൽ നിന്ന് മകനിലേക്ക് എത്തിച്ച ആ ലെഗസി ഇന്ന് അദ്ദേഹം കാത്തു സൂക്ഷിച്ച് അദ്ദേഹം സ്റ്റാർ ഡയമണ്ട് ആയിട്ട് മാറി. ഇന്ന് എന്ന് പറയുന്ന രവി OP ശർമ്മ എന്ന് പറയുന്ന വ്യക്തിയായിട്ട് അദ്ദേഹം ഇന്ന് തിളങ്ങിക്കൊണ്ടിരിക്കുന്നു. അനേകം ചെറുപ്പക്കാർക്ക് മാതൃകയാകാൻ പറ്റുന്ന ഒരു അതുല്യ പ്രതിഭ. ആലോചിച്ച് നോക്കും. സോ RCM ഈസ് നെക്സ്റ്റ് ജനറേഷൻ. പക്ഷെ അത് മാത്രമാണോ? അല്ല, RCM ഈസ് എ മൂവ്മെന്റ്. ഇതൊരു വലിയൊരു വിപ്ലവമാണ്. വലിയൊരു വിപ്ലവമാണ്. കാരണം നമ്മുടെ നാട്ടിൽ ഇന്ന് 7 മണിക്ക് നമ്മൾ വാർത്താ ചാനൽ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഒരു മനുഷ്യനെ പല ചിന്തകൾ കൊടുത്തുകൊണ്ട് ഭിന്നിപ്പിക്കാം, എങ്ങനെ പല രീതിയിൽ അവരുടെ ചിന്തകളെ നശിപ്പിക്കാം അല്ലെങ്കിൽ നെഗറ്റീവ് ആക്കാം എന്ന് പറഞ്ഞുകൊണ്ട് 1947 ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ട് പോകുന്ന സമയത്ത് കൊണ്ടുവന്ന ഡിവൈഡ് ആൻഡ് റൂൾ തന്നെയാണ് ഇപ്പോഴും അപ്ലൈ ചെയ്യുന്നത്. ന്യൂസ് ചാനൽ ആയിക്കോട്ടെ, രാഷ്ട്രീയ പാർട്ടികളായിക്കോട്ടെ, മതമായിക്കോട്ടെ, ഇന്ന് പല രീതിയിൽ നമ്മളെ പിരിക്കുമ്പോൾ RCM എന്ന പ്രസ്ഥാനം ഒറ്റക്കെട്ടായിട്ട്, നീ ഏത് മതത്തിലാണായാലും കുഴപ്പമില്ല, നീ ഏത് ജാതിയിലാണായാലും കുഴപ്പമില്ല, നിനക്ക് ഏത് പ്രായമാണെങ്കിലും കുഴപ്പമില്ല, നീ ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നു കുഴപ്പമില്ല, നിന്റെ കൾച്ചർ ഏതാണെന്ന് കുഴപ്പമില്ല, ആർക്ക് വേണമെങ്കിലും ഈ പ്രസ്ഥാനത്തെ ഏറ്റെടുത്ത് ഒരു സ്വതന്ത്രതയ്ക്ക് വേണ്ടിയിട്ടുള്ള, എന്ത് സ്വതന്ത്ര, സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആയിട്ട് ഇതിനെ ഏറ്റെടുക്കാമെന്ന് കഴിഞ്ഞ 26 കൊല്ലമായിട്ട് പറഞ്ഞ് പഠിപ്പിക്കുന്ന, തെളിയിച്ച് കാണിച്ചൊരു പ്രസ്ഥാനമാണ് RCM എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ കാണുന്ന ഫ്രീഡം ഫൈറ്റേഴ്സിന്റെ പേര് നിങ്ങൾ ഓർത്ത് വെച്ചോളൂ. നാളെ നിങ്ങളെ പറ്റിയിട്ടും ആൾക്കാർ പറയും. എന്റെ ജീവിതത്തിൽ സ്വാതന്ത്ര്യം കൊണ്ടുവന്നത്, സാമ്പത്തിക സ്വാതന്ത്ര്യം, ആരോഗ്യ സ്വാതന്ത്ര്യം കൊണ്ടുവന്നത് ഇവരാണെന്ന് ഇതേപോലെ നാളെ ചരിത്രം നമ്മളെ വാഴ്ത്തും. അതിനുള്ള തുടക്കം മാത്രമേ ഈ ഒരു പ്രസ്ഥാനം കൊണ്ടുവന്നിട്ടുള്ളൂ. ഇനിയും അനേകം 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 ഏടുകൾ നമ്മൾ കടന്നു പോകണം. RCM ഈസ് ദ അൾട്ടിമേറ്റ് ഫ്രീഡം. ഈ ഒരു പ്രസ്ഥാനത്തിലൂടെ നിങ്ങൾക്ക് കിട്ടാൻ പറ്റുന്നതിന്റെ ഏറ്റവും പീക്കായിട്ടുള്ള ഫ്രീഡമാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അത് എനിക്ക് ഉറപ്പ് തരാൻ സാധിക്കും. അതിന്റെ ഒപ്പം തന്നെ ഒരു വ്യക്തിക്ക് സന്തോഷം കിട്ടണമെങ്കിൽ അയാൾക്ക് ആരോഗ്യം ഉണ്ടാവണം, അയാളുടെ ചെലവുകൾ കുറയണം, അയാൾക്ക് വരുമാനം കിട്ടണം, സ്വദേശി ഉൽപ്പന്നങ്ങൾ അദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറണം, മറ്റൊരാളെ സഹായിക്കാൻ പറ്റണം, നല്ല ബന്ധങ്ങൾ ഉണ്ടാവണം, നല്ല അറിവുകൾ ഉണ്ടാവണം, നല്ല അംഗീകാരങ്ങൾ ഉണ്ടാവണം, നല്ല യാത്രകൾ ഉണ്ടാവണം, നല്ല കൂട്ടായ്മ ഉണ്ടാവണം, നല്ലൊരു സുരക്ഷിതത്വം ഉണ്ടാവണം. ഇതെല്ലാം തരാൻ പര്യാപ്തമായ ഒരു പ്രസ്ഥാനമാണ് RCM. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. എന്നെ കേട്ടിരുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ എല്ലാവിധത്തിലെ അഭിനന്ദനങ്ങളും ഞാൻ തരുന്നു. കാരണം അഭിനന്ദനം തന്നത് മറ്റൊന്നുമല്ല, നിങ്ങൾ തെരഞ്ഞെടുത്തത് RCM ആണ്. ജയ് RCM, ജയ് RCM, ജയ് RCM. താങ്ക് യു, താങ്ക് യു, താങ്ക് യു.